അങ്ങനെ ഒരു പേരാണ് ഇട്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈ അക്കാലത്ത് കയറുന്ന മത്സ്യങ്ങളെ കൂട്ടത്തോടെ പിടിക്കുന്നതിനെയാണ് നമ്മൾ ഊത്തപിടുത്തം എന്ന് പറയുക. ഓർക്കുക, ഊത്തപിടുത്തം എന്ന് പറയുന്നത് പാകമായ അണ്ടങ്ങളോട് കൂടിയ മത്സ്യങ്ങളുടെ പ്രജനനമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ നേരിടേണ്ട ഒരു ചോദ്യം, പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമല്ലേ, കാലങ്ങളായിട്ട് മനുഷ്യൻ ഇങ്ങനെ മത്സ്യം പിടിക്കുന്നുണ്ടല്ലോ പ്രജനന കാലത്ത്, എന്നിട്ടും ഒന്നിനും വംശനാശം സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊരു സാധാരണ ലളിതമായ ഉത്തരമോ ചോദ്യമോ ഒക്കെ ആളുകൾ മറുപടിയായിട്ട് പറയും. അതിന് ഉള്ള ഉത്തരം ഇങ്ങനെയാണ്: പണ്ട് വിശാലമായിരുന്നു നെൽപ്പാടങ്ങൾ. എന്ന് പറഞ്ഞാൽ പ്രജനന കേന്ദ്രങ്ങൾ വിശാലമായിരുന്നു. അവയെ തോടുകളോ വേനൽക്കാല വസതികളോ പുഴകളുമായി ബന്ധിപ്പിക്കുന്ന തോടുകൾ സമൃദ്ധമായിരുന്നു. മത്സ്യബന്ധന ഉപാധികളുടെ വൈവിധ്യം കുറവായിരുന്നു. എന്ന് വെച്ചാൽ ടോർച്ച് പോലും ഉണ്ടായിരുന്നില്ല. ഒരു ടയറോ അല്ലെങ്കിൽ ചൂട്ടോ ഒക്കെ കത്തിച്ചായിരുന്നു ആളുകൾ മീൻ പിടിച്ചിരുന്നത്. അപ്പൊ അത്രയും വിശാലമായ ഒരു കാലത്ത് പിടിക്കപ്പെടുന്ന മത്സ്യങ്ങളുടെ എണ്ണം 100 എണ്ണം നെൽപ്പാടങ്ങളിലേക്ക് മുട്ടയിടാൻ കയറിയാൽ പിടിക്കപ്പെടുന്നവ 10-ൽ താഴെയായിരിക്കും, 10% പിടിക്കപ്പെടുക. അങ്ങനെയല്ല, നെൽപ്പാടങ്ങളുടെ വിസ്തൃതി കുറഞ്ഞു എന്ന് വെച്ചാൽ മത്സ്യങ്ങളുടെ ലേബർ റൂമിന്റെ എണ്ണം കുറഞ്ഞു എന്നാണ് അർത്ഥം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ മത്സ്യങ്ങളുടെ വേനൽക്കാല വസതികളെയും അവയുടെ പ്രജനന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കപ്പെടുന്ന തോടുകൾ എമ്പാടും നികന്നുപോയി. പുഴകളാണെങ്കിൽ മലിനീകരിക്കപ്പെട്ടു. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ വൈവിധ്യം, അതായത് കാര്യക്ഷമമായി ക്ഷമത വർദ്ധിച്ച മത്സ്യബന്ധനോപാധികളുടെ എണ്ണം വർദ്ധിച്ചു. ഏകജാലിക തന്തു വലകൾ ഉൾപ്പെടെ, ഏകതന്തുജാലിക വലകൾ ഉൾപ്പെടെ, മോണോഫിലമെന്റസ് നെറ്റ് ഉൾപ്പെടെ വിനാശകരമായ മത്സ്യബന്ധന രീതികൾ, അതായത് ഇലക്ട്രോക്യൂഷനോ അല്ലെങ്കിൽ ഡൈനാമിറ്റിക്കോ അടക്കമുള്ള വിവിധ മത്സ്യബന്ധന രീതികൾ ഉപയോഗിക്കപ്പെടുന്നു. ഇന്നിപ്പോ മാത്രമല്ല, ഊർജിതമായ കൃഷി നടപ്പാക്കാനായിട്ട് നെൽപ്പാടങ്ങൾക്ക് കുറുകെ വന്ന റോഡുകൾ ഊർജിതമായ കൃഷി വർദ്ധിപ്പിച്ചതില്ല എന്ന് മാത്രമല്ല, അവയ്ക്കിടയിൽ ഒരു ചെറിയ സ്ലൂയിസ് മാത്രമാണ്, ചെറിയ തോട് മാത്രമാണ് നമ്മൾ ഒഴിവാക്കിയിട്ടത്. മത്സ്യങ്ങളിലേക്ക് മേൽപ്പാടങ്ങളിലേക്ക് കയറാനായി ഈ ചെറിയ തോടുകൾ ഊത്തപിടുത്തക്കാരെ സംബന്ധിച്ച് സിംഗിൾ വിൻഡോ സിസ്റ്റം, അതായത് ഏകജാലക പ്രവേശന മാർഗമായി അവശേഷിച്ചു. എല്ലാവരും കൂടി വട്ടം കൂടി അവിടെ ഇരുന്ന് മത്സ്യങ്ങൾ നെൽപ്പാടങ്ങളിലേക്ക് കയറുന്ന വഴികളിൽ പിടിച്ചു എന്നർത്ഥം. 100 മത്സ്യങ്ങൾ നെൽപ്പാടങ്ങളിൽ നിന്നോ പുഴകളിൽ നിന്നോ അവരുടെ വേനൽക്കാല വസതികളിൽ നിന്നോ നെൽപ്പാടങ്ങളിലേക്ക് കയറിയാൽ 80 എണ്ണം ഈ ഏകജാലക സംവിധാനത്തിന്റെ അവിടെ വെച്ച് പിടിക്കപ്പെടും. ശേഷിക്കുന്ന 20 എണ്ണം കയറിയാൽ ഒന്നുകിൽ വലയുണ്ടാകും, അല്ലെങ്കിൽ കൂടുണ്ടാകും, അല്ലെങ്കിൽ അടിച്ചിലുണ്ടാകും, അല്ലെങ്കിൽ വെട്ടി കൈകൊണ്ട് പിടിക്കുന്നവരുണ്ടാകാം. ഇത് 1873 മുതൽ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. അന്നത്തെ പുസ്തകത്തിൽ ഫ്രാൻസിസ് ഡേ പറയുന്നുണ്ട്, ദർ ഇസ് നോ ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ അവൈലബിൾ ടു ചെക്ക് ദിസ് പ്രോസസ്. പ്രജനന കാലത്തുള്ള മത്സ്യബന്ധന രീതികളെ നിയന്ത്രിക്കാൻ ഇന്ത്യയിൽ നിയമങ്ങളുടെ അഭാവമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് 2010 ഇൻലാൻഡ് ആൻഡ് അക്വാകൾച്ചർ ഫിഷറീസ് ആക്ട് 2010 അനുസരിച്ച് ഒരു നിയമം ഉണ്ടെങ്കിൽ പോലും അത് അത്ര ശക്തമായ ഒരു നിയമമല്ല. ഞാൻ പുതിയ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് എന്താ വെച്ചാൽ, നിയമസഭയിൽ ആ നിയമം ഒന്നുകൂടി ശക്തമാക്കണം. ഇത് കുറ്റകൃത്യമാണ്. ഊത്ത എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടേണ്ട ഉത്സവമല്ല, മറിച്ച് ശിക്ഷിക്കപ്പെടേണ്ട കുറ്റമാണെന്ന് കൂടി ഓർക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും ഊത്തപിടുത്ത മത്സ്യങ്ങളെ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ഇപ്പൊ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ അത് ഇട്ടിട്ടേ ഉള്ളൂ. ഊത്ത മത്സ്യത്തെ വാങ്ങാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ മത്സ്യം എന്ന് പറയുന്ന വലിയൊരു ജൈവ സമ്പത്തിനെ ചുട്ടുചാമ്പലാക്കാനുള്ള തീ വാങ്ങാൻ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളൊന്നും കൂടി ഓർക്കണം. അങ്ങനെയാണ് അതിനെ വിശദീകരിക്കേണ്ടത്. പല സ്ഥലത്തും പ്രാദേശികമായി ശുദ്ധേല മത്സ്യങ്ങളുടെ വംശനാശം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പറയുന്നു, ക്ലാരിയസ് ഡുസുമേരി എന്ന് പറയുന്ന നാടൻ മൊഴി എന്ന് പറയുന്ന മത്സ്യത്തെ അത്തരത്തിൽ പ്രാദേശിക വംശനാശം സംഭവിച്ചത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എനിക്ക് മുമ്പേ 2010 മലപ്പുറം ജില്ലയിൽ നാടൻ മത്സ്യങ്ങളുടെ ഇനത്തിൽപ്പെട്ട നാടൻ മുഷിയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നതായി ഒരു അധ്യാപകൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളാഞ്ചേരിയിലെ. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒഴുകാലത്ത് സമൃദ്ധമായിരുന്ന നാടൻ മുഷി ഇല്ലാതായി പോയി എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല മത്സ്യങ്ങളും, മഞ്ഞാരകൻ എന്ന് പറയുന്ന ഒരു മത്സ്യം, അതുപോലെ തന്നെ പള്ളത്തി എന്ന് പറയുന്ന മത്സ്യം, മൂതാടി എന്ന് പറയുന്നത്, ഞാൻ ഈ ശാസ്ത്രനാമം പറയുകയാണെങ്കിൽ സ്യൂഡോട്രോപ്ലസ് മാക്കുലേറ്റസ് അല്ലെങ്കിൽ നാൻഡസ് അല്ലെങ്കിൽ മാസ്റ്റർസെഫലസ് ഗന്ധേരി അല്ലെങ്കിൽ ക്ലാരിയസ് ഡുസുമേരി, ഇങ്ങനെയുള്ള മത്സ്യങ്ങൾക്കൊക്കെ തന്നെ നിങ്ങൾ സുവോളജി വിദ്യാർത്ഥികളായിട്ട് ശാസ്ത്രനാമമാണ് വേണ്ടതെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരം മത്സ്യങ്ങൾക്ക് പ്രാദേശികമായ വംശനാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു പഞ്ചായത്ത് തലത്തിൽ അത് അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ഡാറ്റ കിട്ടും. നമ്മളത് അന്വേഷിക്കാത്തത് കൊണ്ടാണ്. പ്രാദേശികമായ വംശനാശം സംഭവിക്കുന്ന മത്സ്യങ്ങളുടെ എണ്ണത്തിൽ നമ്മൾ വംശനാശം സംഭവിക്കാത്തതുകൊണ്ടാണ്. ഇതൊക്കെ വല്ലാഗ് വട്ടു എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്, ആറ്റുവാള എന്നൊക്കെ പറയും. അതിനെ കൂട്ടത്തോടെ പിടിച്ചതിന്റെ ഒരു ദൃശ്യം അത് ആഘോഷിക്കപ്പെടുകയാണ്, മനസ്സിലായോ? അത് സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വലിയ മത്സ്യങ്ങളൊക്കെ തന്നെ മുട്ടയുള്ള മത്സ്യങ്ങളായിരിക്കും. ഇതൊക്കെ മുട്ടയുള്ള മത്സ്യങ്ങളായിരിക്കും.
നമുക്കത് 6 ദിവസത്തെ പ്രോസസ്സാണ് ഈ മുട്ടയിടലൊക്കെ നടക്കുക. അത് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ മത്സ്യത്തെ നമുക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള ക്ഷമ മത്സ്യം കാണിക്കുന്നില്ല. ഇത് നോക്കൂ, ഇതിനകത്ത് ഗൾഫിൽ നിന്ന് വരെ ലീവ് എടുത്തു വന്ന ആളുകളുണ്ട് ഈ പ്രജനന കാലത്ത് ഈ ഉത്തമൃത്തം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങളുടെ ഇത് കോട്ടയം ജില്ലയിലുള്ള ഒരു ഉത്തമൃത്തമാണ്. അത് ആ പടം കാണിച്ചിട്ട് ഞാൻ അതിനെ പറയാം. ഞാൻ പല ക്ലാസ്സുകളിലും കാണിക്കുന്ന ഒരു ചിത്രമാണ്. ചിലപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും. ഈ ചാടുന്ന മത്സ്യം ലേബിയോ ഡുസുമേരി എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. അതിന് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, പമ്പ, മണിമല, അച്ചൻകോവിൽ, ഇത് അവിടെ മാത്രമല്ല കേട്ടോ, ചാലക്കുടി പുഴയിലുണ്ട്, അങ്ങേറ്റം വരെയുണ്ട്. ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഊട്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ലേബിയോ ഡുസുമേരി എന്നാണ് ഇതിന്റെ പേര്. മലയാളത്തിൽ ഇതിനെ കോട്ടയം ജില്ലക്കാർ ഇതിനെ പുല്ലൻ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ തൂളി എന്നാണ് വിളിക്കുക. ഈ തൂളിയുടെ ശാസ്ത്രനാമം ലേബിയോ ഡുസുമേരി എന്നാണ്. ഇത് പ്രജനന കാലത്ത് മുട്ടയിടാനായിട്ട് പുഴയുടെ പാർശ്വങ്ങളിലാണ് മുട്ടയിട. അതിന് മുട്ടയിടാനായിട്ട് അവർ ദേശാന്തരങ്ങൾ നടത്തുന്ന വഴിയിൽ ഈ കയറ് കെട്ടിക്കഴിഞ്ഞാൽ അതിന് തട്ടും, അപ്പൊ അവർ ചാടും, കൂട്ടത്തോടെ പിടിക്കപ്പെടും. നിമിഷ നേരം കൊണ്ട് വൻതോതിൽ മത്സ്യങ്ങൾ പിടിക്കപ്പെടുന്നു എന്നർത്ഥം. ഒരു വലിയ മത്സ്യസമ്പത്തിനെ നിലനിർത്തേണ്ട പ്രായത്തിലുള്ള മത്സ്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് അർത്ഥം. ഓക്കെ, ഇത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ പുത്തഞ്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന മത്സ്യബന്ധനമാണ്. കണ്ടോ, അത് കുറെ ആളുകളുണ്ട് അതിന്റെ അടിയിലൊക്കെ മറിഞ്ഞിരിക്കുന്നുണ്ട്. ഇവര് ഈ മുട്ടയുള്ള മത്സ്യങ്ങൾ തന്നെ തിന്നണം എന്ന് വാശി പിടിക്കുന്നവരായതുകൊണ്ടാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ അന്നമനട, ഞാൻ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിലെ ഒരു അടിച്ചിൽ വെച്ച് ഉപകരണത്തോടെ പിടിച്ച മഞ്ഞക്കുരിയുടെ ചിത്രമാണ്. ഹൊറാബാഗ്രസ് ബ്രാക്കിസോമ എന്ന് പറയുന്നത്. അതിന്റെ മേത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ നിറച്ചു മുട്ടയാണ്. ഇത് പ്രജനന കാലത്ത് പിടിക്കുന്നതാണ്. ഈ ഒരു മത്സ്യത്തെ നമുക്കൊരു 6 ദിവസത്തേക്ക് നമ്മളൊരു ക്ഷമ കാണിച്ചാൽ ഈ മുട്ടകൾ പാടത്തോ അല്ലെങ്കിൽ അതിന്റെ സൗകര്യങ്ങളിലൊക്കെ അത് വിരിയുകയും ചെയ്യും. വലിയൊരു സമ്പത്ത് ഉണ്ടാവും, മത്സ്യസമ്പത്ത് അവിടെ നിലനിൽക്കുകയും ചെയ്യും. തിരിച്ചിറങ്ങുന്ന മത്സ്യങ്ങളെ നമുക്ക് പിടിക്കാം. പക്ഷെ ഞാൻ മുട്ടയോടുകൂടി മത്സ്യങ്ങൾ മാത്രമേ തിന്നൂ എന്ന് ആരോടോ ശപഥം ചെയ്ത മാതിരി, അല്ലെങ്കിൽ എന്റെ കാലത്തിനുള്ളിൽ ഞാൻ ഇതിന്റെ വിഭവത്തെ, ഈ മത്സ്യം എന്ന് പറയുന്ന സാധനത്തെ തീർക്കും എന്ന ഒറ്റ വാശിയോട് കൂടിയാണ് നമ്മളിത് പറഞ്ഞിട്ടും മനസ്സിലാവാത്തൊരു കൂട്ടാളുകൾ. ഇത് കണ്ടോ, ഇത് ഏകതന്തു ജാലിക വലയാണ്, അല്ലെങ്കിൽ മോണോഫിലമെന്റസ് ഗിൽനെറ്റ് വന്നു. ഇത് ശേഷമാണ് മത്സ്യബന്ധനം കൂടുതൽ ശക്തം. ഇതിൽ മത്സ്യം മാത്രമല്ല, പാമ്പുണ്ട്, എല്ലാ ജീവികളും ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ റെഡ് വരയൊക്കെ കാണുന്നത് കുണ്ടിയസ് മാക്കിക്കോള എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. അതിന്റെ മെയിൽസും ഫീമെയിൽസ് രണ്ടിലും ഈ റെഡ് സ്കാർലറ്റ് ബാൻഡഡ് ബാർബ് എന്നാണ് അതിനെ പറയുക. അതിന് 2 വരകളുണ്ട്. അത് പ്രജനന സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന വരകളാണ്. ഇതിലൊക്കെ പിടിച്ചു നോക്കിയാൽ എല്ലാത്തിലും മുട്ടയുണ്ടാവും. ഓക്കെ, ഇത് ഒരാൾ ഫേസ്ബുക്കിൽ ഇത്തിരി മനോഹരമായിട്ട് ഇട്ടേക്കണേ. അയാളുടെ പേര് സുജി ജോസ് മാളിയേക്കൽ എന്നാണ്. സുജി ജോസ് മാളിയേക്കൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ ചിത്രം അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ പരസ്യപ്പെടുത്തിയാണ്. ഊത്തൽ മീൻ തീറ്റ തുടങ്ങി. ഈ മഴക്കാലം മീനിന്റെ കാര്യത്തിൽ തകർക്കും. ഞങ്ങൾ തകർക്കും എന്ന് പറയണം. ഞങ്ങളുടെ നാട്ടിൽ കാണുന്ന വലുത് കുറുവപ്പരൽ, ചെറുതെല്ലാം വയമ്പും ചെറിയ പല്ലുകളാണ്. കൂടെ കുറുവപ്പലിന്റെ മുട്ടയും കൂടി തിന്നുന്നത്. എത്ര മനോഹരമായിട്ടാണ് അയാൾ അത് ഫേസ്ബുക്കിൽ ഇട്ടേക്കണേ എന്നുള്ളതാണ്. കണ്ടോ, മുട്ട മാത്രം തിന്നാൻ വേണ്ടിയിട്ട് മാത്രം. തൃശ്ശൂരിൽ ചില അങ്ങാടികളിൽ മുട്ട മാത്രം വെക്കുന്ന അങ്ങാടികളും ഉണ്ട്. തൃശ്ശൂർ മാത്രമല്ല, കോട്ടയത്തൊക്കെ ഇതിന്റെ ആഘോഷങ്ങളാണ്. നമുക്ക് അങ്ങനെ പിടിച്ചു തിന്നാൻ മാത്രമുള്ള ഇതുകൾ. ഇനി ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു കേരളത്തിലെ മത്സ്യങ്ങൾ വംശനാശ ഭീഷണി നേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഊത്തപിടുത്തം. രണ്ടാമത്തെ പ്രജനനകാലത്തെ മത്സ്യബന്ധനം നമ്മൾ പറയുന്നത് ഊത്തപിടുത്തം. രണ്ടാമത്തെ ഒരാള് കണ്ടോ, ഈ കോതമംഗലത്തെ ഒരാള് മറ്റേ തോട്ടയിട്ടപ്പോ അതിന് തോട്ടയ്ക്ക് തീ കൊടുത്തോണ്ട് അയാള് തീപ്പെട്ടി വലിച്ചെറിഞ്ഞു. തോട്ട കയ്യിലിരുന്നു, അയാൾ പൊട്ടി, അയാളുടെ കൈയൊക്കെ പോയി. അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നാലും ഉള്ള കൈ കൊണ്ട് അവര് തോട്ടയിടും. മനസ്സിലായോ? മറ്റൊന്ന്, നദികൾ മരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതായത് കേരളത്തിലെ നദികളെ നമുക്ക് വലിയ തോതിലും നദികൾ എന്ന് വിളിക്കാനാവില്ല. നദികളുടെ ഇന്റർനാഷണൽ, അന്തർദേശീയ തലത്തിൽ നദികളുടെ നിർവചനത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്നതല്ല നദികൾ. അതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും ഉണങ്ങാനുള്ള ഒരു സാധ്യത അവർക്കുണ്ട്. ഇത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴയിൽ കാണുന്ന ഒരു മത്സ്യമാണ്. 2017 മെയ്യിലാണ് ഈ ചിത്രം ഞാൻ എടുക്കുന്നത്. അവിടെ ഒരു മത്സ്യമരണവുമായി ബന്ധപ്പെട്ട് ചെന്ന് എടുത്തതാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുഴയുടെ ജോലി വെള്ളം ഒഴുകുക മാത്രമല്ല, കടലിനെ ഇങ്ങോട്ട് കയറാതെ തടസ്സപ്പെടുത്തുക എന്നൊരു ജോലി കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന്റെ പിന്നീട് ഒരു ചിത്രം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാകും. അപ്പൊ പുഴയുടെ ജോലി കടൽ വെള്ളത്തെ ഒരു ജലത്തെ ഇങ്ങോട്ട് കയറാതെ തടഞ്ഞു നിർത്തുക എന്നൊരു ജോലി കൂടി പുഴ ചെയ്യുന്നുണ്ട്. ശുദ്ധജലം അങ്ങോട്ട് തള്ളുമ്പോൾ അതനുസരിച്ച് കടൽ ഇങ്ങോട്ട് കയറി വരാതിരിക്കും. നമ്മുടെ ഇവിടെ കേരളത്തിലെ പുഴകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കൊല്ലം സലിനിറ്റി ഇങ്ങോട്ട് കയറി വരുന്നത് കാണാം. എപ്പോഴാണോ മഴയുടെ അളവ് കുറയുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ പുഴയുടെ ജലം റെഗുലേറ്റഡ് ആവുന്നത്, നിയന്ത്രിക്കപ്പെടുന്നത്, അപ്പോഴൊക്കെ ഒരു ജലം ഇങ്ങോട്ട് കയറും. എന്റെ നാട്ടിൽ പുതുശ്ശേരിയിലൊന്നും പണ്ട് ഉപ്പുജലത്തിന്റെ അംശമില്ലായിരുന്നു. ഇത് ഉപ്പുജലം കയറി എന്നുള്ളത് നമുക്ക് സലിനിറ്റി ടെസ്റ്റ് ഇല്ലാണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിന് മറ്റേ അവിടുത്തെ മീനെ പിടിച്ചു നോക്കിയാൽ മതി. ഒരു ജലം കയറുന്നതോടുകൂടി ശുദ്ധജല മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ കുറയുന്നു. അവയുടെ തന്മൂലം മത്സ്യങ്ങളുടെ ലഭ്യതയും കുറയുന്നു എന്നുള്ളതാണ്, എണ്ണവും കുറയുന്നു എന്നുള്ളതാണ്. നമുക്ക് നദികൾ എന്ന് പറയുന്ന കുറച്ചു ദൂരം മാത്രം ഒഴുകുന്ന നദികളാണല്ലോ.
കുറച്ചു ദൂരം ഒഴുകുന്ന നദികൾ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഒഴുകി പലതരത്തിലുള്ള സബ്സ്ട്രേറ്റം, കല്ലുകൾ പോലുള്ള അല്ലെങ്കിൽ ബെഡ്റോക്ക് പോലുള്ള ആവാസ വ്യവസ്ഥകളെ സൃഷ്ടിച്ചിട്ടാണ് ഇത്തരം ആവാസ വ്യവസ്ഥകൾ അവർ പോറ്റി നിർത്തുന്നത് തന്നെ. അത്രയും കഷ്ടപ്പെട്ട് പോറ്റി നിർത്തുന്നത് പോലെ പുഴകൾ മരിക്കുന്നത്. മനസ്സിലായ? പുഴകൾ മരിച്ച് കേരളത്തിലൊരു പുഴ മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ വെള്ളം ഉണ്ടാവും, വർഷക്കാലത്തൊക്കെ വെള്ളം ഉണ്ടാവും. അടുത്തൊന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യമരണം നടക്കുന്നത്. ഞാൻ ആ ചന്ദ്രഗിരി പുഴയിൽ നടന്ന മത്സ്യമരണത്തിന്റെ ഒരു ചിത്രമാണ്. അതൊരു 35 ലക്ഷം രൂപയുടെ മത്സ്യങ്ങളെങ്കിലും അന്ന് ചത്തുപോയിട്ടുണ്ടാവും. അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാത്ത, ഇനി ശാസ്ത്രം തിരിച്ചറിയാത്ത മത്സ്യങ്ങളുണ്ട്. കുറെ 1865 മുതൽ 1878 വരെയുള്ള കാലഘട്ടങ്ങളിൽ കണ്ടുപിടിച്ചിട്ട് പിന്നെ നമുക്ക് എവിടെയാണ് എന്താണ് സ്ഥിതി എന്നറിയാത്ത മത്സ്യങ്ങളുണ്ട്. ഗുരുതരമായ വംശനാശ ഭീഷണിയിൽ അകപ്പെട്ട മത്സ്യങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇത് അവസാനം പോലീസൊക്കെ കൂടി വന്നിട്ട് അത് കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. എന്താണ് ഭരണകാരണം എന്ന് അറിയാത്തത് കൊണ്ട് അത് നിന്ന് ആളുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള ഭയത്താൽ പോലീസ് വന്ന് കുഴിച്ചു മൂടുമ്പോൾ മുമ്പുള്ള ചിത്രങ്ങളാണ് ഇതൊക്കെ. മത്സ്യമരണങ്ങൾ ഏറ്റവും കൂടുതൽ പെരിയാറിൽ തുടർച്ചയായ മത്സ്യമരണങ്ങളുണ്ട്. തിരൂർ പുഴയിൽ തുടർച്ചയായ മത്സ്യമരണങ്ങളുണ്ട്. ചാലിയാർ പുഴയിൽ മനഃപൂർവ്വം മീൻ പിടിക്കാൻ വേണ്ടി ഇക്തിയോടോക്സിൻസ് ഓഫ് പ്ലാന്റ് ഒറിജിൻ ആൻഡ് കെമിക്കൽ ഒറിജിൻ, രാസവസ്തുക്കൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെടികളും ഇലകളും ഒക്കെ പിഴിഞ്ഞ് അവര്, ഉദാഹരണത്തിന് ഞാറയുടെ ഇല പിഴിഞ്ഞാൽ ഇതേപോലെ പുഴയിൽ കലക്കി കഴിഞ്ഞാൽ മത്സ്യങ്ങൾക്ക് ഒരു സെഡേഷൻ, ഒരു മന്ദത സംഭവിക്കും, അപ്പൊ പിടിച്ചെടുക്കാം. അങ്ങനെ പിടിക്കുന്നത് മൂലവും ഒക്കെ മത്സ്യമരണം നടക്കാറുണ്ട്. ചാലക്കുടി പുഴയിൽ 2019 ഒരു മത്സ്യമരണം നടന്നതായിട്ട് അതുകൊണ്ട് പെരിയാറിൽ പാതാളത്ത് നടന്ന മത്സ്യമരണം അതിൽ കോടതിയും മന്ത്രിയും ഇടപെട്ടിട്ടുള്ള ഒരു മത്സ്യമരണമാണ്. അതിന്റെ റിപ്പോർട്ടൊക്കെ സർക്കാർ ചോദിക്കുകയൊക്കെ ചെയ്തു. ആ നടന്ന മത്സ്യമരണത്തിൽ ഏതാണ്ട് 35 ലക്ഷം 2010 തന്നെ 10-ലാണോ 12-ലാണോ എന്നറിയില്ല, കണക്കെടുക്കപ്പെടുകയുണ്ടായി. എന്തായാലും മത്സ്യമരണങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. മനസ്സിലായോ? അത് മത്സ്യങ്ങളുടെ വംശനാശത്തിന് വലിയൊരു കാരണമാണ് കേരളത്തിലെ. അടുത്തതാണ് നമ്മൾ ഈ പറയുന്ന ശബരിമലയിലെ ഏറ്റവും വലിയ പുണ്യനദിയാണ് ഈ പമ്പ എന്ന് പറയുന്നത്. പമ്പയിലെ ഞാൻ കണ്ടിട്ടുള്ള സുന്ദരിയായ പുഴകളിൽ ഒന്നാണ് പമ്പ. പമ്പയിൽ ഇതേപോലെ തന്നെ അവിടുത്തെ വന്ന് സ്വാമിമാർ അവരുടെ അടിവസ്ത്രങ്ങൾ ഊരിയിട്ടു, അതുപോലെ തന്നെ ഇതൊക്കെ ഊരിയിട്ടു. പുഴയുടെ അടിത്തട്ട് നമുക്ക് മത്സ്യങ്ങൾക്ക് ആവാസ യോഗ്യമല്ലാതായി. ഇതിന്റെ ദൂരം എന്ന് പറയുന്നത് പമ്പയുടെ അവിടെ പമ്പ അവിടെ തുടങ്ങുന്നത് മുതൽ അങ്ങ് അറ്റം വരെയാണ്. എവിടെ വരെ? പന്തളം വരെയാണ്. അത്തരം സ്ഥലത്ത് നമുക്കൊരു സൂക്ഷ്മ ആവാസ വ്യവസ്ഥകളുണ്ട്. ലോച്ചസ്, കൊയ്ത്തകൾ എന്നൊക്കെ പറയുന്ന മത്സ്യങ്ങളുടെ സൂക്ഷ്മ ആവാസ വ്യവസ്ഥകളാണ്. മണലൈര എന്നൊക്കെ നിങ്ങൾ പറയില്ലേ, കൊയ്ത്ത, കൊയ്മ, മണലൈര പോലുള്ള, അല്ലെങ്കിൽ കാറ്റ്ഫിഷസ്, അതായത് മീശ മത്സ്യങ്ങൾ എന്ന് പറയുന്ന, പൂച്ച മത്സ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മിസ്റ്റസ് അല്ലെങ്കിൽ കൂരി, ചില്ലംകൂരി പോലുള്ള മത്സ്യങ്ങളിലേക്ക് സൂക്ഷ്മ ആവാസ വ്യവസ്ഥകൾ, ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ അപ്പാടെ മൂടി പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. മനസ്സിലായി? അതൊരു പ്രശ്നമാണ്. അടുത്ത മണൽവാരൽ മൂലം. അപ്പൊ പുഴത്തേടെ അടിത്തട്ടിന്റെ ആഴം കൂടുന്തോറും ഒരു ജലം ഇങ്ങോട്ട് കയറും. ഉദാഹരണത്തിന് അതിൽ ഏറ്റവും രസകരമായ കാര്യം, കുറച്ച് നാളുകൾക്ക് മുമ്പ് 2000-നോട് അടുത്താണ് പമ്പയിലെ മത്സ്യസമ്പത്തിന്റെ വൈവിധ്യം കൂടുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ വെച്ചാൽ കൂടിയതല്ല. അവിടുന്ന് മണൽവാരൽ മൂലം ഒരു ജലം ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറി. ഒരു ജലം കയറുന്നതോടൊപ്പം തന്നെ അഴിമുഖത്തുള്ള മത്സ്യങ്ങൾ കൂടി അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ദൈർഘ്യം കിട്ടുന്നു, അവർ ഇങ്ങോട്ട് കയറുന്നു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ മത്സ്യങ്ങളെ കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ പമ്പയിലെ മത്സ്യങ്ങളുടെ എണ്ണം കൂടിയതാണ്, അല്ലാതെ വൈവിധ്യം വർദ്ധിച്ചതല്ല. അത്രയും സ്ഥലത്ത് ശുദ്ധജല മത്സ്യങ്ങളുടെ ലഭ്യത നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ശുദ്ധജല മത്സ്യങ്ങളുടെ ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. മണൽവാരൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ഞാൻ ഒന്നുകൂടി ഇനി പോളിഷ് ചെയ്ത ഒരു വാക്ക് പറയുകയാണെങ്കിൽ, നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കെതിരെ വലിയ ആക്രമണങ്ങൾ വരുമെന്നുള്ളത് ഞാൻ പോളിഷ് ചെയ്തിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്. നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അത്തരം മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ഒരു ജലം ഇങ്ങോട്ട് കയറുന്നത് പോലെ ശുദ്ധജല ലഭ്യത കൂടി കുറയുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, വ്യാപകമായ മത്സ്യരോഗം കേരളത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേമ്പനാട്ട് കായലിലാണ് ആദ്യത്തെ റിപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1986 തന്നെ നമുക്ക് കബനി നദിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എപ്പിസോഡിക് അൾസറേറ്റീവ് സിൻഡ്രോം എന്ന് പറയുന്നത്. അത് നല്ല തോതിൽ ഈ സൈപ്രിഡ് മത്സ്യങ്ങൾ, അതായത് ഈ ചെതമ്പലുള്ള മത്സ്യങ്ങളെയൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് മാർജനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വരാൽ പോലുള്ള മത്സ്യങ്ങൾ ഇപ്പോഴാണ് വരാൽ മത്സ്യം രണ്ടാമത് പുനഃസ്ഥാപിക്കപ്പെട്ടത്. പലയിടത്തും പുനഃസ്ഥാപിക്കപ്പെട്ടു. അതിനകത്തൊരു കാര്യമുണ്ട്, വിയറ്റ്നാം വരാൽ പോലുള്ള ഇൻട്രൊഡ്യൂസ്ഡ് സ്പീഷീസിന്റെ ഒരു വലിയ പോപ്പുലേഷൻ അർത്ഥം. വേറൊന്ന് മത്സ്യങ്ങളുടെ വംശനാശത്തിന് പിന്നിലുള്ള കാരണം എന്ന് നമ്മൾ പറയുന്നത് വിദേശ മത്സ്യങ്ങളുടെ പ്രജനനമാണ്. കേരളത്തിൽ 210 ശുദ്ധജല മത്സ്യങ്ങളുണ്ടെങ്കിൽ അത്രയും തന്നെ വിദേശ മത്സ്യങ്ങളും നമ്മുടെ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് തിലാപ്പിയ പോലുള്ള മത്സ്യങ്ങൾ നമുക്ക് വലിയൊരു ഭീഷണി തന്നെ ഉയർത്തുന്നുണ്ട്. തിലാപ്പിയ, നീലോട്ടിക്ക പോലുള്ള മത്സ്യങ്ങൾ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഞാൻ ഈ 2026 ജനുവരി 5 മുതൽ ഞാൻ അമരാവതിയിൽ സർവേ നടത്തിയിരുന്നു. ഒരു സർവേയുടെ ഭാഗമായിട്ട് പോയതാ. കാവേരിയുടെ പോഷക നദിയാണ്. നമ്മുടെ കേരളത്തിലെ നദി പോലെയല്ല. നമ്മുടെ കേരളത്തിലെ നദിയുടെ നീളം തന്നെ വീതിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വിശാലമായ നദി
ഒരുപാട് മത്സ്യങ്ങളുള്ള 70 മേൽ മത്സ്യങ്ങളുള്ള ഒരു പുഴയിൽ ഇപ്പൊ നമുക്ക് ഞാൻ അവിടെ മത്സ്യബന്ധനം നടത്തുന്ന കർഷകരുമായിട്ട് ബന്ധപ്പെട്ടു. അവരോടൊപ്പം തന്നെ മീൻ പിടിക്കാൻ ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ഏക്കർ സ്ഥലമാണ് അവർ മൊത്തം വളയുക. പുഴയിലെ ഒരു ഏക്കർ സ്ഥലമാണ് മൊത്തം അവർ വലയിട്ട് വളയുക. അതിൽ കിട്ടിയ മത്സ്യങ്ങളിൽ ആകെ കൂടി ഒരു സിസ്മാറ്റോറിങ്കസ് എന്ന് പറയുന്ന, ഇപ്പൊ അതിന്റെ പേര് ബെങ്കാരസ് എന്നാണ്. പഴയ ലേബിയോയിൽപ്പെട്ട ഒരു മത്സ്യം, കുറച്ച് വാലേക്കൊടിയം പരല് എന്ന് വെച്ചാൽ ഡോക്കിൻസിയ ഫിലമെന്റോസ, 2 സൈപ്രണസ് അല്ല 2 സൈർണസ് റിബ, കാവേരി കണ്ണി എന്ന് പറയുന്ന മത്സ്യം, ഒരു കർണാട്ടിക് കാർപ്പ്. ഇത്രയും മത്സ്യങ്ങൾ. ബാക്കി എല്ലാം തന്നെ തിലാപ്പിയ നീലോട്ടിക്കായിരുന്നു. വിദേശ മത്സ്യങ്ങളുടെ പ്രജനനം നമ്മുടെ സ്വാഭാവിക മത്സ്യങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇനി വലിയ പരീക്ഷണമൊന്നും നടത്തിയിട്ട് തെളിയിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ പക്ഷം. ഈ മത്സ്യങ്ങളുടെ എണ്ണം സ്വാഭാവിക ജിങ്കലൻ തന്നെ പറയുന്നുണ്ട്. ഇന്ത്യൻ ഫിഷറീസിന്റെ പിതാവ് എന്ന് പറയുന്നത്, ഫിഷറീസ് സ്റ്റഡീന്റെ അല്ല, ജിങ്കലാൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത് വെച്ചാൽ മങ്കര, ചുള്ളിയാർ, പീച്ചി തുടങ്ങിയ ഡാമുകളിൽ വിദേശ മത്സ്യങ്ങളെ നിക്ഷേപിച്ചതിന് ശേഷം സ്വാഭാവിക മത്സ്യങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഫിഷ് ആൻഡ് ഫിഷറീസ് എന്ന് പറയുന്ന ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ നമുക്കൊരു ഇനിയൊരു നിങ്ങൾ എക്സ്പെരിമെന്റ് നടത്തി തെളിയിച്ചു തരാനൊന്നും നമ്മൾ പറയണ്ട. ഇത് 10 കൊണ്ടിട്ട് നിങ്ങൾ നോക്കിയാൽ മതി കുളത്തിൽ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എല്ലാത്തിനും നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഒരു യുക്തിപൂർവമായ തീരുമാനം എടുക്കണം. എന്നിട്ട് നമുക്ക് പരീക്ഷണമൊക്കെ പിന്നാലെ ആവാന്നാണ് എന്റെ പക്ഷം. ഞാൻ എന്റെ പക്ഷമാണ് പറയുന്നത്. ഇനി ഞാൻ മത്സ്യങ്ങളുടെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ പറയാം, നിങ്ങളോട് അത് പറയാം. നിങ്ങൾ സുവോളജി കുട്ടികളായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇതിലെ പങ്കാളികളെല്ലാം തന്നെ സുവോളജി കുട്ടികളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മത്സ്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ മത്സ്യങ്ങളുടെ ക്ലാസിഫിക്കേഷനിൽ വരുമ്പോൾ സൂപ്പർ ക്ലാസ് സ്പീസസ് എന്നാണ് പറയാ. ശരിക്കും പറഞ്ഞാൽ ആ വാക്ക് കടപ്പെട്ടിരിക്കുന്നത് ബൈബിളിനോടാണ്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തില് ബൈബിളിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ അറിവ് അവിടെ വരെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തും ഉണ്ടാകാം കേട്ടോ. നമ്മൾ കണ്ടെത്തുന്നതിലൂടെയാണ് അത് തെറ്റാണോ ശരിയാണോ എന്ന് പറയേണ്ടത്. അതായത് ഞാൻ പറഞ്ഞു ബൈബിളിൽ വേറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അത് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. ഞാൻ പറയുന്നത് അവസാന വാക്കല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് അന്വേഷിച്ച് പുതിയത് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത്ര കേട്ടോ. ഞാൻ എന്റെ അറിവ് മാത്രമാണ് സംസാരിക്കുന്നത്. ഞാൻ നേടിയ പരിമിതമായ അറിവ് മാത്രമാണ് സംസാരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 26-ാം വാക്യം ഇങ്ങനെ പറയാം: ഫസീമസ് ഹൊമീനം അറ്റ് ഇമാജിനം എറ്റ് സിമിലിത്തൂഡിനം നോസ്ത്രം എറ്റ് പ്രസീറ്റ് പിസീബസ് മാരേജ്. കണ്ട ആ വാക്ക് അവിടെ നിന്നാണ് അവർ കടം കൊണ്ടത്. പിസീബസ് എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്ക് അറമായിക്കിലൊക്കെ കാണും കേട്ടോ. അറമായിക്കിൽ കാണും, അത് ഹീബ്രുവിൽ കാണും. ഹീബ്രു എന്നായിരിക്കും പിന്നോട് കടന്നു വന്നത്. എനിക്ക് അറമായിക്ക് എന്താണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ എഴുതപ്പെട്ടതെന്നാണ് പറയുന്നത്. പിസീബസ് എന്ന് വെച്ചാൽ ആ വാക്കിൽ നിന്നാണ്. പിസസ് എന്ന് വെച്ചാൽ മത്സ്യം, മാരിസ് എന്ന് വെച്ചാൽ മെറയൻ. ഏറ്റവും വോളാറ്റൈൽ കെയിലി എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശം എന്നുള്ള ഈ സീലോ എന്നുള്ള വാക്ക് നിങ്ങൾ വായിക്കേണ്ടത് ആക്ച്വലി കെയിലോ എന്നാണേ. അത് നമ്മൾ പറഞ്ഞു സീലോ എന്നാക്കി. സീലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാപ്പാടം പഠിക്കുന്നത് സ്പേസ് ബിറ്റ്വീൻ ദ ബോഡി വാൾ ആൻഡ് അലിമെന്ററി ലൈൻഡ് വിത്ത് സീലോമിക് എപ്പിത്തീലിയം എന്നായിരിക്കും. സ്പേസ് എന്നേ അതിന്റെ അർത്ഥമുള്ളൂ. ഓക്കെ. യൂമിനിക്ക് റെപ്റ്റൈൽ എന്നുള്ള വാക്ക് ഇതേപോലെ തന്നെ ഇവിടുന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ക്രിസ്ത്യാനികളുടെ അടയാളം എന്ന് പറയുന്നത് കുരിശല്ലായിരുന്നു. അതൊരു 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ് നമുക്ക് കുരിശ് എന്ന് പറയുന്ന സാധനമൊക്കെ അടയാളമായി മാറുന്നത്. അതിനു മുമ്പ് മതപീഡന ഇൻക്വസിഷന്റെ റിലീജിയസ് പെർസിക്യൂഷന്റെ മതപീഡനത്തിന്റെ കാലത്ത് ഒരു ക്രിസ്ത്യാനി മറ്റൊരു ക്രിസ്ത്യാനിയെ അറിയിക്കാനായിട്ട്, ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്ത്യാനി എന്നുള്ള പേര് പിന്നെ 6-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. 6-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. അതിനു മുമ്പ് ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്, അത്രേ ഉള്ളൂ. ഡിസൈപ്പിൾസ് അല്ല, ഫോളോവേഴ്സ് ഓഫ് ജീസസ്. അതൊന്നും ആ പേരിലാണ് അറിയപ്പെടുന്നത്. ക്രിസ്ത്യാനി എന്നൊക്കെ അറിയപ്പെടുന്നത് 628 AD 628 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുവരെ മതപീഡനത്തിന്റെ കാലമായിരുന്നു. അപ്പോഴൊക്കെ ഒരു ക്രിസ്ത്യാനി മറ്റൊരു ക്രിസ്ത്യാനി അറിയാൻ വേണ്ടി അയാളുടെ കൈത്തണ്ടയിലോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഇതേപോലെ മീനിന്റെ പടം വരച്ചിടും. ഇത് കണ്ട അയാൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് അവർ ഒരുമിച്ച് കൂടിയിരുന്നതും സമ്മേളിച്ചിരുന്നതും ഒക്കെ. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് മീനുകൾക്ക് ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ. ഇനി യേശു ശിഷ്യന്മാരെയൊക്കെ കണ്ടെത്തുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന എവിടെ നിന്നാണ്? ഗലീലി കടൽ തീരത്ത് വെച്ചിട്ടാണ് സൈമൺ പീറ്ററിനെ കാണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അനിയൻ അന്ത്രയോസിനെയും കാണപ്പെടുന്നത് അല്ലെ? ശരിയാണ്. അവിടെ വെച്ച് യേശു പറയുന്നത് എന്താണ്? നിങ്ങളെ പിസ്കാറ്റോറിയം ഹോമീനം എന്നാണ്. പിസ്കാറ്റോറിയസ് ഹോമീനം, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്നാണ്. പുതിയ നിയമത്തിൽ അങ്ങനെയാണ്. അവിടെയും പിസസ് എന്നുള്ള വാക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതൊക്കെ മത്സ്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി രസകരമായ ഒരു കാര്യം, ഓരോ മത്സ്യത്തിനും ഓരോ കഥ പറയാനുണ്ടാവും കേട്ടോ. രസകരമായ ചരിത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. എല്ലാ ജീവികൾക്കും പറയാനുണ്ടാവും. നമ്മൾ ഈ സുവോളജിയും ബോട്ടണിയും പഠിക്കുന്നവർ അത് അത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒരു സയന്റിഫിക് നെയിം പറഞ്ഞ് എങ്ങനെയോ കാണാതെ പഠിച്ച് അവസാനിപ്പിച്ചു പോകുന്നത് കൊണ്ടാണ്. അതിന്റെ പിറകിലോട്ടൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പറ്റുന്നുള്ളത്. ചിലത് രസകരമാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, എന്റെ ഒരു പ്രധാനമായിട്ട് സ്പീഷീസിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, ഒരു വംശത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു സ്പീഷീസ്, അത് ചെടി ആയിക്കോട്ടെ, അതൊരു ഫംഗസ് ആയിക്കോട്ടെ,
ഇപ്പൊ ഈസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫൈനൽ വരെ എത്തില്ലേ എന്ന് പറയുന്ന പോലെ ഒരു സ്പീഷീസ് നിങ്ങളോട് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കും, പ്രണയത്തെക്കുറിച്ച് സംസാരിക്കും, ലോകത്തെക്കുറിച്ച് സംസാരിക്കും, രാജ്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കും. അത് ശാസ്ത്രനാമം ആയിക്കോട്ടെ, പ്രാദേശിക നാമം ആയിക്കോട്ടെ. നമ്മുടെ ആ വായന അങ്ങോട്ട് എത്തിച്ചാൽ മാത്രമാണ് ഈ ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് രസകരമാവുള്ളൂ. അല്ലാച്ചാൽ ഇത്രയ്ക്കും മോശം സബ്ജക്ട് എന്ന് പറയുന്ന ലോകത്തില്ല എന്നാണ് എന്റെ അഭിപ്രായം. കുറെ സയന്റിഫിക് നെയിം കാണാതെ പഠിച്ചിട്ട് എന്താ കാര്യം? ആർക്കും ഒരു ഉപകാരമില്ലെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസകരമാണ്. നമുക്ക് ചരിത്രവും ഭൂമിശാസ്ത്രവും പ്രണയവും യുദ്ധങ്ങളും രാജ്യവും രാജ്ഞിയും ഒക്കെ നമ്മുടെ മുമ്പിൽ സമ്മേളിക്കും. അപ്പൊ അതിന്റെ ഒരു കഥ എന്താന്ന് വെച്ചാൽ, ഇതിന്റെ പേര് മോളിൽ കാണുന്ന തിലാപ്പിയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സിലോപ്പി എന്നൊക്കെ നമ്മൾ വിളിക്കും. തിലാപ്പിയാന്റെ പേര് എന്താ വെച്ചാല്, മോളിൽ കാണുന്ന തിലാപ്പിയ നീലോട്ടിക്കയാണ്, താഴെ കാണുന്നത് ആ വാലുമ്പ വരകളൊന്നും ഇല്ലാത്തത് തിലാപ്പിയ മൊസാംബിക്കസ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബൈബിളിലെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ അടയാളങ്ങളായിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 5 അപ്പവും 2 മീനും കാണിക്കുമ്പോൾ എപ്പോഴും ചെതമ്പലുള്ള മീനെയായിരിക്കും കാണിക്കുക. മിക്കവാറും ഈ ഷേപ്പിലുള്ള മീനുകളായിരിക്കും കാണുക. അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ, യേശു സഞ്ചരിച്ചിരുന്ന ഗലീലിയ, ക്നാനായ അല്ലെങ്കിൽ പലസ്തീൻ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ തടാകങ്ങളിൽ അക്കാലത്ത് ഉണ്ടായിരുന്നത് ഈ ടിലാപ്പിയ മൊസാംബിക്കാണ്. ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഇതാണ് കേട്ടോ. ഇവരെ സിക്ലിഡ്സ് ആണ്. ഇവര് ഏറ്റവും ഡൈവേഴ്സ്, ഏറ്റവും വൈവിധ്യമാർന്ന സിക്ലിഡ്സ് ആഫ്രിക്ക, വെസ്റ്റ് ഏഷ്യ ആ ഭാഗങ്ങളിലൊക്കെയാണ് കാണുക. സൗത്ത് അമേരിക്കയിൽ ഇവരുണ്ട്. ആഫ്രിക്കയിലാണ് ഇവർക്ക് ഭയങ്കര ഡൈവേഴ്സിഫിക്കേഷൻ നടന്നത്. എല്ലാവരുടെയും ഷേപ്പ് ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ്. അവിടെ ഐഡന്റിഫൈ ചെയ്യാത്ത 500ഓളം മത്സ്യങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോഴും പറയുന്നത്. വിക്ടോറിയ ലേക്കിലും താങ്കനിക്കയിലും മലഗാവിയിലും ഒക്കെ ഇനിയും. അത് ആഫ്രിക്കയിലുള്ള തടാകങ്ങളാണ്. റിഫ്റ്റ് വാലി എന്ന് പറയുന്ന ഭൂമി പിളർന്നപ്പോ ആഫ്രിക്കയിലെ, ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരു വലിയ റിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ റിഫ്റ്റ് വാലി ഉണ്ടായ കാലത്ത് കുറെ തടാകങ്ങൾ പെട്ടെന്ന് രൂപപ്പെടുകയുണ്ടായി. അതിന് പ്രധാനപ്പെട്ടതാണ് താങ്കനിയ, അതുപോലെ തന്നെ താങ്കനിക്ക, അതുപോലെ തന്നെ വിക്ടോറിയ, അതുപോലെ തന്നെ മലഗാവി. ഈ തടാകങ്ങളിലൊക്കെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് പോയപ്പോൾ ഇവിടെ സ്പീസിയേഷൻ നടന്ന ഒരുപാട് സിക്ലിഡ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അൺഐഡന്റിഫൈഡ് ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ മതം. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തിലാപ്പിയയുടെ പടമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ 5 അപ്പവും 2 മീനിലും കാണാം. തിലാപ്പിയനെ എന്താ പറയാന്നറിയോ? സെന്റ് പീറ്റേഴ്സ് ഫിഷ് എന്നാണ് പറയാ. സെന്റ് പീറ്റേഴ്സ്, അതായത് യേശുവിന്റെ ശിഷ്യനായ പീറ്റർ എന്ന വാക്കിന്റെ അർത്ഥം പാറ എന്നാണ് കേട്ടോ. ഈ പെട്രോൾ എന്നുള്ള വാക്ക് പീറ്ററിൽ നിന്നുണ്ടായതാ. പത്രൂസ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ പത്രോസ് എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിലെ പത്രൂസ് എന്നുള്ള വാക്കിൽ നിന്നാണ്. പെട്രോ എന്ന വാക്കിന്റെ അർത്ഥം പാറ എന്നാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നല്ലോ, പത്രോസ് നീ പാറയാകുന്നു എന്ന് പറയുന്നത്. പാറയാന്ന് പറയുന്നത് യേശു പറഞ്ഞത് ഗ്രാമാറ്റിക്കലി തെറ്റാ. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം കണ്ണ് കാണാത്ത കുരുടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിന് അവിടെ ഒരു തെറ്റ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം. കണ്ണ് കാണാത്ത കുരുടൻ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കുരുടൻ എന്ന് പറഞ്ഞാൽ പോരെ. എന്ന് പറയുന്ന പോലെ പത്രോസെ നീ പാറയാവുന്നു പറയേണ്ട കാര്യമില്ല. പത്രോസ് ആവുന്നു എന്ന് പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പാറ എന്നാണ്. പാറയിൽ നിന്നുള്ള ഓയിലിനെയാണ് പെട്രോൾ എന്ന് പറയുക. അതുകൊണ്ട് അത് പെട്രോൾ എന്ന് പറഞ്ഞാൽ പീറ്ററോളാണ് ശരിക്കും. അത് വേറെ കാര്യം. സെന്റ് പീറ്റേഴ്സ് ഫിഷ് എന്നാണ് ഇതിനെ പറയുക. ഇതൊരു ഇന്റർനെറ്റ് സോഴ്സിലൊക്കെ ഇതിനെക്കുറിച്ച് ധാരാളമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് കേട്ടോ. യേശു നികുതി കൊടുക്കാനായിട്ട് പത്രോസിനോട് പറയുന്നില്ലേ? യേശുവിനോട് നികുതി കൊടുക്കാനായിട്ട് പത്രോസ് എന്ന് പറയുമ്പോ യേശു എന്താ പറയുന്നത്? നീ പോയിട്ട് ചൂണ്ടയിടുമ്പോ ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായി തുറക്കുക, അപ്പൊ അതിനകത്തൊരു നാണയം കാണും, വെള്ളി നാണയം കാണും, അത് കൊടുത്തേക്കാനാണ് പറഞ്ഞത്. ശരിക്കും തിലാപ്പിയ ഇപ്പോഴും വായില് കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കും. അവരുടെ പാരന്റൽ കെയർ അങ്ങനെയാണ്. രണ്ടാമത്തെ, ഒരുപാട് കല്ലുകൾ ഇത് വായുകൊണ്ട് നീക്കി കളഞ്ഞിട്ടാണ് ഇതിന്റെ കുഴികൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിനകത്താണ് മുട്ടയിടുക. ഇനി എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും 5 അപ്പവും 2 മീനും എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ അടയാളത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയില്ല? ഒരു സ്കെയിൽലെസ് ഫിഷിനെ കാണാൻ കഴിയില്ല. കാണോ? ഒരു കാര്യോ മുഴിയോ അല്ലെങ്കിൽ ഈ പറയുന്ന വല്ലാകോ അട്ടുവോ അങ്ങനെയൊന്നും കാണാൻ. എന്താണ് അതെന്താ കാര്യം വെച്ചാൽ, പഴയ നിയമത്തിലെ ലേവിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം, നിയമാവർത്തനത്തിൽ 24-ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് മുസ്ലിംസും ഫോളോ ചെയ്യുന്നത് കേട്ടോ. എന്തൊക്കെ ജീവികളാണ് അശുദ്ധമായത്, തിന്നാൻ പാടില്ലാത്തത്, എന്തൊക്കെയാണ് തിന്നാൻ പാടുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു വിവരണം 17-ാം അധ്യായത്തിലും, ലേവിയുടെ പുസ്തകം 17-ാം അധ്യായം, മറ്റേ നിയമാവർത്തനത്തിൽ 24-ാം അധ്യായത്തിലും കൊടുത്തിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, അയവെട്ടുന്ന ഇരട്ടക്കുളമ്പുള്ള മൃഗത്തെ നിങ്ങൾക്ക് ഭക്ഷിക്കാം, ചിദംബലുള്ള മത്സ്യങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാം, ചിദംബലില്ലാത്ത ഒരു മത്സ്യത്തിന് തിന്നരുതെന്നാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് ഇവിടുത്തെ ക്രിസ്ത്യാനികള് മറ്റേ വലാകവട്ടൂരെ പിടിച്ച് തിന്നണത് കുറ്റകരമാണ്, പഴയ നിയമമാണെങ്കിൽ. ഓക്കെ, ശരി. അപ്പൊ ഇങ്ങനെ ഓരോ കഥകളും ഉണ്ട് കേട്ടോ, ഓരോ കഥകളും ഉണ്ട്. നോക്കി, ഇത് ഞാന് അമരാവതി പോയപ്പോ അവിടെ തിലാപ്പിയ കുഴി ഉണ്ടാക്കിയേക്കണതാണ് കണ്ടോ. തിലാപ്പിയയുടെ മുട്ടയിടാൻ വേണ്ടിയിട്ട്, അത് കുഞ്ഞുങ്ങളെ നിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുഴിയാണ്. ആ കുഴിയിലെ മണ്ണും കല്ലും ഒക്കെ തിലാപ്പിയ എടുത്തിട്ട് പോയത്. അവിടെ സമാന പ്രദേശത്ത് ഒരുപാട് കുഴികളുണ്ട് കേട്ടോ. ഒരു വലിയ കുഴി ഞാൻ അടയാളപ്പെടുത്തി ഡോക്ടർ ബഷീർ എടുത്ത ചിത്രമാണ്. ഓക്കെ, ഇനിയും രസകരമായി നമ്മുടെ നാട്ടിൽ കാണുന്ന ഓരോ മത്സ്യം നിങ്ങളോട് ഓരോ ചരിത്ര കഥകളും തമാശകളും പറയും. ഇത് അനവാസ് ടെസ്റ്റ്യൂഡിനസ് എന്ന് പറയും. നിങ്ങൾ ലാബിലൊക്കെ വളർത്തുന്ന, ഈസി ആയിട്ട് വളർത്താവുന്ന ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ അല്ലെങ്കിൽ
സഹായക ശ്വസനാവയവങ്ങളുള്ള ഒരു മത്സ്യമാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു കഥ വെച്ചാൽ ഇംഗ്ലീഷിലെ പേര് ക്ലൈംബിംഗ് പെർച്ച് എന്നാണ്. ക്ലൈംബിംഗ് പെർച്ചിലെ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ ഇതിനെ ക്ലൈംബിംഗ് പെർച്ച് എന്ന് വിളിക്കാനുള്ളത് ഫ്രാൻസിസ് ഡേ അദ്ദേഹത്തിന്റെ ഫിഷസ് ഓഫ് മലബാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ അടിവര ഇട്ടോണം പറയുന്ന ഒരു കാര്യമാണ്. ദ നേറ്റീവ്സ് ബിലീവ്സ് ദാറ്റ് ദിസ് ഫിഷ് ക്ലൈംബ് ദ പാം ട്രീ. തെങ്ങിന്റെ മുകളിൽ കയറുമെന്ന് ഇവിടത്തെയുള്ള നാട്ടുകാർ വിശ്വസിക്കും അത്രേ. അപ്പൊ ഒരു യൂറോപ്യൻ ജെന്റിൽമാൻ, ഏതോ ഒരു യൂറോപ്യൻ തെങ്ങിന്റെ മുകളിൽ കയറിയപ്പോ അവിടെ ചെന്നപ്പോ ഈ മത്സ്യം ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാ പറയണേ. കഥ എന്താണെന്ന് വെച്ചാല് അതൊന്ന് ഇലാബറേറ്റ് ചെയ്താൽ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് അതൊന്ന് വിശദീകരിക്കാമല്ലോ. ഒന്ന് വിശദീകരിക്കുമ്പോൾ രസം എന്താ വെച്ചാൽ ക്ലൈംബിംഗ് പെർച്ച് സാധാരണ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൺ അല്ലെങ്കിൽ സഹായക ശ്വസന അന്തരീക്ഷമായി ശ്വസിക്കാൻ പാകമുള്ളത് കൊണ്ട് ഈ മത്സ്യം എപ്പോഴും എന്ത് ചെയ്യും, കുളം പറ്റിക്കഴിഞ്ഞാൽ ഇത് ആ ചെളിയിൽ പുറഞ്ഞു കിടക്കുകയോ അല്ലെങ്കിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും ഒക്കെ കിടക്കും. ഇതിനെ കൊക്കെടുത്തോണ്ട് പോകും. കൊക്കെടുത്തോണ്ട് പോയാൽ കൊക്ക് ചത്തുപോയല്ലോ. അപ്പൊ കൊക്കെടുത്തോണ്ട് പോയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഒരിക്കൽ അത് തെങ്ങിന്റെ മുകളിൽ കൊണ്ടുപോയി പറന്ന് അവിടെ വെച്ചു. അപ്പോഴാണ് ഈ സായിപ്പ് കയറി ചെല്ലുന്നത്. സായിപ്പ് കയറി ചെല്ലുമ്പോ സായിപ്പ് വന്നു കണ്ടിട്ട് കൊക്ക് മീനെ ഉപേക്ഷിച്ച് തെങ്ങിന്റെ കുറക്കിലേക്ക് മീനെ ഉപേക്ഷിച്ചിട്ട് കൊക്ക് പറന്നുപോയി. അപ്പൊ കൊക്കിനെ സായിപ്പ് അവിടെ ചെന്നപ്പോ ഒരു മീൻ തെങ്ങിന്റെ മുകളിൽ കയറി പിടയ്ക്കണം. ഓൾറെഡി ശ്രീലങ്കയിലെ സാധാരണക്കാർ ഇങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സായിപ്പ് അതിന് പേരിട്ടു ക്ലൈംബിംഗ് പെർച്ച്. അങ്ങനെ ഒരു കഥയുണ്ടെന്നാണ് പറയുന്നത്. ഇതിന് ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ അനവാസ് ടെസ്റ്റുഡൈൻസ് എന്നാണ് പറയുക. ടെസ്റ്റുഡിനിയസ്, ടെസ്റ്റുഡൈൻ എന്ന വാക്കിന്റെ അർത്ഥം ആമ എന്നാണ്. ഇതിന്റെ തല മാത്രം പിടിച്ചു നോക്കിയാൽ ആമയുടെ തല പോലെ തോന്നുന്നതുകൊണ്ടാണ് അനവാസ് ടെസ്റ്റുഡീനിയസ് എന്ന് വിട്ടത്. ബ്ലോച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മത്സ്യശാസ്ത്രത്തില് പ്രധാനമായിട്ടും പങ്കുവഹിച്ചിട്ടുള്ളത് വാലൻസിനസ് എന്ന് പറയുന്ന ഒരു സായിപ്പാണ്, ഫ്രഞ്ച് സായിപ്പാണ്. പിന്നെ ബ്ലോച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ജൂതനാണ്, ആർക്ക് എലിസിയർ ബ്ലോച്ച്. അദ്ദേഹം ജർമ്മൻകാരനാണ്. അദ്ദേഹം എഴുതിയത് ജർമ്മനിലാണ്, പിന്നീട് ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് 1822 ഹാമിൽട്ടൺ മത്സ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിനു മുമ്പ് ബിവാൻ ഇന്ത്യൻ സൈപ്രസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മക്ലലാൻഡ് എന്ന് പറയുന്ന ഒരു സായിപ്പുണ്ട്. ഇവരൊക്കെ ഡോക്ടർമാരായിരുന്നു കേട്ടോ. ഇവർ ആരും തന്നെ ഫിഷറി കോളേജിൽ പഠിച്ച ആൾക്കാരൊന്നുമല്ല. ഇവരൊക്കെ ഡോക്ടർമാരോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരോ ഒക്കെ ആയിരുന്നു. കേരളത്തിലെ പ്രമുഖമായ ജിയോളജി പഠിച്ചവരും സസ്തനികളെ കുറിച്ച് പഠിച്ചവരും ഒക്കെ ഒന്നുകിൽ എഞ്ചിനീയർ ആയിരുന്നു, അങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു. അപ്പോ ഈ ഇവിടുന്ന് കണ്ടെത്തിയ മത്സ്യങ്ങൾ ഇത് ജപ്പാനിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആര്? നമ്മളുടെ ബ്ലോച്ച് പറയുന്നത്, ജർമ്മൻകാരനായ ജൂത ബ്ലോച്ച് പറയുന്നത്. പക്ഷെ തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു. അദ്ദേഹം ഈ ഭാഗത്തുനിന്ന് എവിടെയെങ്കിലും ഏഷ്യൻ ഭാഗത്തുനിന്ന് എവിടെയെങ്കിലും ഏഷ്യൻ തന്നെയാവും, ജപ്പാനാവില്ല എന്നാണ് പറയുന്നത്. ജപ്പാനിൽ ഇപ്പോഴും ഇല്ല എന്ന് തോന്നുന്നു ഈ മത്സ്യം. ഓക്കെ, ചില മത്സ്യങ്ങൾ നമ്മളോട് വംശനാശത്തിന്റെ കഥയൊക്കെ പറയും. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭൂമിയിൽ 5 വംശനാശങ്ങൾ നടന്നിട്ടുണ്ട് ഇതുവരെ. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. തടസ്സം തന്നെയില്ലല്ലോ. ആരെങ്കിലും ഒന്നും എനിക്കൊന്നും കാണാനും പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, കേൾക്കുന്ന ഓക്കെ ശരി, ഞാൻ പറയാണ്. ഭൂമിയില് ഇതുവരെ 5 വംശനാശങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ജിയോളജി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ജിയോളജി പീരീഡ് ഒക്കെ അറിയാലോ. മറ്റേ ഓർഡോവിഷൻ, ഡിവോണിയൻ, സൈലൂറിയൻ, പെർമിയൻ, പെനിസാവിയൻ, മിസിപ്പിയൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രയാസിക്, ജൂറാസിക്, ക്രെട്ടേഷ്യസ്. അത് കഴിഞ്ഞാൽ ഹോളോസിൻ, പ്ലിയോസിൻ, പ്ലീസ്റ്റോസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനത്തെ ഹോളോസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് ഒന്നുമില്ല, ഞാനത് അങ്ങനെ നിർബന്ധം പിടിക്കുന്നില്ല. നോക്കൂ, ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായ ജീവികൾക്കൊക്കെ വംശനാശം സംഭവിച്ചിട്ടുണ്ട്. ഓർഡോവിഷൻ എന്ന് പറയുന്ന പീരീഡിൽ ഒരു വംശനാശം സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഡിവോണിയൻ എന്ന് പറയുന്ന ഒരു വംശനാശം സംഭവിച്ചിട്ടുണ്ട്. പെർമിയൻ എന്ന് പറയുന്ന ഒരു കാലത്ത് മത്സ്യം സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പാലിയോസോയിക്കിലാണ്. ഇനി മീസോസോയിക് ഇറയിൽ ട്രയാസിക്, അത് കഴിഞ്ഞിട്ട് ക്രെട്ടേഷ്യസ്. അങ്ങനെ 5 മഹാവംശനാശങ്ങൾ നടന്നിട്ടുണ്ട്. നോക്കണേ, അതിനകത്ത് പെർമിയൻ എന്ന് പറയുന്ന പെർമിയൻ കാലത്ത്, അതായത് ഇതൊക്കെ ഈ പീരീഡിനൊക്കെ പേരിടാനുള്ള കാരണം എന്ന് പറയുന്നത് ഏത് പർവ്വതനിരയിൽ നിന്നാണോ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പഴക്കമുള്ള കല്ലുകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ജിയോളജിക്കലി ഭൗമശാസ്ത്രപരമായി ഏറ്റവും നല്ല തെളിവ് നൽകുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ് ജിയോളജിക്കാർ എപ്പോഴും പേരിടുക. നോക്കൂ, ഇതിനെ ഈ സൈബീരിയയിലെ പേം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ആദ്യമായിട്ട് ഈ അഗ്നിപർവ്വതത്തിന്റെ ഉൽക്കപരിച്ചതിന്റെ ലക്ഷണങ്ങളൊക്കെ കിട്ടിയതുകൊണ്ടാണ് ഈ പെർമിയൻ പീരീഡ് എന്ന് പറയുന്നത്. വായിക്കേണ്ടത് ആർന്നുള്ള സ്പെല്ലിംഗ് അതിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേമിയൻ എന്നാണ് വായിക്കുക. ഓക്കെ, പെർമിയൻ വംശനാശമാണ് ലോകത്തിലെ ഏറ്റവും വലിയ, ഇതുവരെ ഭൂമി കണ്ടതിലെ ഏറ്റവും വലിയ വംശനാശം. 96% ജീവികളാണ് ഭൂമുഖത്തുണ്ടായിരുന്ന അന്ന് വരെ ഉണ്ടായിരുന്ന ജീവികളിൽ 96% ജീവികളും അപ്പാടെ അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. പക്ഷെ അതിനെ അതിജീവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ മത്സ്യങ്ങൾ മാത്രമായിരിക്കും. പിന്നീടുള്ള കശേരുകൾക്ക് ജന്മം നൽകിയതും കശേരുകൾക്ക് നട്ടലുള്ള ജീവികൾക്ക് ജന്മം നൽകിയതും മത്സ്യങ്ങളാണ്. ഇപ്പൊ കാലാവസ്ഥ, ഭൂമിയുടെ കാലാവസ്ഥയെ കുറിച്ച് ഞാൻ അത്ര ആശങ്കപ്പെടുന്ന ഒരാളൊന്നുമില്ല. കാരണം ഭൂമി ഇതേപോലെ പണ്ട് ചൂടാവുകയും തണുക്കുകയും വീണ്ടും ചൂടാവുകയും ഹിമയുഗം ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. അതിനിടയ്ക്ക് ഒരു ഇന്റർഗ്ലേഷ്യൽ പീരീഡ് ഉണ്ടാവുകയും സുഖമായി ജീവിക്കുകയും ഒക്കെ ചെയ്തതാണ്.
പക്ഷെ നമ്മളെ സംബന്ധിച്ച് കാലാവസ്ഥ വ്യതിയാനം എന്തുകൊണ്ടാണ് വലിയൊരു ഭീകരത ഉയർത്തുന്നത്? അതായത് ഒരാൾക്ക് 80 വയസ്സ് ആയുസുണ്ട്, അയാൾ 80 വയസ്സിലേ മരിക്കുകയുള്ളൂ, പക്ഷെ അയാൾ 40 വയസ്സിൽ ആത്മഹത്യ ചെയ്താൽ എന്ത് ചെയ്യും? അതാണ് നമ്മളുടെ മുന്നിലുള്ള പ്രശ്നം. അതായത് നമ്മളിപ്പോ ഭൂമി 10 വർഷം കൊണ്ട് 1 ഡിഗ്രി താപനില വർദ്ധിക്കുന്നു എന്ന് കരുതുക. നമ്മളത് 2 വർഷം കൊണ്ട് വർദ്ധിപ്പിക്കുകയാണ്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ, ജിയോളജി പുസ്തകത്തിൽ പറഞ്ഞ വെച്ചാൽ, ഭൂമിയിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കൽക്കരികൾ ഉണ്ടായത് അത്രയും മത്സ്യങ്ങൾ പരിണാമം ചെയ്ത ഒരു കാലത്താണ്. ഇന്ത്യയിലൊക്കെ ധാരാളം കൽക്കരി നിക്ഷേപങ്ങളുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ഭൂമികയാണ്, ഞാൻ പിന്നീട് പറഞ്ഞു വരുന്നുണ്ട്. ആ കൽക്കരി നിക്ഷേപങ്ങളെല്ലാം തന്നെ ഇപ്പോഴാണ് മനുഷ്യൻ തുറന്നെടുക്കുന്നത്. മത്സ്യങ്ങൾക്കൊപ്പം രൂപം പ്രാപിച്ച കൽക്കരി തന്നെയാണ് മത്സ്യങ്ങളോട് ഇപ്പൊ പ്രതികാരം ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു രസകരമായ സെന്റൻസ് പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാല്, ആ കൽക്കരിയാണ് അന്തരീക്ഷത്തിലെ താപനില വർദ്ധിപ്പിക്കുന്നതും മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നതും. ഞാൻ ഈ കാണിച്ച മത്സ്യം എന്ന് പറഞ്ഞാൽ ഗാഡ്സ മൊണ്ടാന എന്നാണ് പറയുക. 1942 കണ്ടുപിടിച്ചതാണ്. ഗാഡ്സ മൊണ്ടാന എന്ന് പറയുന്നത് പരിമിതമായ സ്ഥലത്ത് ആനമലൈ ഹിൽസിലും പിന്നെ ചാലക്കുടിയുടെ ചില ഭാഗങ്ങളിലും മാത്രമാണ് കാണപ്പെടുന്നത്. മലക്കപ്പാറയ്ക്ക് പോകുന്ന വഴിക്കുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ആദ്യം വംശനാശം സംഭവിക്കുന്നത് സസ്തനിയായിരിക്കും, അത് വരയാടായിരിക്കും എന്നാണ് എന്റെ ഒരു പ്രവചനമാണ്. തെറ്റാവാൻ സാധ്യതയുണ്ട്, തെറ്റാവണമെന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷെ ഞാൻ കണക്ക് കൂട്ടുന്നത് ആദ്യം തോറ്റുപോകുന്നത് വരയാടായിരിക്കും. കാരണം നീലഗിരി പോലുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രാജമല പോലുള്ള സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ താപനില വർദ്ധിക്കുകയും അവിടെയുള്ള സസ്യങ്ങളെല്ലാം തന്നെ വംശനാശത്തിന് വിധേയമാവുകയും വലയാട് പോലുള്ള ജീവികളുടെ ഭക്ഷണത്തിന് തന്നെ മാറ്റങ്ങൾ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വരയാട് നശിച്ചുപോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ വരയാടിന്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്ന 9 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അവർ ഹിമാലയത്തിലാണ് ഉണ്ടായിരുന്നത്. അവർ തണുപ്പുള്ള പ്രദേശങ്ങൾ തേടി കിഴക്കൻ ഭാഗത്തേക്ക് വന്നവരാണ്. എന്ന് വെച്ചാൽ ഈസ്റ്റേൺ ഹിമാലയത്തിലേക്ക് വന്നവരാണ്. ഈ കിഴക്കൻ ഹിമാലയത്തിൽ നിന്നാണ് അവർ ഈസ്റ്റേൺ ഘാട്ട് വഴി, അതായത് പൂർവ്വഘട്ടം വഴി ആണ് ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്തുന്നത്. അങ്ങനെ ഈസ്റ്റേൺ ഘാട്ട് വഴി അവർ വന്നത് എവിടെയാണ്? നീലഗിരി മേഖലയിലാണ്. നീലഗിരി മേഖല എന്ന് പറഞ്ഞപ്പോൾ ദോഡാബെട്ട മലയൊക്കെ നിൽക്കുന്ന സ്ഥലം, അവിടേക്കാണ് അവർ വന്നത്. ബിലഗിരിയൻ മലകളുടെ നിരക്കാണ് അവർ വന്നത്. അവിടെ വന്നിട്ടാണ് അവരുടെ സൈസ് ചെറുതായതാണ്. പശ്ചിമഘട്ടത്തിലേക്ക് കടന്നതോടുകൂടി അവരുടെ സൈസ് ചെറുതാവുകയും ഹിമാലയൻ ഹിമാലയൻ വരയാടുകളിൽ നിന്ന് വ്യത്യാസപ്പെട്ട നീലഗിരി താറാവുകയും മാറുകയുമാണ് ഉണ്ടായത്. മനസ്സിലായി? അത്രയും പരിണാമ ചരിത്രമുള്ള ഒരു ജീവിയാണ് ഒരു ചെറിയ കാലം കൊണ്ട് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോകുന്ന അർത്ഥം. ഇതും അതുപോലെ തന്നെ. ഭൂമിയിലെ താപനില ഇനി അധികം വർദ്ധിച്ചാൽ ഇവ ഭൂമിയോട് വിട പറയും എന്നേക്കുമായി. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന എന്റെ കയ്യിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കൊച്ചിൻ കുഫോസ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ രാജീവ് രാഘവന്റെ അൻവർ അലിയുടെ ഇരിക്കുന്ന ഫോർമലിലിട്ട സ്പെസിമെനിൽ പറയേണ്ടി വരും, ഇങ്ങനെ ഒരു ഭൂമിമൊത്തം ഉണ്ടായിരുന്നു, കേരളത്തിൽ ഉണ്ടായിരുന്നു, വംശനാശം സംഭവിച്ചു പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, ഇതും അതുപോലത്തെ ഒരു മത്സ്യമാണ്. കണ്ടോ, ഇത് തന്നെ പറയാം. ഇതും 1942 തന്നെ കണ്ടുപിടിച്ചതാണ്. ഇതിന്റെ പേര് മീസോനിമെക്കലസ് ഹെരൈ എന്നാണ്. ഹെരൈ. ഇതും അതുപോലെ തന്നെ ചെറിയ താപനിലയുള്ള, എന്ന് വെച്ചാൽ 18 ഡിഗ്രി ഒക്കെ അടുത്ത താപനിലയുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മത്സ്യമാണ്. ഇനി വെള്ളത്തിന്റെ താപനില വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ആ അന്തരീക്ഷ താപനില വർദ്ധിച്ച അരുവികൾ ഇല്ലാതാവുകയോ, വലിയൊരു പുഴയിലൊന്നും ഇവർക്ക് തങ്ങി നിൽക്കാൻ പറ്റില്ല. ചെറിയ അരുവികളിൽ മാത്രമായിട്ട് തങ്ങി നിൽക്കുന്ന ഒരു 15 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള ഒരു നദിയിലൊന്നും നമുക്ക് ഇവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. മനസ്സിലായി? വലിയ പുഴകളിലല്ല ഇവർ താമസിക്കുന്നത്. ഇവർ ഹിൽ സ്ട്രീംസ് ആണ്, ഹിൽ സ്ട്രീം ഫിഷസ് എന്നാണ് പറയാ. മീസോനിമെക്കലസ് ഹെരൈ എന്ന് പറയുന്ന ഈ മത്സ്യം ഇതുപോലെ തന്നെ ഇതിന് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. വളരെ അതീവ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യങ്ങളുടെ പട്ടികയിലാണ് ഈ മത്സ്യവും വന്നിരിക്കുന്നത്. ഒന്ന് പരിമിതമായ സ്ഥലത്ത് മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്നുള്ളത്. അതായത് ഒന്നുകിൽ ചാലക്കുടി പുഴയുടെ ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ആനമലൈ ഹിൽസിലോ മാത്രമായിട്ട് പരിമിതമായ സ്ഥലത്ത് മാത്രം കാണപ്പെടുന്നു എന്നുള്ളത് വംശനാശ ഭീഷണി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്ന് കൂടി അർത്ഥമുണ്ട്. ഇനി മത്സ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മത്സ്യങ്ങൾ പലതും എവല്യൂഷൻ. ഞാൻ നേരത്തെ ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭൂമികയാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും രസകരമായ കാര്യം, നമ്മുടെ സുവോളജി ടെക്സ്റ്റുകളിലോ ക്ലാസ് റൂമുകളിലോ പഠിക്കുന്ന പല ഫോസിലുകളായാലും സൂജിയോഗ്രാഫി പഠിക്കുന്ന ജീവികളായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ യൂറോപ്പിൽ എവിടെയോ അല്ലെങ്കിൽ അമേരിക്കയിൽ എവിടെയോ ഒക്കെയുള്ള ജീവികളാണെന്നാണ്. അല്ല, ഇന്ത്യയിലാണ്. ഇന്ത്യ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് കാശ്മീർ മുതൽ കച്ച് മുതൽ തിരിച്ച് കാഞ്ചീപുരം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ 300 ദശലക്ഷം വർഷത്തിന് മുമ്പുള്ള ഫോസിലുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയൊരു സസ്തനിയായിട്ടുള്ള ഒരു ഫോസിൽ ഡൈനോസർ ഇന്ത്യയിൽ നിന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന്റെ പേര് യാരാപ്പള്ളി എന്നാണ് അത് കണ്ടുപിടിച്ചത്. അതിന്റെ പേര് ബാരപ്പോസോറസ് ടാഗോറി എന്നാണ്. ബാര എന്നുള്ളത് വലിയ എന്നുള്ള ബംഗാളി ഭാഷയിലാണ് കേട്ടോ. ബാര വലിയ, ബാരപ്പോസോറസ് ടാഗോറി എന്നാണ്.
അതുപോലെ തന്നെ കോട്ടോസോറസ് യാരാപ്പിള്ളിയൻസിസ് വേറൊരു വലിയ ഡൈനോസറാണ്. ഇന്ന് ആദ്യമായി കരയിലേക്ക് മത്സ്യങ്ങൾ കയറാൻ ശ്രമിച്ചത് കാശ്മീരിലാണ്, ഇന്ത്യയിലാണ്. ഏറ്റവും പഴക്കമുള്ള ഫോസിലുകളൊക്കെ ഇന്ത്യയിലാണ്. നിങ്ങൾ സുവോളജി പുസ്തകത്തിൽ പഠിക്കുന്ന പല ഫോസിലുകളും ഇവിടെ ഉണ്ടെന്ന് അർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, നമ്മള് മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിവോണിയൻ പീരീഡിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങളുടെ ഡൈവേഴ്സിഫിക്കേഷൻ നടന്നത്. നമ്മൾ ജുറാസിക് പീരീഡ് എന്ന് പറയുന്നത് ഡൈനോസറുകളുടെ സുവർണ്ണകാലം എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഉരകജീവികളുടെ സുവർണ്ണകാലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പോലെ മത്സ്യങ്ങളുടെ സുവർണ്ണകാലം എന്ന് പറയുന്നത് ഡിവോണിയൻ എന്ന് പറയുന്ന ഒരു കാലമാണ്. ഇനി എവിടെയാണോ അവർ ജനിച്ചത് ആ ആവാസ വ്യവസ്ഥയിൽ ഇപ്പോഴും തുടരുന്ന ജീവികൾ എന്ന് പറയുന്ന മത്സ്യങ്ങളാണ്. മത്സ്യങ്ങൾ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്, ആരും പുറത്തില്ല. ശരിയല്ലേ? രണ്ടാമത്തെ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ വംശനാശങ്ങൾ അതിജീവിച്ച ഒരു കൂട്ടരും മത്സ്യങ്ങളാണ്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും കൂടുതലുള്ള ജീവികളും മത്സ്യങ്ങളാണ്. മൊത്തം നിങ്ങൾ ആ കണക്ക് നോക്കണ്ട, 37,520 പറയുന്നത് നമുക്ക് ലെറ്റസ് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് 40,000. നമുക്ക് 40,000 എന്ന് വരിക. അതിനകത്ത് പകുതിയുള്ള 20,000 ആർ ഫ്രഷ് വാട്ടർ ഫിഷസ്. ജലത്തിന്റെ എല്ലാ ആവാസ വ്യവസ്ഥകളും അവർ കീഴടക്കിയിട്ടുണ്ട്. ഇപ്പോഴും പരിണാമം കഴിഞ്ഞിട്ടും പല ദശലക്ഷ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ ആവാസ വ്യവസ്ഥയിൽ തുടരുന്നത് മത്സ്യങ്ങളാണെന്ന് അർത്ഥം. ഓക്കെ, ഈ ഭൂഗ്രഹത്തിലെ ഏറ്റവും വിജയിച്ച ജീവികളും മത്സ്യങ്ങളാണ്. തോൽക്കാൻ പോവുകയാണ് അവര്. മത്സ്യങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടം, ഒരു ജീവിക്കൂട്ടം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് വരെ എല്ലാ കാലാവസ്ഥകളെയും എല്ലാ ജീവികളെയും അതിജീവിച്ച ഏക ജീവി എന്ന് പറയുന്നത് മത്സ്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇത് റിച്ചാർഡ് JBS ഹാൾഡൈൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒരു എന്റമോളജിസ്റ്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം, ഐ ഡോണ്ട് നോ വെദർ ഡസ് ദ ഗോഡ് എക്സിസ്റ്റ്. എനിക്കറിയില്ല ദൈവം ഉണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഇഫ് ഡസ് ഹി എക്സിസ്റ്റ് ഹി വുഡ് ഹാവ് ലവ്ഡ് ദ ബീറ്റിൽസ്. അദ്ദേഹം ദൈവം ഉണ്ടെങ്കിൽ അദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ടാവോ വണ്ടുകളെ ആവോ. കാരണം വണ്ടുകൾ ലോകത്തിലെ എല്ലാ ജീവികളെക്കാൾ കൂടുതൽ ഉണ്ടെന്നാണ് പറയുന്നത്. JBS ഹാൾഡൈന്റെ വാക്കുകൾ കടമെടുത്താ. ദൈവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ടാവുക മത്സ്യങ്ങളെയാണ്. ഇതുവരെ ഒരു കേടും കൂടാതെ പരിപാലിച്ച ഈ ഗ്രഹത്തിലെ ജീവിവർഗങ്ങളിൽ ഒന്നും മത്സ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാലോ. ഓക്കെ, നോക്കൂ, നിങ്ങൾ സുവോളജിയിൽ ഒരു ബ്രാങ്കിയോസ്റ്റോമ അല്ലെങ്കിൽ ആംഫിയോക്സസ് എന്ന് പറയുന്ന മത്സ്യജീവിയെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും. നോക്കി, ഈ ആംഫിയോക്സസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ മത്സ്യം. നമ്മൾ അതിന്റെ പ്രോട്ടോകോഡേറ്റ്സിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അതിന് ആദ്യത്തെ മത്സ്യം എന്ന് പറയാം. നോക്കൂ, ഇവരുടെ എവല്യൂഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ആംഫിയോക്സസിന് നമുക്ക് ആകെ കൂടെ ഒരു 8 ജീനൊറ്റേ ഉള്ളൂ. ഒന്ന്, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ജീൻ എന്ന് പറഞ്ഞാൽ ഹോക്സ് ജീൻസ് എന്ന് പറയും. ഹോക്സ് ജീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഘടന നിർണ്ണയിക്കുന്ന ജീവിയാണ്. നമ്മൾ റേഡിയൽ സിമെട്രി, ബയലാറ്ററൽ സിമെട്രി എന്നൊക്കെ പറയുന്നത് സിമെട്രി നിശ്ചയിക്കുന്നതെന്ന് മാത്രമല്ല അവയവങ്ങളുടെ അനുപാതം, റേഷ്യോ. നമുക്കൊരു കൈ ഭയങ്കര വലുതും ഒരു വിരല് അതിനേക്കാൾ നീളമൊന്നും വരുന്നില്ലല്ലോ. ഹൃദയത്തിന്റെ വലിപ്പം, അവയവങ്ങളുടെ വലിപ്പം എന്നുള്ളതിനെ കുറിച്ച് അനുപാതം, റേഷ്യോ ശരീരത്തിന് ഒത്ത തന്നെ ആയിരിക്കണം. ഇപ്പൊ തല വലുതായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനത്തെ റേഷ്യോ ഒക്കെ നിശ്ചയിക്കുന്നത് ഈ ഹോക്സ് ജീൻസ് ആണ്. ഹോക്സ് ജീൻസ് ആദ്യമായി ഫംഗ്ഷൻ ചെയ്യുന്നത് ഇവരിലാണ്. ഈ ആംഫിയോക്സസ്. ഇതിന്റെ പേര് ബ്രാങ്കിയോസ്റ്റോമ എന്നാണ്. ബ്രാങ്കിയോ എന്ന് വെച്ചാൽ ചെകിളാന്നർത്ഥം, സ്റ്റോമ എന്ന് വെച്ചാൽ വായാന്നർത്ഥം. അവിടെ തന്നെ വായ ഉള്ളത് കൊണ്ടാണ്, ചെകിളയുടെ അടുത്ത് തന്നെ വായ ഉള്ളതുകൊണ്ടാണ് ബ്രാങ്കിയോസ്റ്റോമ എന്നുള്ള പേര് വന്നത്. നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയ ഒരു കോമൺ നെയിം കാണാം, ലാൻസ്ലെറ്റ് എന്ന് കണ്ടു കാണാം. ലാൻസ്ലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടാര എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു കത്തിയുടെ ഷേപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ആ പേര് വരാനുള്ള കാരണം. ഇവരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് ലൈറ്റ് സെൻസിറ്റൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ദേ ആർ സെൻസിറ്റീവ് ടു ലൈറ്റ്. നമ്മൾ ടോർച്ച് അടിച്ച് കാണിച്ചാൽ ചിലപ്പോൾ അവർ പെട്ടെന്ന് അതനുസരിച്ച് മൂവ് ചെയ്യുകയോ റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ആ ലൈറ്റ് സെൻസിറ്റീവ് മെലാനോപ്സിൻ എന്ന് പറയും. ആ മെലാനോപ്സിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡിലേക്കുള്ള പരിണാമം നടക്കുന്നത് അവിടെ നിന്നാണ്. ഇപ്പോഴും നമ്മളുടെ ഒരു ജീവിതക്രമം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ തോതനുസരിച്ചും അളവനുസരിച്ചിട്ടുമാണ്. നമ്മൾ ഉണരുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതും ആ ജീവിതത്തിന്റെ താളക്രമം, ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ജൈവ ഘടികാരം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ, ഏത് ജീവിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. നമ്മുടെ ഒരു എവല്യൂഷൻ നടക്കുന്നത് ഈ ആംഫിയോക്സസിൽ കാണുന്ന മെലാനോപ്സിൽ നിന്നാണെന്ന് ഒരു ശാസ്ത്രമതമുണ്ട്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇത് നിങ്ങൾക്ക് മെറീന ബീച്ചിൽ പോയാൽ കാണാം കേട്ടോ. ഇതിനെ നിങ്ങൾ യൂറോപ്പിൽ നിന്ന് ഇവിടുന്ന് കണ്ടുപിടിച്ചതായിട്ടൊന്നും വിചാരിക്കേണ്ട. മെറീന ബീച്ചിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണ്ണിലൊന്ന് തപ്പിക്കഴിഞ്ഞാൽ ഈ ആംഫിയോക്സസിനെ കിട്ടും. ഓക്കെ, രണ്ടാമത് ഈ മത്സ്യങ്ങൾ ഉണ്ടാകും. ആദ്യത്തെ മത്സ്യങ്ങൾ എന്ന് പറയുന്നത് മാക്സില, ജോലസ്, അഗ്നാത്ത എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അഗ്നാത്ത എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഏകനാത്ത നോ വായ എന്നാണ് അർത്ഥം. പക്ഷെ അതിന്റെ അർത്ഥം വായി ഇല്ലെന്നല്ല, അങ്ങനെ ഒരു ദ്വാരമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ ബോൺസ് എന്നാണ്. ഡെൻഡറി, മാക്സില്ല, പ്രീ മാക്സില്ല. ഇതാണ് നമ്മുടെ വായിക്ക് ചുറ്റും പല്ലിനെ നിലനിർത്തുന്ന അസ്ഥികൾ എന്ന് പറയുന്നത്. ഡെൻഡറി ഉണ്ട്,
പ്രീമാക്സില്ല ഉണ്ട്, മാക്സില്ല ഉണ്ട്. ഇങ്ങനെ ഒരു ബോൺ സപ്പോർട്ട്, ഓപ്പണിംഗ് ഓഫ് ദ മൗത്ത് ഈസ് നോട്ട് അറ്റ് ഓൾ സപ്പോർട്ടഡ് ബൈ ദീസ് ഡെൻഡറി മാക്സിൽ ആൻഡ് പ്രീമാക്സിൽ. അതേ അർത്ഥമാക്കുന്നുള്ളൂ. അല്ലാതെ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് ദ ഫിഷസ് ഡോണ്ട് ഹാവ് ദ മൗത്ത് എന്ന അർത്ഥമില്ല, വായില്ല എന്നുള്ള അർത്ഥമില്ല. അങ്ങനെയുള്ള മത്സ്യം 4 ഗ്രൂപ്പ് മത്സ്യങ്ങളെ ഇന്ന് ഭൂമുഖത്തുള്ളൂ. ഒന്ന് അഗ്നാത്ത, ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അഗ്നാത്തയാണ്. അതിനെ പെട്രോമൈസോൺ ആണ് നിങ്ങൾ ഉദാഹരണമായിട്ട് പഠിക്കുന്നത്. ഫീഡിങ് ഓൺ ദ ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്റർ ഓർ സംതിങ് ഡെട്രിറ്റിസ് മാറ്റർ, കടലിന്റെ അടിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രദേശത്ത് എവിടെയുള്ള ഡെട്രിറ്റിസ് മാറ്റർ അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്റർ ആണ് ഇവരുടെ ഭക്ഷണം. അതുകൊണ്ട് തന്നെ ദേ ഡിഡ് നോട്ട് വലിയൊരു ബോണിന്റെ മാക്സിലയുടെ പ്രീമാക്സിലയുടെ അല്ലെങ്കിൽ ടീത്തിന്റെ അവർക്ക് ആവശ്യമില്ലാതായിരുന്നിട്ടല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ചില മത്സ്യങ്ങൾ അതിനൊരു ഉദാഹരണം നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് കല്ലാരകൻ എന്ന് പറയും മലയാളത്തിൽ, കല്ലാരകൻ എന്നാണ് പറയാം, മാസ്റ്റസ് എംബലസ് ആർമേറ്റസ്. അതുപോലെ തന്നെ വേറൊരു കൂട്ടം മത്സ്യമുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഒരു ബന്ധുണ്ട്, മാക്രോഗ്നാത്തസ് ഗന്ധേരി, അതുപോലെ തന്നെ മാസ്റ്റസ് എംബലസ് ഗന്ധേരി. ഇത് ആ ഇതിൽപ്പെട്ട മത്സ്യമാണ്. നോക്കൂ, ഈ മത്സ്യത്തെ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാല് പഴയ ഈ പെട്രോമൈസോൺ പോലുള്ള അഗ്നാത്തകളുടെ ബന്ധുവാണ് ഈ ആരൽ എന്ന് പറയുന്ന മത്സ്യം. മനസ്സിലായ? നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന അഗ്നാത്ത എന്ന് പറയുന്ന മിസ്റ്റേക്ക് ദാറ്റ് ഇത് പെട്രോമൈസോനെ പോലെ അഗ്നാത്ത മത്സ്യമല്ല നമ്മുടെ ആരകൻ. പക്ഷെ ഈ പെട്രോമൈസോവനൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമതുണ്ടായ ഒരു കൂട്ടം ആളുകളിൽ പെട്ടതാണ്. ഏറ്റവും പ്രിമിറ്റീവ് മത്സ്യങ്ങളാണെന്ന് അർത്ഥം. ഒരുപാട് രോഗം കണ്ട മത്സ്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ആരകനും കല്ലാരകനും എന്നർത്ഥം. ഓക്കെ, ഈ ഗോത്രത്തിൽ വരുന്നതാണ്. പെട്രോമൈസോണിയുടെ ഗോത്രത്തിൽ വേണമെങ്കിൽ അവർ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ ആ ഗോത്രത്തിലല്ല, പക്ഷെ ഇവര് തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് അർത്ഥം. ഓക്കെ, മറ്റൊന്നെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഷാർക്കാണ് കേട്ടോ. പരിണാമം നടക്കുന്ന ഒരു കാലഘട്ടത്തിലേ കടലിലെ ഏറ്റവും വലിയ വേട്ടക്കാർ ഇവരായിരുന്നു. കടലിൽ ഇവരെക്കാളും മുമ്പുണ്ടായിരുന്ന വലിയ വേട്ടക്കാരെ ഒതുക്കിയതും ഷാർക്കുകളാണ്. മനസ്സിലായ? ഷാർക്കുകൾ ഫ്രഷ് വാട്ടറിലും വരും. നമ്മുടെ ബ്ലൂ ബുൾ ഷാർക്ക്, അതുപോലെ തന്നെ ജാൻജറ്റിക് ഷാർക്ക്, ലൈക്ക് ഫിഷ് ജാൻജറ്റിക്കസ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ഷാർക്കാണ്. ഇന്ത്യയിൽ കാണുന്നത് ഫ്രഷ് വാട്ടർ ഷാർക്കാണ് കേട്ടോ. ഇത് കടലിലെ രണ്ടാമത്തെ, ഇപ്പോഴും കടലിലെ വേട്ടക്കാരും കടലിലെ മേധാവികളും മത്സ്യങ്ങൾ എന്ന നിലയ്ക്ക് ഇവരാണ്. ഇവരെ കാർട്ടിലാജിനസ് ഫിഷസ് എന്നാണ് പറയാൻ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച്, അതിൽ ഷാർക്സ്, റൈസ്, സ്കേറ്റ്സ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്. അവർ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പെട്ടെന്ന് തെന്നി മാറുന്നു. മൂന്നാമത്തെ ലോകം കീഴടക്കിയ മത്സ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ റേഫിൻഡ് മത്സ്യം എന്ന് പറയും, രശ്മി മത്സ്യങ്ങൾ എന്ന് പറയും. നിങ്ങൾ അവരെ ചിറക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത് കണ്ടോ? ഈ ചിറകുകളിൽ കാണുന്നത് ഈ സാധനത്തെ എലമെന്റ്സ് ഓഫ് ദ ഫിന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈസ്. ഇത് ബ്രാഞ്ചഡ് ആണെങ്കിൽ റൈസ് എന്ന് വിളിക്കും. അത് കട്ടിയുള്ള മുള്ളു പോലെയാണെങ്കിൽ, നല്ല കട്ടിയുള്ള കോല് പോലെയാണെങ്കിൽ അതിന് നമ്മൾ സ്പൈൻ എന്ന് വിളിക്കും. രണ്ടായാലും റേ തന്നെ. ആർട്ടിക്കുലേറ്റഡ് റൈസിന് നമ്മൾ ആർട്ടിക്കുലേറ്റഡ് എലമെന്റ്സിന് നമ്മൾ റൈസ്. ആർട്ടിക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ കഷ്ണം കഷ്ണം പോലെ, മനസ്സിലായ? നമ്മുടെ ആർത്രോപോഡ്സിന്റെ കാല് പോലെ ഗണ്ഡം ഘട്ടമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ആർട്ടിക്കുലേറ്റഡ് എലമെന്റ്സിനെ നമ്മൾ റൈസ് എന്ന് വിളിക്കും. അത് ബ്രാഞ്ചഡും ആയിരിക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ശാഖകളൊക്കെ ആയിട്ട് പിരിച്ചിട്ട് അൺആർട്ടിക്കുലേറ്റഡ്, അങ്ങനെ ഖണ്ഡങ്ങളൊന്നും ഇല്ലാതെ നല്ല സോളിഡ് ആയിട്ടുള്ളായിരുന്നു നമ്മൾ സ്പൈൻ എന്ന് വിളിക്കുക. അത്രേ ഉള്ളൂ. ബോത്ത് ആർ റൈസ്. ഒന്ന് ആർട്ടിക്കുലേറ്റഡ്, മറ്റേതാണ് ആർട്ടിക്കുലേറ്റഡ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ റേഫിൻഡ് ഫിഷസ് എന്നാണ് നമ്മൾ വിളിക്കുക. രശ്മി മത്സ്യങ്ങൾ എന്നൊക്കെ, രശ്മി ചിറകുള്ള മത്സ്യങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അത്ര നീട്ടി പറയുന്നതിന് പകരം നമുക്ക് റേഫിൻഡ് ഫിഷസ് എന്ന് പറയുന്നതാണ് എളുപ്പം. അപ്പൊ നോക്കൂ, ഹലോ മാഷെ, ഞാൻ ഒരു ക്ലാസ്സിലാണ്, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഓൺലൈൻ ക്ലാസ്സിലാണ്, കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. നോക്കൂ, ഈ മത്സ്യങ്ങളാണ് ഇപ്പൊ ഭൂമിയിലുള്ള മത്സ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇവരാണ്. മനസ്സിലായ? ഇതിനകത്ത് ചിലർ പറക്കാൻ വരെ കഴിവുള്ളവരാണ്. അല്ലാതെ സിപ്സ്, കേരളത്തിന്റെ തീരത്ത് മറ്റേ നമ്മള് ആൻഡമാനിലേക്ക് നിങ്ങൾ കപ്പലിൽ പോവാണെങ്കിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണാം. അവർ നമ്മൾ സിപ്സിലൂറസ് സ്കിറിഡിറ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയും. മനസ്സിലായോ? സിപ്സിലൂറസ് എന്നാണ് നിങ്ങളുടെ പുസ്തകങ്ങളിലൊക്കെ കാണാം. ഇവർ പറക്കാൻ കഴിയുള്ള രശ്മി മത്സ്യങ്ങളാണ്. അടുത്തെന്ന് പറയുന്നത്, നിങ്ങൾ ഇത് ഞാൻ പറയാനുള്ള കാരണം, അടുത്തെന്ന് പറയുന്നത് നമ്മുടെ നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കരയിലേക്ക് കയറാൻ ശ്രമിച്ച മത്സ്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഈ സെറാറ്റോഡസും നിയോസെറാറ്റോഡസും അതുപോലെ തന്നെ ഡിപ്റ്റീറസും ഒക്കെ നിങ്ങൾ പഠിക്കുന്നത് എപ്പോഴും ആഫ്രിക്ക, ആസ്ട്രേലിയയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ശരിയല്ലേ? സൗത്ത് അമേരിക്ക, ആസ്ട്രേലിയ, ആഫ്രിക്ക. ഇന്ത്യയിലൊന്നും ഇല്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ശരിയാണ്, ഇന്ത്യയിൽ ഇപ്പൊ ലിവിംഗ് ഗ്രൂപ്പ് ഇല്ല. പക്ഷെ ഇതിന്റെയൊക്കെ ഫോസിലുകൾ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മൊത്തമുണ്ട്. ഏരാപ്പള്ളി, അതായത് തെലങ്കാനയിലുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റേ പ്രാൺഹിത എന്നൊക്കെ പറയുന്നത്, അതായത് ഫ്രം ദ ഫോസിൽസ് ഓഫ് ദി സ്പീഷീസ് ആർ അവൈലബിൾ ഫ്രം കാശ്മീർ ടു റാൻ ഓഫ് കച്ച് ആൻഡ് ഫ്രം കച്ച് ടു കാഞ്ചി. ഇന്ത്യയിൽ ഇതിന്റെയൊക്കെ സ്പെസിമെൻസ് ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലായോ? ഇന്ത്യയിൽ ഇതിന്റെയൊക്കെ ഫോസിലുകൾ ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എവല്യൂഷൻ നടന്ന പ്രധാനപ്പെട്ട മൂവിയാണ്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന ലിവിംഗ് ഫോസിൽ എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ടോ? ഇതിനെ പഠിക്കുന്നത് നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ 1932 ഡിസംബർ 22 രാവിലെ 10 മണിക്ക് കോട്ട്നി ലാറ്റിമർ എന്ന് പറയുന്ന ഒരു സൗത്ത് ഈസ്റ്റ് ആഫ്രിക്കൻ ലണ്ടൻ മ്യൂസിയത്തിലെ ക്യൂറേറ്റർ ആയിരുന്ന ലാറ്റിമറുടെ ഫോണിലൊന്ന് ശബ്ദിച്ചു. തലേ ദിവസമാണ് ആ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തത്. ആദ്യമായിട്ട് വിളിക്കുന്നത് ക്യാപ്റ്റൻ ഗ്യൂസൺ ആണ്, ഹാരി ഗൂസൺ.
അദ്ദേഹം നീറിൻ എന്ന് പറയുന്ന ഒരു കപ്പലിന്റെ ഉടമസ്ഥനാണ്. അവിടെയൊക്കെ ഇന്ത്യൻ ഓഷനിൽ മത്സ്യബന്ധനം നടത്തുന്ന നീറിൻ എന്ന് പറയുന്ന കപ്പലിന്റെ ക്യാപ്റ്റനാണ് ഗൂസൺ, ഹാരി ഗൂസൺ. ഹെൻറിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഹാരി എന്നാണ് അവർ വിളിക്കുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈസ്റ്റ് ആഫ്രിക്കൻ മ്യൂസിയത്തിലെ ലണ്ടനിലെ ക്യൂറേറ്റർ ആയിരുന്ന കോട്ട്നി ലാറ്റ്മർ എന്ന് പറയുന്ന സുന്ദരിയായ ക്യൂറേറ്ററെ വിളിക്കുന്നത് ഒരു കാര്യം പറയാനാണ്. അവിടെ ഒരു അപൂർവമായ മത്സ്യം കിട്ടിയിരിക്കുന്നു, മാഡം ഒന്ന് വന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. 1932 ഡിസംബർ 22 ക്രിസ്മസിന്റെ തലേന്റെ തലേദിവസം. അങ്ങനെയാണ് ഈ മത്സ്യത്തിന്റെ കഥ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു പുസ്തകം ഉണ്ട് കേട്ടോ, നിങ്ങൾ അത് വേണമെങ്കിൽ വായിച്ചു നോക്കുള്ളൂ. ലിവിംഗ് ഫോസിൽ സീലാക്കാത്ത്, സ്റ്റോറി ഓഫ് ദ സീലാക്കാത്ത് എന്ന് പറഞ്ഞിട്ട് കെയ്ത്ത് തോംസന്റെ ആണ് ആ പുസ്തകം. നല്ല രസകരമായ ചരിത്രമാണ്. ഈ മത്സ്യത്തെ നമ്മളിവിടെ ഇന്തോനേഷ്യൻ ഭാഗത്തൊക്കെ ജീവനോടെ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായി. അന്ന് കണ്ടുപിടിച്ചത് ലാറ്റിമേറിയ, ജീനസ് നാമം ഇവരുടെ പേരിലാണ് കൊടുത്തത്. ഈ മീൻ ഐഡന്റിഫൈ ചെയ്ത് ലാറ്റിമർ അല്ല കേട്ടോ. റോഡ്സ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കെമിസ്ട്രി പ്രൊഫസർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് JBL സ്മിത്ത് എന്നാണ്, ജെയിംസ് ലിയോനാർഡ് ബെയ്ലി സ്മിത്ത് എന്നാണ്. അദ്ദേഹം ഒരു കെമിസ്ട്രി പ്രൊഫസർ ആയിരുന്നു, ഒരു ക്രിക്കനുമായിരുന്നു. അദ്ദേഹമാണ് ഈ മത്സ്യത്തെ ലാറ്റിമേറിയ എന്ന പുതിയ സ്പീഷീസ്. അദ്ദേഹം ഇതിനെ കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഈ മത്സ്യങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടത്. കാരണം 200 മില്യൺ വർഷം പഴക്കമുണ്ട് ഈ മത്സ്യത്തിന്. അന്ന് തൊട്ട് ഇന്ന് വരെ മാറ്റം വരാതെ ജീവിക്കുന്ന ഭൂമുഖത്തെ അപൂർവം മത്സ്യങ്ങളിൽ ഒരു മത്സ്യമാണ് ഈ ലാറ്റിമേറിയ അഞ്ചോണിയ എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ഉണ്ട്, ലാറ്റിമേറിയ മിലാനി എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ഉണ്ട്, ലാറ്റിമേറിയ ചാലുംനെ എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ഉണ്ട്. ഇവരൊക്കെ ലിവിംഗ് ഫോസിൽ എന്നാണ് നമ്മൾ വിളിക്കുക. കാരണം എന്ന് വെച്ചാൽ പോയ കാലത്തെ ഫോസിലുകളിലൂടെ മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു മത്സ്യം ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ ജീവനോടെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലിവിംഗ് ഫോസിൽ എന്നാണ് വിളിക്കുക. ശരിക്കും പറഞ്ഞാൽ ആ പേരിലൊരു തെറ്റുണ്ട്. ഒരു സാധനവും ലിവിംഗ് സാധനത്തെ നമ്മൾ ഫോസിൽ എന്ന് വിളിക്കില്ല. ഫോസിൽ നമ്മൾ ലിവിംഗ് എന്ന് വിളിക്കുമോ? ഇല്ല. ലാസറസ് സ്പീഷീസ് എന്നാണ് ശരിക്കുള്ള പേര്. ബൈബിളില് യേശു മരിച്ചിട്ട് ഉയർത്തിയ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, മർത്ത മറിയ സഹോദരിയുടെ ഒരു ലാസർ. ആ ലാസർ മരിച്ചിട്ടും ഉയർത്തു വന്ന സ്പീഷീസിനെ നമ്മൾ ലാസറസ് സ്പീഷീസ് എന്നാണ്, മതപരമായ എന്തോ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷെ ലാസറസ് സ്പീഷീസിന് മാറ്റി ലിവിംഗ് ഫോസിൽ എന്ന് പറയുന്ന ഒരു നമുക്ക് സംശയം ഉണ്ടാക്കുന്ന ഒരു പേര് നൽകിയത്. എന്തുകൊണ്ടേ അത് സയൻസിൽ ഇപ്പോൾ അങ്ങനെ തഴച്ചു നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് അദ്ദേഹം അന്ന് ലാറ്റിമറി ഈ മീനെ കണ്ടപ്പോൾ വരച്ച പടങ്ങളാണ്. ഇതാണ് JBL സ്മിത്തിന് അയച്ചു കൊടുത്തത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ, ഇത് ഇന്ത്യയിലുള്ള ഇന്ത്യൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് കുഴിച്ചെടുത്ത ഫോസിലാണ്. ഇത് മറ്റേ ഡൈനോസറാണ്. ഇതിന്റെ പേരാണ്. ഇത് എത്രയോ മീറ്റർ നീളമുണ്ട്, ഞാൻ കണക്കൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിന്റെ മുൻകാലുകളാണ് താഴെ കാണുന്നത്. മാനസ് എന്നാണ് അതിനെ പറയാ, മുൻകാലുകളെ. ഇതിന്റെ പേരാണ് ബാരപ്പോസോറസ് ടാഗോറി. ടാഗോറിന്റെ 100ാം ജന്മവാർഷികത്തിന്റെ അന്നാണ് ഇതിനെ കിട്ടിയെന്നല്ല, എക്സിബിഷനൊക്കെ കംപ്ലീറ്റ് പൂർത്തിയായത്. എല്ലാ അസ്ഥികളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ഫോസിൽ ഡൈനോസർ ഇല്ലായിരുന്നു എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ ശുദ്ധ നുണയാണ് കേട്ടോ. അതുപോലെ തന്നെ കോട്ടോസോറസ് യമപ്പള്ളിയൻസിസ് അത് ഈ പറയുന്നോണം തെലുങ്കാനയിൽ നിന്ന് കിട്ടിയതാണ്, മനസ്സിലായോ? അതും വലിയൊരു ഫോസിലാണ് കോട്ടോസോറസ് കേട്ടോ. വേറെയുണ്ട്, ടൈറ്റനോസോറസ് ഇൻഡിക്ക എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും വലിയ സ്പോഷീസ്, ഒരു സസ്യബുക്കായിട്ടുള്ള ഒരു ഫോസിലിനെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത്. ഓക്കെ. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് പല മത്സ്യങ്ങളുടെയും ജീവികൾ നമ്മൾ പുസ്തകങ്ങളിൽ പഠിക്കുന്നത് യൂറോപ്യന്മാർ പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഫോസിലുകളാണ്. സീലാക്കാന്തുമായി ബന്ധമുള്ള ഒരു സാധനത്തെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇന്ന് കാണുന്ന സീലാക്കാന്തുമായി വ്യത്യാസമില്ലാത്ത 200 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ പ്രാൺഹിത ഗോദാവരിയുടെ അടുത്ത് പ്രാൺഹിത എന്ന് പറഞ്ഞൊരു ഇത് ചേരുന്ന സ്ഥലമുണ്ട്. ഗോദാവരി, പ്രാൺഹിത, അതുപോലെ തന്നെ നർമ്മദ, ഇതൊക്കെയാന്ന് പറയുന്നത്. ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി. ഈ നദികളുടെയൊക്കെ മുഖങ്ങൾ എന്ന് പറയുന്നത് പഴയ കാലത്ത് ഗോണ്ട്വാന എന്ന് പറയുന്ന ഒരു വലിയ ഭൂഖണ്ഡമായിരുന്ന കാലത്തെ ഫോസിലുകളെല്ലാം തന്നെ, അതൊക്കെ 300 ദശലക്ഷം വർഷം പഴക്കം വരെയുള്ള ഫോസിലുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ നിങ്ങൾ ജിയോഗ്രഫി പഠിക്കുകയാണെങ്കിൽ നല്ലൊരു ചാപ്റ്റർ ആയിരിക്കും. ഞാൻ ജിയോളജിക്ക് വേണ്ടിയിട്ട് ഒരു PhD കൂടി ശ്രമിച്ചതാണ്, പിന്നെ നിർത്തിയതാണ്, വേണ്ടെന്ന് വെച്ചു. ഞാനിപ്പോ അതിനെ പഠിച്ചിട്ട് എനിക്ക് എവിടെ അപ്ലൈ ചെയ്യാനില്ല, അതുകൊണ്ടാണ്. അതിനുള്ള സമയം കഴിഞ്ഞു പോയി എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ആ ജിയോളജിക്കൽ റിസർച്ച് അവിടെ വെച്ച് നിർത്തിയത്. അങ്ങനെയാണ് ഇതൊക്കെ വായിക്കാനൊരു സാഹചര്യം ഉണ്ടായത് കേട്ടോ. നോക്കൂ, കരയിലേക്ക് ആദ്യം കയറി മത്സ്യങ്ങൾ എന്തുകൊണ്ടാണ് അടുത്ത പരിണാമം? മത്സ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ആംഫിബിയൻസ് ഉണ്ടാകുന്നത്. ഫിഷസ് ആർ അങ്കിൾസ് ഓഫ് ആംഫിബിയൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ. മത്സ്യങ്ങൾ എന്ന് പറയുന്നത് തവളകളുടെ അമ്മാവനാണ്. എന്ന് വെച്ചാൽ മത്സ്യങ്ങളും തവളയുടെ അമ്മയും കൂടി ഉണ്ടായത് ഒരു അമ്മുമ്മയിൽ നിന്നാണ് അർത്ഥം. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. നിങ്ങളൊന്ന് വരച്ചു നോക്കൂ. നിങ്ങളുടെ പേരെഴുതുക, നിങ്ങളുടെ അമ്മാവന്റെ പേരെഴുതുക, അമ്മാമ്മയുടെ പേര്, അതായത് അമ്മയുടെ പേരെഴുതുക. എന്നിട്ടൊന്ന് ബ്രാഞ്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങളുടെ പേര് വെട്ടിയിട്ട് അവിടെ ആംഫിബിയൻസ് നോക്കുക, അമ്മയുടെ പേര് വെട്ടിയിട്ട് അവിടെ
ഫിഷസ് എന്നാക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ സ്കീം ബ്രാഞ്ചിങ് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായ? അതാണ് ഫിഷസ് ആർ അങ്കിൾസ് ഓഫ് ആംഫിബിയൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് അങ്ങനെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടാണ്. സുവോളജി പഠിക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ട് പഠിക്കട്ടെ. അല്ലാതെ ഇത് സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതുകയോ ചെയ്യാം. ഒന്ന് പരിച്ചു നോക്കിയാൽ നിങ്ങളുടെ നിങ്ങളുടെ പേര് വരയ്ക്കുക, നിങ്ങളുടെ അമ്മാവിന്റെ പേര് വരയ്ക്കുക, അമ്മയുടെ പേര് വരയ്ക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവും അമ്മയും അമ്മാവനും ഒറ്റ സ്റ്റോക്കിൽ നിന്നുണ്ടായതാണ്. അമ്മുമ്മ എന്ന് പറയുന്ന ഒരാളിൽ നിന്നുണ്ടായതാണ്. ആ അമ്മയിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബന്ധം എന്താന്ന്? ഇതൊക്കെ ഉണ്ടായത് ഒറ്റ ആൻസിസ്റ്ററിൽ നിന്നാണ്. ചോദ്യം അതല്ല. എന്തുകൊണ്ടായിരിക്കാം മത്സ്യങ്ങൾ കരയിലേക്ക് കയറി ആംഫിബിയൻസ് ആവാനൊരു ശ്രമം നടത്തിയത്? അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. താജുക്ക, ഞാന് ഓൺലൈനിൽ ഒരു ക്ലാസ്സിലാ. ഓൺലൈനിൽ ഇപ്പൊ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ താജുക്കനെ വിളിക്കാട്ടാ. കാണാൻ പറ്റും. ഒരു മിനിറ്റ് കേട്ടോ. ഞാനേ ഓൺലൈനിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ഞാനപ്പോ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കട്ടെ. മിസ് കോൾ ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. തിരിച്ചു വിളിക്കാം. ഓക്കെ. നോക്കൂ. അപ്പൊ മത്സ്യങ്ങൾ എന്തുകൊണ്ടായിരിക്കാം കരയിലേക്ക് കയറാൻ ശ്രമിച്ചത്? അതെ. ഹലോ ജോർജി അല്ലേ? ജോർജി അല്ലേ? ഹലോ അതെ. നിങ്ങളെ എപ്പോഴാ നിർത്തണ്ടേന്ന് വെച്ചാ പറയണോട്ടാ. 8:30 സാധാരണ നിർത്താവ്. അപ്പൊ 8:30 ആവുമ്പോ എന്നെ വിളിച്ചോ. അപ്പൊ ഞാൻ നിർത്തും. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ ഒരു 5 മിനിറ്റ്സും കൂടി സാറ് തീർക്കാൻ പറ്റുന്ന തീർത്തു. എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ നിർത്തും. അവിടുന്ന് നിങ്ങൾ വിളിച്ചാ അപ്പൊ ഞാൻ നിർത്തും കേട്ടോ. ഓക്കെ സാർ. നിങ്ങൾ വിളിക്കുന്നതാണ് കാര്യം. അല്ലാതെ ഞാനായിട്ട് നിർത്തി തരുന്ന വിചാരിക്കണ്ട. അപ്പൊ മത്സ്യങ്ങൾ ആദ്യമായിട്ട് കരയിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കടലിൽ ഇതിലെന്തുണ്ടായി? കടലിന്റെ അടിയിൽ നല്ല അഗ്നിപർവ്വതങ്ങൾ എപ്പോഴും സ്ഫോടനം നടന്നിരുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ കടലിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു, ടെമ്പറേച്ചർ അല്പം വർദ്ധിച്ചു. ഒപ്പം തന്നെ കരയിലാണെങ്കിൽ ഗ്രേറ്റ് ഓക്സിജനേഷൻ ഈവൻ ഈ ഓക്സിജന്റെ അളവ് ഇപ്പോഴാണ് 21% കേട്ടോ. പണ്ടൊക്കെ 10-30% മേലെ ഉണ്ടായിരുന്നു. 39% വരെ ഓക്സിജൻ വന്നിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ അക്കാലത്തൊക്കെ മത്സ്യങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ നോക്കിയപ്പോ ഓക്സിജന്റെ അളവ് കുറവാണ്, അന്തരീക്ഷത്തിൽ ഓക്സിജൻ ധാരാളമാണ്. അപ്പൊ ഈ മത്സ്യങ്ങൾ ആദ്യമായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു വന്നിട്ട് അന്തരീക്ഷവായു ഗൾപ്പ് ചെയ്തെടുത്തു. ഇങ്ങനെ കണ്ടിട്ടില്ലേ മത്സ്യങ്ങൾ മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെ എടുക്കുന്നത്? അങ്ങനെ ഓക്സിജൻ എടുത്തു കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? അപ്പൊ അവർക്കൊരു ഒരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം? ആ ഓക്സിജൻ എവിടെ സൂക്ഷിക്കാം? സൂക്ഷിക്കാനായിട്ടൊരു സ്ഥലം വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ലങ്സ് രൂപപ്പെടുത്തി. മത്സ്യങ്ങൾ അങ്ങനെ ലങ്സ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ സീലാക്കാന്തിലൊക്കെ ലങ്സ് ഉണ്ട്. പക്ഷെ അത് പിന്നീട് അവർ തിരിച്ച് കടലിലേക്ക് പോയതുകൊണ്ട് അവരുടെ ലങ്സ് കാൽസിഫൈ ചെയ്ത് പോയതാ. അവർക്ക് ലങ്സ് ഉണ്ട്. പക്ഷെ ലങ്സിൽ എന്താ വെച്ചാൽ അവർ തിരിച്ച് ശുദ്ധജലത്തിൽ അവർ താമസിച്ചിരുന്നത്. അവർ തിരിച്ച് കടലിലേക്ക് പോയി. അപ്പൊ ആ ലങ്സ് കൊണ്ട് അവർക്ക് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് കാൽസിഫൈ ചെയ്ത് പോയതാണ്. ഓക്കെ. അപ്പൊ ഈ മത്സ്യങ്ങൾ അപ്പൊ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ധാരാളം ഉണ്ടായിരിക്കും. കടലിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലം ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്തപ്പോൾ അവർ കരയിലേക്ക് കയറാൻ ശ്രമം നടത്തിയതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് അവര് എന്ത് ചെയ്തു? ഈ അന്തരീക്ഷവായു ഗൾപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ സൂക്ഷിക്കാൻ ഈ ഗൾപ്പ് ചെയ്തെടുത്ത വായുവിനെ സൂക്ഷിക്കാനായിട്ട് അവർ സഞ്ചി രൂപപ്പെടുത്തി. അതിനെ നമ്മൾ ലങ്സ് എന്ന് വിളിച്ചു പിന്നീട്. അപ്പൊ ഒരു പ്രശ്നം പരിഹരിച്ചു. എന്താണ്? അന്തരീക്ഷവായു ശ്വസിക്കുക എന്നുള്ള ആദ്യത്തെ പ്രശ്നം മത്സ്യങ്ങൾ ഭംഗിയായിട്ട് പരിഹരിച്ചു. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് കരയിലേക്ക് കയറി ഒരു 5 മിനിറ്റ് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ആരായിരിക്കും ആദ്യം കരയിലേക്ക് കയറി ഉണ്ടാവുക? ആദ്യം കരയിലേക്ക് കയറിയത് നമ്മുടെ നാട്ടിൽ കാണുന്ന മുഷു പോലുള്ള മത്സ്യങ്ങളാണെന്നാണ് ജിയോളജിസ്റ്റുകൾ പറയുന്നത്. കുറെ ജിയോളജിക്കൽ ഫോസിലുകളിൽ പേരിട്ട കുറെ മത്സ്യങ്ങളുണ്ട്. ഇവര് പറയുന്നത് എന്താ വെച്ചാൽ മുഴി പോലുള്ള മത്സ്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഇതേ ഇപ്പോഴും മുഴിക്ക് ഇതേ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ, നിങ്ങൾ ആർബോറസന്റ് ഓർഗൻസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ടാവുമല്ലോ. ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ഫിഷസ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കണ്ടാവും. അതിൽ പഠിക്കുന്നത് ഇത് ആർബോറസന്റ് ഓർഗൻ ആണ്. അവർ ആദ്യമായിട്ട് അന്തരീക്ഷവായു ഈ മത്സ്യങ്ങൾക്ക് 24 മുതൽ 26 മണിക്കൂർ അതിൽ കൂടുതൽ കിടക്കും. അത് അവരുടെ റെസ്പിറേഷൻ ആണ്. എന്റെ വീട്ടിൽ 7-8 ദിവസമൊക്കെ 7-8 ദിവസമല്ല 3-4 ദിവസമൊക്കെ ഈ മത്സ്യങ്ങൾ അങ്ങനെ കിടന്നിട്ടുണ്ട്. അല്പം അന്തരീക്ഷവായു, ഈർപ്പുള്ള വായു ഉണ്ടായാൽ മതി, സുഖമായിട്ട് അവരവിടെ കിടന്നു. അപ്പൊ ആദ്യത്തെ ഓക്സിജൻ അന്തരീക്ഷവായു ശ്വസിക്കുക എന്നുള്ളത് ഒരു കരയിൽ ഇവരായിരിക്കും ഈ മുഴി പോലുള്ള മത്സ്യങ്ങളുടെ പ്രാപ്യതാക്കളോ ആയിരിക്കും ആദ്യമായി കരയിലേക്ക് കയറിയ മത്സ്യങ്ങൾ. എന്ന് പറഞ്ഞാൽ മുഴു എന്ന് പറയുന്ന മത്സ്യം ആദ്യമായി, ഇന്നത്തെ മുഴി എന്ന് പറയുന്ന മത്സ്യം, നമ്മുടെ കേരളത്തിൽ കാണുന്ന മുഴി പോലുള്ള മത്സ്യങ്ങൾ നമ്മുടെ തവളകൾ പോലുള്ള മത്സ്യങ്ങളുടെ ഉഭയജീവികളുടെ പ്രാപ്യതാവാണ് എന്ന് പറയേണ്ടി വരും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റേ കാരിയും അതുപോലെ തന്നെയാണ്. കണ്ടോ? അപ്പൊ മത്സ്യങ്ങൾക്ക് ആദ്യം ഓക്സിജന്റെ പ്രശ്നം പരിഹരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് കരയിൽ 2 മിനിറ്റ് നിൽക്കാമെന്ന് വിചാരിച്ചു. കരയിലൊരു സ്ഥിതി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. ഡിവോണിയൻ കഴിഞ്ഞ് സൈലൂറിയൻ കാലമൊക്കെ ആവുമ്പോൾ കരയിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് കരയില് ഷഡ്പഥങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാലമാണ്.
ഷഡ്പദങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തുമ്പിക്കുള്ള വലിപ്പം കാറിന്റെ വലിപ്പമാണേ. ഒരു തീവണ്ടിയുടെ വലിപ്പമുള്ള തേരട്ടകളൊക്കെ ഉള്ള നാടാണ്. അപ്പോ കയറി വന്ന മത്സ്യങ്ങളെ പുതിയ അതിഥികളായിട്ട് ഈ ഷഡ്പദങ്ങൾ ആരും സ്വീകരിച്ചില്ല, അവർ പിടിച്ച് തിന്നാനോ നോക്കിയത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഓടി രക്ഷപ്പെടുക, അത് രണ്ടാമത്തെ ജോലിയാണ്. അപ്പൊ മൂന്നാമത്തെ ഒരു ജോലി എന്ന് പറയുന്നത് തലയൊന്നും ഉയർത്തണ്ടേ ഇവർക്ക്. നമ്മൾ പുഷപ്പ് എടുക്കുന്ന മാതിരി തലയൊന്നും ഉയർത്തണ്ടേ. അതിനെങ്ങനെ സാധ്യമായി? അതാണ് ഈ കാരി പോലുള്ള മത്സ്യങ്ങൾ, മുഴി പോലുള്ള മത്സ്യങ്ങൾ, അവരുടെ പെക്ടറൽ സ്പൈൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങളവരെ ജീവനോടെ കരയിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവരുടെ മൂവ്മെന്റ് അത്ര വലിയ മനോഹരമല്ലെങ്കിൽ പോലും, ഈ ഫെമിന ടിവിയിൽ കാണുന്ന കാറ്റ്വാക്ക് പോലെ സൗന്ദര്യാത്മകമായ നടപ്പല്ലെങ്കിലും ഒരു വളഞ്ഞു തിരിഞ്ഞുള്ളവരുടെ അരോചകമായ നടപ്പ് എന്ന് പറയുന്നത് ഡിവോണിയം കഴിഞ്ഞ് സൈലൂറിയൻ കാലഘട്ടത്തിൽ അവരൊന്ന് കരയിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ആദ്യം നടത്തിയാണ് കേട്ടോ അത്. അതാണ് നിങ്ങൾ ഈ വളഞ്ഞു മുളഞ്ഞ് നിങ്ങൾ ഇന്ന് കാണുന്ന നടത്തി. മനസ്സിലായോ? തീർന്നില്ല. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ശത്രുക്കളെ നോക്കണ്ടേ, അതിന് തല ഉയർത്തണ്ടേ. അത് ഇവരാണ്. നിങ്ങൾ നോക്കിയാൽ ഇത് ഇന്ത്യയിൽ പരിണമിച്ചുണ്ടായ മത്സ്യങ്ങളാണ്. ഇവരെ ഗോബീസ് എന്നാണ് നമ്മൾ പറയുക. ഗോബിയുടെ നമ്മുടെ പൂളാനൊക്കെ വരുന്ന മത്സ്യം, പൂളാൻ, പൂസാൻ എന്നൊക്കെ പറയുന്ന മത്സ്യത്തിൽപ്പെട്ട ഗോബി ഫോമിസ്. ഗോബിയുടെ ഫോംസ് നോക്കൂ, ഇവരുടെ കണ്ണുകൾ നോക്കുക. അതുകൊണ്ട് ഇവരെ വിളിക്കുന്നത് പെരി ഓഫ് താൽമസ് എന്നാണ്. പെരി എന്ന് വെച്ചാൽ ഔട്ടർ, ഓഫ് താൽമസ് എന്ന് വെച്ചാൽ കണ്ണ്. അവരുടെ കണ്ണ് പുറത്താണ് ഇരിക്കുന്നത്. എവിടേക്ക് വേണമെങ്കിലും നോക്കാം. നിങ്ങൾക്ക് ഇതിനെ പിന്നിൽ നിന്ന് ഈ മത്സ്യത്തെ പിടിക്കാൻ പറ്റില്ല. ഞാനിതിനെ ആൻഡമാനിൽ കണ്ടിട്ട് ധാരാളം. കേരളത്തിൽ തലശ്ശേരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് ചില ആളുകളെ നമ്മളോട് പറയുന്നു. ആ സ്പീഷീസ് അത് തന്നെയാണെന്ന് എനിക്കറിയില്ല. നോക്കൂ, അവരുടെ കൈകൾ പിടിച്ചിരിക്കുന്നു. നോക്കൂ, കൈകൾ പിടിച്ച് തലയൊന്ന് ഉയർത്തി ആദ്യത്തെ മത്സ്യം പെരി ഓഫ് താൽമസ് ആയിരിക്കും. ആൻഡമാൻ ദ്വീപുകളിലൊക്കെ ധാരാളം ഉണ്ട്. കേരളത്തിൽ തലശ്ശേരിയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ കരയിൽ കയറുക എന്നുള്ള ഓക്സിജന്റെ പ്രശ്നം അവർ പരിഹരിച്ചു. നടക്കുക എന്നുള്ള പ്രശ്നം, മൂവ് ചെയ്യുക എന്നുള്ള പ്രശ്നം, രണ്ടാമത് കാര്യമൊഴിവുള്ളവർ മത്സരിച്ചു. ഗോബി ഫോംസ് എന്ന് പറയുന്ന ഈ മത്സ്യങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറി കരയിൽ ഇവര് വേരുമ്പൊക്കെ ഇരിക്കുക. തവള ഇരിക്കുന്ന മാതിരി വേരുമ്പോ ഇങ്ങനെ ഇരിക്കും. അപ്പൊ വെള്ളത്തിൽ കയറി ദീർഘനേരം ഇരിക്കുക, ഒപ്പം തന്നെ തല ഉയർത്തുക. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഇനിയിപ്പോ ഒരു ആംഫിബിയൻ ആവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നോക്കൂ, ഇന്ത്യയിൽ കാണുന്ന, കേരളത്തിൽ കാണുന്ന മത്സ്യങ്ങൾ, കേരളത്തിലെ മത്സ്യങ്ങളെ ഞാൻ പരാമർശിക്കുന്നുള്ളൂ. കേരളത്തിൽ കാണുന്ന മത്സ്യങ്ങൾക്ക് ഒരു വലിയ ജിയോളജി ഉണ്ട്, ഭൗമശാസ്ത്രമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ ലളിതമാണ്. അത്ര വലിയ ഭയങ്കരമായ പ്രശ്നങ്ങളോ, ആ ജിയോളജി ഒക്കെ ഭയങ്കര ലളിതമാണ്. ഒരു 750 മുതൽ 800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങളെല്ലാം കൂടി ഒറ്റ ഭൂഖണ്ഡമായിരുന്നു. അതിന്റെ പേര് റൊഡീനിയ എന്നായിരുന്നു. അവർ ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. ഇന്ത്യ എപ്പോഴും മറ്റേ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് എത്തിയിട്ടുള്ളൂ. നമ്മൾ 8 ഡിഗ്രി നോർത്തിൽ നിന്നല്ലേ ആരംഭിക്കുന്നത് ഇന്ത്യ ഭൂഖണ്ഡം. ശ്രീലങ്ക 6 ഡിഗ്രിയാണ്. ഈ ഒറ്റ ഭൂഖണ്ഡത്തെ നമ്മൾ വിളിച്ചിരുന്ന പേര് റൊഡീനിയ എന്നാണ്. റോഡീനിയ എന്നുള്ള റഷ്യൻ വാക്ക്. അതിന്റെ പേരെന്താ വെച്ചാൽ മാതൃഭൂമി എന്നാണ്. ആ ഭൂഖണ്ഡം പിന്നീട് പൊട്ടിപ്പിളരാണ്. അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോഴാണ് ഈ പൊട്ടിപ്പിളരുന്നത്. അങ്ങനെ പൊട്ടിപ്പിളർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഭൂഖണ്ഡത്തിന്റെ കൂട്ടങ്ങളുടെ പേരാണ് പാൻജിയ. പാൻജിയ എന്ന വാക്കിന്റെ അർത്ഥം കര മാത്രം എന്നാണ്. ഇത് ആൽഫ്രഡ് സൂയസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ വാക്കുകളൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ അതിന് ചുറ്റും കടലായിരുന്നു. ചുറ്റുമുള്ള കടലിനെ നമ്മൾ പാൻതലാസ എന്നാണ് വിളിച്ചത്. പാൻജിയ വന്നപ്പോൾ അതൊരു സി ആകൃതിയിലായി. നിങ്ങൾക്ക് ആദ്യത്തെ ചിത്രത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന കടലിനെ നമ്മൾ ടെത്തിസി എന്നാണ് വിളിച്ചത്. ടെത്തിസിയുടെ അംശം ഇപ്പോഴും രാജസ്ഥാനിലെ സാമ്പർ ലേക്കിൽ കാണുന്നുണ്ട്. നോക്കൂ, അത് കഴിഞ്ഞ് 250 ദശലക്ഷം വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പൊ പാൻജിയ വീണ്ടും പൊട്ടിപ്പിളരുകയാണ്. വീണ്ടും പൊട്ടിപ്പിളർന്നിട്ട് ഈ ഏഷ്യയിൽ ഇന്നത്തെ ഇന്ത്യ ഒഴിച്ചുള്ള ഏഷ്യയുടെ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യ ഒരിക്കലും, നമ്മളിപ്പോൾ ഏഷ്യയിലാണ്, നമ്മൾ സൗത്ത് ഏഷ്യയുടെ ഭാഗമാണ്. ഇന്ത്യ സൗത്ത് ഏഷ്യൻ രാജ്യമാണ്. പക്ഷെ ഇന്ത്യ ഒരിക്കലും ഏഷ്യയുടെ ഭാഗമായിരുന്നില്ല. അത് ആദ്യം അടിവരയിട്ട് മനസ്സിലാക്കണം. ഇന്ത്യ ഏഷ്യയുടെ ഭാഗമല്ല. ഇന്ത്യ ആഫ്രിക്കയുടെ ഒക്കെ ഭാഗമാണ്. അടിവരയിട്ടോണം മനസ്സിലാക്കണം. അത് ഇവിടുത്തെ ജീവികൾ നമ്മളോട് പറഞ്ഞു തരുന്ന സത്യമാണ്. അപ്പൊ രണ്ടാമത് ഈ പാൻജിയ പൊട്ടിപ്പിളരുകയാണ്. അപ്പൊ ഇന്ത്യ ഒഴിച്ചുള്ള ഏഷ്യ, ഇന്നത്തെ നോർത്ത് അമേരിക്ക, കാനഡ, ഗ്രീൻലാൻഡ് ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു ഭൂഖണ്ഡം. അതിനെ നമ്മൾ വിളിച്ച പേരാണ് ലൊറേഷ്യ. സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ, മഡഗാസ്കർ, ഇതിനൊക്കെ കൂടി ചേർത്ത് മറ്റൊരു ഭൂഖണ്ഡമായി. അതിനെ നമ്മൾ വിളിച്ച പേരാണ് ഗോണ്ട്വാന. ഗോണ്ട്വാന എന്നുള്ള പേര് വരാനുള്ള കാരണം മധ്യപ്രദേശിൽ ഒരു പ്രത്യേകതരം ആദിവാസി സമൂഹം ഉണ്ടായിരുന്നു, ഗോണ്ടുകൾ എന്നാണ് പറഞ്ഞത്. ഒരു പ്രിമിറ്റീവ് ആദിവാസികൾ ആയതുകൊണ്ടാണ്, ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആദിവാസി സമൂഹം ആയതുകൊണ്ട് ആ പേരിൽ നിന്ന് ബ്രിട്ടീഷുകാരൻ അവരെ കുറിച്ച് എഴുതിയതിൽ നിന്നാണ് ഗോണ്ട്വാന എന്ന് പറയുന്നത്. അവരുടെ ഭൂമി എന്നുള്ള അർത്ഥത്തിലാണ് ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നതിൽ ഏഷ്യ ഉണ്ടായിരുന്നു, ഗോണ്ട്വാന എന്ന് പറയുന്ന ലാൻഡ് സൗത്ത് അമേരിക്ക ഉണ്ടായിരുന്നു, ആഫ്രിക്ക ഉണ്ടായിരുന്നു, ഇന്ത്യ ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു, അന്റാർട്ടിക്ക ഉണ്ടായിരുന്നു, മഡഗാസ്കറും ഉണ്ടായിരുന്നു.
ഒരു 280 ദശലക്ഷം വർഷം മുമ്പ് ആദ്യത്തെ ഒരു അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്നു സൗത്ത് അമേരിക്ക, ഇന്നത്തെ നിങ്ങളുടെ നെയ്മറുടെ നാട്, അല്ലെങ്കിൽ മെസ്സിയുടെ നാട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫുട്ബോൾ താരങ്ങളുടെ അർജന്റീന, ബ്രസീൽ, ചില്ലി അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് നാട്, അവരൊക്കെ കൂടി ഇന്ത്യയിൽ നിന്ന്, ഈ ഭൂഖണ്ഡത്തിൽ നിന്ന് വേർപിരിഞ്ഞു. പിന്നീട് 118 ദശലക്ഷം വർഷം മുമ്പാണ് വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടാകുന്നു, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്നു. ആഫ്രിക്ക ഇന്ത്യയിൽ നിന്ന് അകലുന്നു. നോക്ക്, ആ സമയത്ത് മഡഗാസ്കർ ആഫ്രിക്കയുടെ ഒപ്പമായിരുന്നു. പിന്നീട് ഒരു 80 ദശലക്ഷം വർഷം മുമ്പാണ് 80 ദശലക്ഷം വർഷം മുമ്പാണ് അടുത്ത സ്ഫോടനം ഉണ്ടാകുന്നത്. അതോടുകൂടി മഡഗാസ്കറും ഇന്ത്യയിൽ നിന്ന് വേർപിരിയുന്നു. ആസ്ട്രേലിയ, അന്റാർട്ടിക്കയും ഇന്ത്യയിൽ നിന്ന് വേർപിരിയുന്നു. അങ്ങനെ ഇന്ത്യൻ ഭൂഖണ്ഡം തനിച്ച് കുറേ നാൾ ഓടി നടന്നു. ഇന്ത്യൻ ഭൂഖണ്ഡം അങ്ങനെ തനിച്ചായിരുന്നു. നിങ്ങൾ ഇന്ത്യയുടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷേപ്പ് മനസ്സിലാവും. ഇന്ത്യയുടെ ഷേപ്പ് കണ്ട ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഈ കാശ്മീർ എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തായിരുന്നു, മനസ്സിലായ? ഈ സാധനം തിരിച്ചു വെച്ചാലാണ് ഇന്ത്യ ആവുക, മനസ്സിലായ? ഈ കാശ്മീരൊക്കെ ഈ ഭാഗത്തൊന്നും ഇപ്പൊ കാണുന്ന ഭാഗത്തല്ലായിരുന്നു, കാശ്മീർ ഈ കിഴക്ക് ഭാഗത്ത് മറ്റായിരുന്നു, മനസ്സിലായ? അങ്ങനെ ഇന്ത്യ കുറെ കാലം തനിച്ച് അങ്ങനെ ഒഴുകി നടന്നു. ഏതാണ്ട് 40-50 ദശലക്ഷം വർഷം മുമ്പാണ് ഈ ഇന്ത്യൻ 40 ദശലക്ഷം വർഷം ഇന്ത്യ അങ്ങനെ ഒഴുകി നടന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഇന്ത്യൻ പ്ലേറ്റ് ഇങ്ങനെ ചെന്നിട്ട് യുറേഷ്യൻ പ്ലേറ്റിന്റെ ഭാഗത്ത് ചെന്നിട്ട് ഒരു ഒറ്റ ഇടിയാണ്. അതായത് ഏഷ്യൻ പ്ലേറ്റുമ്പോൾ ചെന്ന് ഇടിക്കുകയാണ്. ആ ഇടിയോടുകൂടിയാണ് ഹിമാലയ പർവ്വതം ഉണ്ടാകുന്നത്. അതോടുകൂടിയാണ് ഇന്ത്യ ഏഷ്യയുടെ ഭാഗമായിട്ട് മാറുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ ജീവികളും തന്നെ എന്താണ്? ആഫ്രിക്കൻ എലമെന്റ്സ് ആണ്, സൗത്ത് അമേരിക്കൻ എലമെന്റ്സ് ആണ്. ഇതിന് തെളിവുകൾ എന്തൊക്കെയുണ്ടോ എന്ന് വെച്ചാൽ നല്ല രസകരമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ കന്യാകുമാരി പോയിട്ടുണ്ടോ? കന്യാകുമാരിയിൽ അവിടെ കാണുന്ന ഒരു പാറയുണ്ട്, അതിന്റെ പേര് ചാർണോക്കൈറ്റ്സ് എന്നാണ്. ജേക്കബ് ചാർണോക്ക് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ്. കൽക്കത്ത നഗരം ഡിസൈൻ ചെയ്തത് ജേക്കബ് ചാർണോക്കാണ്. കൊച്ചി നഗരം റോബർട്ട് ബ്രിസ്റ്റോ ഡിസൈൻ ചെയ്തതുപോലെ, ചണ്ഡീഗഡ് റോബർട്ട് കോപ്സിയർ ഡിസൈൻ ചെയ്തതുപോലെ, കൽക്കത്ത നഗരം ഡിസൈൻ ചെയ്തത് ജേക്കബ് ചാർണോക്കാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇവിടെ കാണുന്ന കല്ലിന് അതുകൊണ്ട് നമ്മൾ ജേക്കബ് ചാർണോക്ക് എന്നാണ് പേര് കൊടുത്തത്. അദ്ദേഹത്തിന്റെ പ്രതിമ കുത്തിയിരിക്കുന്നത് ഈ ചാർണോക്കൈറ്റ്സ് എന്ന് പറയുന്ന പാറ കൊണ്ടാണ്. ഇവിടുത്തെ മദ്രാസിലെ സെന്റ് തോമസ് പള്ളി പണിതിരിക്കുന്നതും ഈ പാറ കൊണ്ടാണ്, ചാർണോക്കൈറ്റ്സ് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ ജിയോളജിസ്റ്റുകൾ വിളിക്കുന്ന, കന്യാകുമാരിയിലെ ജിയോളജിസ്റ്റുകൾ വിളിക്കുന്ന പേരെന്താ അറിയോ? ഗോഡ്വാന ജംഗ്ഷൻ എന്നാണ്. പോയ കാലത്ത് എന്ന് വെച്ചാൽ ഒരു 87 ദശലക്ഷം വർഷം മുമ്പ് ആസ്ട്രേലിയയും അന്റാർട്ടിക്കയും ശ്രീലങ്കയും ഈ കന്യാകുമാരി മുനമ്പിൽ ഒരുമിച്ച് കിടക്കുകയായിരുന്നു. പിന്നീടാണ് പൊട്ടിപ്പിളർന്ന് മാരിയോൺ ഹോട്ട്സ്പോട്ടിന്റെ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഭാഗമായിട്ടാണ് അന്റാർട്ടിക്കയും ആസ്ട്രേലിയയും ഒക്കെ നമ്മിൽ നിന്ന് അകന്നു പോയത്. അന്റാർട്ടിക്ക ഇപ്പൊ ദൂരത്തെ എവിടെ കിടക്കുകയാണ്, മനസ്സിലായ? ആക്ച്വലി ആ അന്റാർട്ടിക്കയാണ് ഹിമാലയ നമ്മുടെ ഇവിടെ മഴ പെയ്യിക്കുന്നത് പോലും. ആളുകൾ വിചാരിക്കുന്നത്, നിങ്ങൾ പോലും, നമ്മൾ പഠിക്കുന്നവർ പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ പശ്ചിമഘട്ടം ഉള്ളത് കൊണ്ടാണ് മഴ പെയ്യുന്നതാണ്. പശ്ചിമഘട്ടം ഇല്ലെങ്കിലും മഴ പെയ്യും. പക്ഷെ ആ കാലാവസ്ഥയെ നയിക്കുന്നത് അന്റാർട്ടിക്ക അടക്കമുള്ള ഹിമാലയൻ പർവ്വതം ഉണ്ടായതിന്റെയൊക്കെ പിന്നിലാണ് ഈ പറയുന്ന ഇവിടുത്തെ മൺസൂണിന്റെ ഒക്കെ ചരിത്രം അങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. നോക്കൂ, ഇതാണ് ഗോണ്ട്വാന. അപ്പൊ നമുക്ക് ജീവനുള്ള തെളിവുകളുണ്ട്. ഇത് ഈ അടുത്ത കാലത്ത് കുഫോസിലെ ഡോക്ടർ രാജീവ് രാഘവൻ കണ്ടുപിടിച്ചൊരു മത്സ്യമാണ്. ഇതിന്റെ പേര് അനിക്മ ചെന്ന ഗോലു. ഇത് നിങ്ങളോട് പറയുന്നത് ഗോണ്ട്വാനൻ റിലിക്സ് ആണ് കേട്ടോ. ഗോണ്ട്വാന ഒരു കാലത്ത് ഇന്ത്യയും ആസ്ട്രേലിയയും അന്റാർട്ടിക്കയും സൗത്ത് അമേരിക്കയും ഒരുപാട് ഒരുമിച്ചുണ്ടായിരുന്ന കാലത്ത് നമുക്ക് ഇവിടെ ഉണ്ടായ മത്സ്യങ്ങളിൽ പെട്ടതാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ ഇതേപോലെ തന്നെ സബ്റ്ററേനിയൻ മത്സ്യങ്ങൾ, ഭൂഗർഭജല മത്സ്യങ്ങൾ. ഇത് ഒറാഗ്ലാഡിസ് കൃഷ്ണ എന്ന് പറഞ്ഞ കോട്ടയത്ത് 1950 കണ്ടുപിടിച്ച മത്സ്യമാണ്. 55 കണ്ടുപിടിച്ചു, 55 പേരിട്ടു. അങ്ങനെയാണ് ആ മത്സ്യമാണ്. അതിന്റെ പേരും നമ്മൾ ഈ പറയുന്നോണം എന്താണ്, ഇതും ഇതുപോലെ തന്നെ ഗോണ്ട്വാന, പഴയ ഗോണ്ട്വാന ബന്ധുത്വമുള്ള മത്സ്യങ്ങളാണ്. ഇത് എന്റെ പേരിലുള്ള മത്സ്യമാണ് ക്രിപ്റ്റോഗ്ലാനി ഷാജി. അതും ഈ പറയുന്ന സബ്റ്ററേനിയൻ അല്ല, എന്നാൽ പോലും സമ്പൂർണ്ണമായും ഭൂമിക്ക് അടിയിലല്ല എങ്കിൽ പോലും ഈ മത്സ്യം നമുക്ക് നൽകുന്ന തെളിവുകൾ ഈ ഗോണ്ട്വാന ഫോർമേഷൻ. പാൻജിയോ ബുജ എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചത് അതേപോലെ തന്നെ സബ്റ്ററേനിയൻ ബന്ധുത്വമാണ്. അതിൽ ഏറ്റവും രസകരമായ തെളിവ് നൽകുന്ന മത്സ്യമാണ് സിക്ലിഡ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ വള്ളത്തീ കരിമീനും. ഈ മത്സ്യം എന്ന് പറയുന്നത് ഇതേപോലെ ആഫ്രിക്കയും അന്റാർട്ടിക്ക, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഇന്ത്യ ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്ന കാലത്ത് മഡഗാസ്കറും ഇന്ത്യയിൽ നിന്ന് വിട്ടിട്ട്, ആഫ്രിക്കയിൽ നിന്ന് വിട്ടിട്ട് 47 ദശലക്ഷം ആഫ്രിക്കയുടെ കൂടെ ആയിരുന്നു മഡഗാസ്കർ. ആ മഡഗാസ്കർ പൊട്ടിപ്പിളർന്നിട്ടാണ് ഇന്ത്യയോടുകൂടി മഡഗാസ്കർ ഒട്ടിനിന്നു. ഏതാണ്ട് ഒരു 87 ദശലക്ഷം വർഷം മുമ്പ് മഡഗാസ്കർ വീണ്ടും ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു. ഈ മഡഗാസ്കർ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു എന്നുള്ളതിന് നൽകുന്ന ഏറ്റവും നല്ല തെളിവ് പാലക്കാട് ഗ്യാപ്പാണ്.
അതായത് ഇതാണ് കേരളത്തിന്റെ ഈ അരികെന്ന് വെച്ചാൽ കടലിനോട് അറബിക്കടലിനോട് ചേർന്ന അരികെന്ന് വെച്ചാൽ ഈ മഡഗാസ്കർ ഊർന്നിറങ്ങുകയാണ് ചെയ്തത്. ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ പൊട്ടിപ്പിള്ളരുകയല്ല, ഇങ്ങനെ ഊർന്നിറങ്ങുക. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ഗ്യാപ്പ്, അതാണ് ഈ പാലക്കാട് ഗ്യാപ്പ്. ആ ഊർന്നല് വലിച്ചില് വന്നൊരു ഗ്യാപ്പാണ് ഈ പാലക്കാട് ഗ്യാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അതീക്കോട്ടെ പാലക്കാട് ഗ്യാപ്പ് ഇല്ലാന്ന് വെച്ചാൽ ബാംഗ്ലൂർ നഗരമാണ് ഇല്ലാണ്ടാവുന്നത്. അറബിക്കടലിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റ് പാലക്കാട് ഗ്യാപ്പ് വഴി ഊട്ടിയിലെത്തി അവിടെ തണുപ്പിച്ച് അവിടെ നിന്ന് നേരെ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ കരുതി ആ കാറ്റാണ് ബാംഗ്ലൂർ ചെറിയ തോതിലെങ്കിലും മഴ പെയ്യിക്കുന്നത്. മനസ്സിലായോ? അത്രയും വലിയ കാലാവസ്ഥയിൽ സ്വാധീനം. ഇങ്ങോട്ട് വൃശ്ചികക്കാറ്റ് വരുന്നത് മാത്രമല്ല, അങ്ങോട്ട് പോകുന്നതിന്റെ കണക്ക് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കൂ, അത് ഒരു പാലക്കാട് ഗ്യാപ്പ് ഒരു ജിയോളജിക്കൽ എവിഡൻസ് ആണെങ്കിൽ വേറൊരു ലിവിങ് എവിഡൻസ് ആണ് ഈ സിക്ലിഡ്സ് എന്ന് പറയുന്നത്. ഇത് ആഫ്രിക്കയിൽ എവിടെയോ ഇവോൾവ് ചെയ്ത മത്സ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആഫ്രിക്കയിൽ നമ്മൾ മറ്റേ തിലാപ്പിയ പോലുള്ള മത്സ്യങ്ങൾ കാണുന്നിടത്ത് കാണുന്ന മത്സ്യമാണ്. നോക്കൂ, അവരെങ്ങനെയാണ് ഇന്ത്യയിലെത്തിയത്? ഇവർ അന്റാർട്ടിക്കയിൽ ഇല്ലേനും, പക്ഷെ അന്റാർട്ടിക്ക അതിക്കും പകർന്നു പോയി. ഇവിടെ വന്ന് ഇവർ രണ്ടുപേരും മാത്രമേ കടന്നുള്ളൂ, ബാക്കി സിക്ലിഡ്സ് ഒന്നും കടന്നില്ല. അതിന്റെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് വെച്ചാല് നമുക്ക് തെളിവ് നൽകുന്നത് വെച്ചാൽ ഈ സിക്ലിഡ്സ് ഒന്നും തന്നെ ഫ്രഷ് വാട്ടറിലേ കാണുള്ളൂ, കടലിൽ കാണില്ല. കടലിൽ കടന്നു വരാനായിട്ട് കടലിൽ സിക്ലിഡ്സ് കുറവാണേ. അപ്പൊ ഇവര് ആ കാലത്ത് ഒന്നായിരുന്ന കാലത്ത് ഇന്ത്യ ആഫ്രിക്കയോടും മഡഗാസ്കറിനോടൊക്കെ ചേർന്നിരുന്ന കാലത്ത് ഉണ്ടായ മത്സ്യങ്ങളാണ്. പിന്നീട് ഇവിടെ വന്ന് അവർ പുതിയ സ്പീഷീസായി മാറി, പുതിയ കാലാവസ്ഥയിൽ പുതിയ മത്സ്യമായിട്ട് മാറി. ഈ കേരളത്തിൽ കാണുന്ന ഒരു തരം കല്ലുണ്ട്, കൊറുണ്ടം എന്ന് പറയുന്നതിൽ 3 കല്ലുകളാണ്. ഒന്ന് രത്ന വൈഡൂര്യം, ഇന്ദ്രനീലം, ഇതേപോലെ പത്മരാഗം. ഈ കല്ലുകൾ കാണാനുള്ള പ്രധാനപ്പെട്ട കല്ലുകൾ കാണുന്ന പാറക്കെട്ടുകളും ഇതിനുള്ള തെളിവ് എത്യോപ്യ, മൊസാംബിക്, ഇതേപോലെ തന്നെ അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, നമ്മുടെ ഈ കന്യാകുമാരിയിൽ വരുന്ന സ്ഥലം, അവിടം വരെയാണ് ഈ പാറകൾ കാണുന്നത്. ഒറ്റ ബെൽറ്റാണ്. അവിടെ ഈ പത്മരാഗം എന്ന് പറയുന്ന കേരളത്തിൽ കാണുന്നതിന് വില കുറവാണ്. മൊസാംബിക്, എത്യോപ്യക്ക് ഭയങ്കര വില കൂടുതലുള്ള പത്മരാഗം എന്ന് പറയുന്ന കല്ലും നമുക്ക് ഈ പറയുന്ന തെളിവുകൾ നൽകുന്നുണ്ട്. ഒരേ പാറക്കെട്ടുകളിലെ ഈ കല്ലുണ്ടാവുന്നു. മനസ്സിലായ? ഇതിനകത്ത് അലൂമിനിയത്തിന്റെയും ഗാലിയത്തിന്റെയും ഒക്കെ ഓക്സൈഡുകൾ ഉള്ളതുകൊണ്ടാണ് അതിനകത്ത് തിളക്കം വരുന്നത്. കേരളത്തിലുള്ളതിന് ഇതിന് തിളക്കം കുറവാണ്. ഓക്കെ, എല്ലാം ഒരേ പാറയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ളതും, പത്മരാഗം ഒരേ പാറയിൽ നിന്ന് ഉത്ഭവിക്കും. ആ പാറകൾ ഈ സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പൊ പണ്ടവരൊന്നായിരുന്നു, ഭൂഖണ്ഡം ഒന്നായിരുന്നു എന്നുള്ളത് തെളിവുകളാണ്. ഓക്കെ, നിർത്തണോ? ഹലോ ഹലോ ജോർജി, സാറേ ആ നിർത്തണോ? നമുക്ക് അല്ല സാർ, നമുക്കൊരു 9 മണി വരെ എടുത്താൽ നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ വെച്ച്. ഓക്കെ, ശരി, ഓക്കെ, ശരി, ഓക്കെ, ഞാൻ പറയാം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 40 ദശലക്ഷം വർഷക്കാലം ഇന്ത്യ എന്ന് പറയുന്ന പ്ലേറ്റ് തല തിരിഞ്ഞിട്ടാണെങ്കിലും, കാശ്മീർ കിഴക്ക് വശത്തായിട്ടാണെങ്കിലും, ഗുജറാത്ത് വേറെ സ്ഥലത്തായിട്ടാണെങ്കിലും, നമുക്ക് ഈ പറയുന്ന ഇന്ത്യൻ പ്ലേറ്റ് ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു. അതായത് ചിത്രം നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. ഇന്ത്യൻ പ്ലേറ്റ് ഇങ്ങനെ വെറുതെ ഒഴുകി നടക്കുകയായിരുന്നു. ഇതാണ് യൂറേഷ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ, ചൈനയൊക്കെ ഉൾപ്പെട്ട ഏഷ്യൻ പ്ലേറ്റ്. അതിന്റെ അപ്പുറത്ത് യൂറോപ്പ് ഉള്ളത് കൊണ്ടാണ് യൂറേഷ്യൻ പ്ലേറ്റ് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നത്. നോക്കൂ, യൂറോപ്യൻ പ്ലേറ്റിലേക്ക് ഇന്ത്യൻ പ്ലേറ്റ് പതിയെ പതിയെ നീങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു 1.8 സെന്റിമീറ്റർ പെർ ഇയർ എന്നുള്ള നിരക്കിലാണോ, 1.8 സെന്റിമീറ്റർ പെർ ഇയർ എന്ന് പറയുന്നത് വലിയ അളവ് സ്പീഡാണ് കേട്ടോ. റോക്കറ്റിന്റെ സ്പീഡാണ് ഭൂമിയെ സംബന്ധിച്ച്. ഇപ്പൊ ഹിമാലയം ഒരു കൊല്ലം 10 മില്ലിമീറ്റർ ഉയരം വെക്കുന്നുണ്ട്. പർവ്വതങ്ങൾ ഉയരം വെച്ചുകൊണ്ടിരിക്കും കേട്ടോ, അത് വേറൊരു കാര്യമാണ്. ഹിമാലയം ഒരു കൊല്ലം 10 മില്ലിമീറ്റർ എന്ന രീതിയിൽ ഉയർന്നു വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഉയർച്ച ജിയോളജിയിലുണ്ട് കേട്ടോ. അപ്പൊ ഈ പ്ലേറ്റ്, ഇന്ത്യൻ പ്ലേറ്റ് ഇങ്ങനെ നീങ്ങിയിട്ട് അവസാനം യൂറോപ്യൻ പ്ലേറ്റിൽ ചെന്ന് ഇടിക്കുകയാണ്. അപ്പോഴാണ് ഹിമാലയം ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. അതിന് കുറെ തെളിവുകളുണ്ട്. ആ തെളിവുകൾ എന്ന് പറയുന്നത് ചില മത്സ്യങ്ങൾ അല്ലെങ്കിൽ സസ്തനികൾ, ഇപ്പൊ ഉദാഹരണത്തിന് വരയാട് ഇന്ത്യയിലേക്ക് കടന്നതല്ലേ, പശ്ചിമഘട്ടത്തിലേക്ക് കടന്നതല്ലേ. ഇന്ത്യയിലുള്ള സസ്തനികളിൽ നല്ലൊരു ശതമാനം യൂറോപ്പ്, ഏഷ്യയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. മനസ്സിലായ? അല്ലാതെ ഇന്ത്യയിൽ തനിച്ച് എവല്യൂഷൻ നടന്ന സസ്തനികൾ കുറവുള്ളൂ എന്നാണ്. ഇപ്പൊ കീരി ആയാലും വെരുക ആയാലും, ഇപ്പൊ സിംഹം എന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യ എന്ന് വന്നതാ. സിംഹം വെസ്റ്റ് ഏഷ്യ എന്ന് വന്നതാ, പടിഞ്ഞാറ്. അത് ഗുജറാത്ത് വരെ വരാനേ പറ്റുള്ളൂ. ഇവിടെ ഓൾറെഡി കടുവ ഉണ്ടായിരുന്നു. കടുവ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് വന്നതാ. എന്ന് വെച്ചാൽ ജാവൻ കടുവയുണ്ട്, നമ്മുടെ എക്സ്റ്റിങ്ക്ട് ഇതാന്ന് തോന്നുന്നു. നോക്കൂ, അവരൊക്കെ നേരെ ഈ ഇന്ത്യൻ പ്ലേറ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോ ഇത് കണ്ടത്, ഈ ഭാഗത്ത് ആസാം ഗേറ്റ് വേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആസാം ഗേറ്റ് വേ എന്നാണ് അതിന് പറയാ. അപ്പൊ ഈ ഭാഗത്തു നിന്നുള്ള സസ്തനികളൊക്കെ ആസാം ഗേറ്റ് വേ വഴി ഇന്ത്യയിലേക്ക് കടന്നു. ഇന്ത്യയിലേക്ക് കടന്നിട്ട് ഇന്ത്യയിൽ കുറെ പർവ്വത നിരകളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ ഭാഗത്ത്, ഈ വടക്ക് കിഴക്കൻ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെ അറ്റം വരെ ഹിമാലയം കിടക്കുകയാണ്. ഇവിടെ വരുമ്പോ ഗുജറാത്തിന്റെ കുറച്ച് മുകളിലായിട്ട് രാജസ്ഥാന്റെ ഭാഗത്തായിട്ട് ആരവല്ലി കിടക്കുകയാണ്. മധ്യ ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് ബിന്ദിയുണ്ട്, സത്പുര ട്രെൻഡ് ഓഫ് മൗണ്ടൻസ് ഉണ്ട്. ഗുജറാത്ത് തൊട്ട് കന്യാകുമാരി വരെ നമുക്ക് വെസ്റ്റേൺ ഘാട്ട് ചെയിൻ ഓഫ് മൗണ്ടൻസ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ കിഴക്കുന്ന, ഇവിടുന്ന് നമുക്ക് ഈസ്റ്റേൺ ഘാട്ടുണ്ട്.
ആന്ധ്രാപ്രദേശ്, ഒറീസ, തമിഴ്നാടൊക്കെ ചേർന്നിട്ട് ഈസ്റ്റേൺ ഗാഡ്സ് ഉണ്ട്. ഇത്രയധികം പർവ്വതനിരകൾ ഇവിടെ ഉണ്ടായി. ഇനി ഇപ്പോഴത്തെ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിലാണെങ്കിൽ നമുക്ക് ഹിമാലയത്തിന്റെ എക്സ്റ്റൻസ് ഉണ്ട്. പത്കായി ഭൂമിയുണ്ട്, ഗാരോ, ഗാസിയ, ജയന്തിയ കുന്നുകളുണ്ട്. പർവ്വതനിരകൾ വേണ്ടിടത്തോളം ഉണ്ട്. അപ്പൊ പർവ്വതനിരകൾ ഉള്ളത് കൊണ്ട് എന്താണ് മെച്ചം? നദികൾ ഉണ്ടാകും, അപ്പൊ മത്സ്യങ്ങൾക്ക് പോരാം. തണുപ്പുണ്ടാകും, അപ്പൊ നമുക്ക് തവളകൾക്ക് പോലുള്ള ആംഫിബിയൻസിന് പോരാം. നല്ല പ്രതലങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് റെപ്റ്റൈൽസിന് പോരാം. പക്ഷികൾക്ക് പിന്നെ ആ പ്രശ്നം വരുന്നില്ല. സസ്തനികൾക്ക് ആവശ്യത്തിലേറെ ഇരകൾ ഉള്ളത് കൊണ്ട് സസ്തനികൾക്കും പോരാം. അപ്പൊ ഈ കടുവ പോലുള്ള ജീവികൾ ഇന്ത്യയിലേക്ക് കടന്നത് ആസാം ഗേറ്റ് വേ വഴിയായിരിക്കും. അവർ ഇന്ത്യയിലേക്ക് കടന്നു. ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും അവര് എല്ലാ പൂച്ചവർഗ്ഗങ്ങളും ഇന്ത്യയിലേക്ക് ഏഷ്യൻ ഭാഗത്തുനിന്ന് കടന്നു എന്നാണ് പറയുന്നത്, ജിയോളജിസ്റ്റുകൾ പറയുന്നത്. അതിന് സിംഹം മാത്രമേ. സിംഹം വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് വന്നെന്നാണ് പറയുന്നത്. എനിക്ക് അതിന്റെ എവല്യൂഷൻ പിടികിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ആനകൾ ഇന്ത്യയിൽ തന്നെ എവല്യൂഷൻ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇറക്കിയ ഒരു സ്റ്റാമ്പ് ഉണ്ട്. ആ സീരീസ് ഓഫ് സ്റ്റാമ്പിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ആനകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിലുണ്ടായിരുന്ന ആനകളുടെ ഫോസിലുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. ആ ഫോസിലുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സ്റ്റീഗഡോൺ സൈവാലിക്, അങ്ങനെ ഒരു ആനയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ഫോസിലാണ് കേട്ടോ, ഫോസിലൈസ്ഡ് എലഫന്റ് ആണ്. അപ്പൊ നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്നത്, അപ്പൊ ഈ സൗത്ത് ഏഷ്യയിൽ യൂറേഷ്യൻ പ്ലേറ്റിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോ അവിടുന്ന് മത്സ്യങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട്. അതേസമയം ഓർക്കുക, ഇന്ത്യ എന്ന് പറയുന്നത് 40 ദശലക്ഷ വർഷക്കാലം ആഫ്രിക്കയുമായി ബന്ധപ്പെട്ടു, ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ടു, അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ടു. ഓക്കെ, ഇവരൊക്കെ ആയിട്ട് ബന്ധം വിട്ടു കഴിഞ്ഞപ്പോ ഈ ഇവിടെ തന്നെ എവല്യൂഷൻ നടന്ന് ഇവിടെ തന്നെ പുതിയ സ്പീഷീസ് ആയ പള്ളത്തി പോലെ, കരിമീൻ പോലുള്ള മത്സ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ തരിച്ച് അവിടെ കുറെ കാലം 40 ദശലക്ഷം വർഷക്കാലം തരിച്ചു നടന്ന ഇന്ത്യ യൂറേഷ്യൻ പ്ലേറ്റിൽ പോയി ഇടിച്ചപ്പോ അവിടെ നിന്ന് ചൈനയിൽ നിന്നും മറ്റ് ഏഷ്യൻ ഭാഗങ്ങളിൽ നിന്നും കുറെ മത്സ്യങ്ങൾ ഇങ്ങോട്ട് കടന്നതുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, പ്രത്യേകിച്ചും സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞാൽ ജാവ, ബോർണിയോ, സുമാത്രോ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളെയാണ് നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യ സൗത്ത് ഏഷ്യയിൽ വരുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളൊക്കെ വെസ്റ്റ് ഏഷ്യയിൽ വരുന്നതാണ്. അഫ്ഗാനിസ്ഥാന്റെ അപ്പുറമുള്ള രാജ്യങ്ങളൊക്കെ നമുക്ക് സെൻട്രൽ ഏഷ്യയിൽ വരുന്നതാണ്. ഇങ്ങനെയാണ് ഏഷ്യൻ ഭൂഖണ്ഡം വിഭജിച്ചിരിക്കുന്നത്. നോക്കൂ, അപ്പൊ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് ജാവ, ബോർണിയോ, സുമാത്ര തുടങ്ങിയ മലയൻ ആർക്കിപ്പലാഗ് എന്നുള്ള ജിയോഗ്രാഫിക്കൽ റെലത്തിൽ വരിക. അവിടെ നിന്നുള്ള ജീവികൾ ആസാം ഗേറ്റ് വേ വഴി ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല തെളിവുകൾ എന്ന് പറയുന്നത് ഞാൻ താഴെ കാണിച്ചിരിക്കുന്ന ഒരു മത്സ്യം. അതിന്റെ പേര് ട്രാവൻകൂറിയ ജോനസി എന്നാണ്. 1941 സുന്ദർലാൽ ഹൊറ എന്ന് പറയുന്ന ആള് പാമ്പാടുംപാറ എന്ന് പറയുന്ന എസ്റ്റേറ്റിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഒരു മത്സ്യമാണ്. ഇതിന്റെ ബന്ധുക്കളൊക്കെ നമ്മൾ കാണുന്നത് ഹിമാലയൻ നദികളിലാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മത്സ്യങ്ങളൊക്കെ തന്നെ, ഇത് വയനാട്ടിൽ നിന്നുള്ളത്, ഇതിന്റെ ഓസ്റ്റിയോകൈലസ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ 1996 ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടുപിടിച്ച മത്സ്യം ഓസ്റ്റിയോകൈലസ് ലോഞ്ചി ഡോർസാലിസ് എന്നാണ് അതിന്റെ പേര്. ഇത് ചിറക്, ഇത് ജുവനൈലാണ്, ഇത് അഡൾട്ടാണ്. അഡൾട്ടിന്റെ ചിറക് കണ്ടോ, അതുകൊണ്ടാണ് ലോഞ്ചി ഡോർസാലിസ്, ലോങ് ഡോർസൽ ഫിൻ എന്നാണ്. ഇത് വയനാട്ടിലെ കബനി നദിയിൽ നിന്ന് കണ്ടുപിടിച്ച ഓസ്റ്റിയോകൈലസ് നാഷി എന്ന്, ഓസ്റ്റിയോകൈലസ് നാഷി. താഴെ കാണുന്നത് കണ്ടക ബ്രവി ഡോർസാലിസ് എന്ന് പറയുന്നത് ഇതേ കുടുംബത്തിൽപ്പെട്ട തന്നെ ഒരു മത്സ്യം. നോക്കൂ, ഈ മത്സ്യങ്ങൾക്കെല്ലാം തന്നെ പാരമ്പര്യം, അവിടെ പ്രാപിതാക്കന്മാർ എവിടെയാണ് എന്ന് ചോദിച്ചാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായിരിക്കും. അവരെല്ലാവരും തന്നെ ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിയിടിച്ച സൗകര്യത്തിൽ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നവരാണ്. അവരവിടെ നിന്ന് കടന്നു പോന്നു, നേരെ സത്പുര ട്രെൻഡ് ഓഫ് മൗണ്ടനിലേക്ക് വന്നു. സത്പുര ട്രെൻഡ് ഓഫ് ഇന്ത്യ, സത്പുര ട്രെൻഡ് ഓഫ് മൗണ്ടനിലേക്ക് വന്നു. വിന്ധ്യ സത്പുര ആ കാലത്ത് പ്ലീസ്റ്റോസിൻ എന്ന് പറയുന്ന ഒരു പീരീഡിലാണ് നടന്നിട്ടുള്ളത്. ആ സമയത്ത് വിന്ധ്യ സത്പുര, ആരവല്ലി അടക്കം ഇടതൂർന്ന് ഇന്നത്തെ സൈലന്റ് വാലിയിലെ അല്ലെങ്കിൽ കൊട്ടിയൂര് അല്ലെങ്കിൽ ഈ പറയുന്ന തേക്കടിയിലേക്ക് നിത്യഹരിത വനങ്ങൾക്ക് സമമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ കൂടെ മത്സ്യങ്ങളൊക്കെ നേരെ നിങ്ങൾ ആ പടങ്ങളൊക്കെ വരച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യയുടെ പർവ്വതങ്ങളുടെ പടങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യ സത്പുര കടന്ന് നേരെ നീലഗിരിയിലെത്തി. നീലഗിരിയിൽ നിന്ന് അവർ പശ്ചിമഘട്ടത്തിന്റെ വിവിധ നോർത്തിലേക്കും സൗത്തിലേക്കൊക്കെ പോയി. ഇവിടെ വന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പുതിയ സ്പീഷീസുകളായി ഹിമാലയൻ ബന്ധുത്വം ഉപേക്ഷിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ പറയുന്നത് ഹൊറ സത്പുര ഹൈപ്പോത്തസിസ് എന്നാണ് കേട്ടോ. അങ്ങനെ ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുണ്ട്. സുന്ദർലാൽ ഹൊറ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ച് സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഓക്കെ, കണ്ടോ, ഇത്തരം മത്സ്യങ്ങൾ, ഹിമാലയത്തിലെ നദികളെ കുറിച്ച് നിങ്ങൾ നല്ല രസകരമായ ഒരു കാര്യമുണ്ട്. ഹിമാലയത്തിൽ ഇന്ന് കാണുന്ന നദികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഹിമാലയത്തിലെ ഏറ്റവും പഴക്കമുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള നദി എന്ന് പറയുന്നത് സിന്ധു ആണ്. സിന്ധുവിന് 39 മുതൽ 45 ദശലക്ഷം വരെ പഴക്കമുണ്ട്. സിന്ധു, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഗംഗയ്ക്ക് 7 ദശലക്ഷം മുതൽ 13 ദശലക്ഷം വരെ പഴക്കമുണ്ട്. ബ്രഹ്മപുത്ര ഇത്തിരി കൂടി പ്രായം കുറവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 5 മുതൽ 13 ലക്ഷം വരെ, 5 മുതൽ 7 ലക്ഷം വരെ മറ്റേ ബ്രഹ്മപുത്രയ്ക്ക് പഴക്കമുണ്ട്.
സംഭവിച്ചത് എന്താ വെച്ചാൽ ഹിമാലയത്തിന്റെ പെട്ടെന്ന് രണ്ടിടിയാണ് നടക്കുന്നത്. ആദ്യത്തെ ഇന്ത്യൻ പ്ലേറ്റിൽ നിന്ന് ഇടിക്കുന്നു, അപ്പോൾ ഹിമാലയത്തിന്റെ ഉയരം വർദ്ധിക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാമതൊരു കുട്ടിയിടിയും കൂടി ഉണ്ട്. ആ ഇടിയിലാണ് ഹിമാലയത്തിന്റെ എവറസ്റ്റ് പോലുള്ള ഉയർന്ന നംഗപർവ്വതം പോലുള്ള സസ്കർ പോലുള്ള അങ്ങനെയുള്ള ഉയരമുള്ള പർവ്വതനിരകൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ കൂട്ടിയിടിക്ക് ശേഷം. ആ കൂട്ടിയിടിയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സിന്ധുവിന്റെ ഗതി മൊത്തത്തിൽ ഗതി മാറി. സിന്ധുവിന്റെ പോഷക നദിയായിരുന്നു യമുന. യമുന പക്ഷെ ഇപ്പൊ ഇന്ന് ഗംഗയുടെ പോഷക നദിയാണ്. സിന്ധുവിന് കുറേ ഉപനദികൾ ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ പോഷക നദികൾ ഉണ്ടായിരുന്നു. ആ പോഷക നദികളെല്ലാം തന്നെ സിന്ധുവിന്റെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായ? സിന്ധുവിന്റെ പോഷക നദികൾ പലതും പോയി. ഇപ്പൊ സിന്ധുവിന് 5 പ്രധാനപ്പെട്ട, ലെഫ്റ്റ് ബാങ്കിൽ 5 പ്രധാനപ്പെട്ട പോഷക നദികളേ ഉള്ളൂ. റൈറ്റ് ബാങ്കിൽ നമ്മൾ പഠിക്കുന്നില്ല. ചില പാകിസ്ഥാനിലായിട്ടാണോ നമുക്കറിയില്ല, അല്ല വേറെ എവിടെ ആയിട്ടൊന്നും അറിയില്ല. ഇപ്പൊ സത്ലജ് ആയാലും രവി ആയാലും ചെനബ് ആയാലും ബിയാസ് ആയാലും രവി, ബയാസ്, ചെനബ്, സത്ലജ്, പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ, ഒരു നദി കൂടി ഉണ്ട്, അതിന് പേര് എനിക്ക് രവി, ചെനബ്, ബയാസ്, സത്ലജ്, കൂടി ഉണ്ട്. 5 പഞ്ചനദി. അത് പഞ്ചാബി കൂടെ കടന്നൊഴുകണേ. പഞ്ചാബി കൂടെ കടന്നൊഴുകണ പഞ്ചാബ് എന്ന് പറയാനുള്ള പേര് വരാനുള്ള കാരണം 5 നദികളുടെ നാടെന്നാണ്. നോക്കൂ, അപ്പൊ അങ്ങനെ ഒരു ഗതിമാറ്റം നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഗതിമാറ്റമൊക്കെ നടന്നിട്ടുണ്ട്. 2008 ഓഗസ്റ്റ് 18-ാം തീയതി, എന്ന് വെച്ചാൽ 2018 ഓഗസ്റ്റ് 18-ാം തീയതിയാണ് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. ഇത് 2008 ഓഗസ്റ്റ് 18-ാം തീയതി ഗംഗയുടെ ഒരു പോഷക നദിയായ കോസി നദി 12 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഒഴുകിയിട്ടുണ്ട്. ഇനി ഈ ഗംഗയും ബ്രഹ്മപുത്ര സിന്ധു ഉത്ഭവിക്കുന്നത് അടുത്തടുത്ത് നിന്നാണ്. കൈലാസ പർവ്വതത്തിൽ നിന്നാണ് രണ്ടും ഉത്ഭവിക്കുന്നത്. ഒന്ന് പടിഞ്ഞാട്ട് ഒഴുകുന്നു സിന്ധു, ബ്രഹ്മപുത്ര കിഴക്കോട്ട് ഒഴുകുന്നു. എന്നിട്ട് ബ്രഹ്മപുത്ര മുഴുവൻ പുറത്തുകൂടെ ഒഴുകിയിട്ട് അരുണാചൽ പ്രദേശിൽ വെച്ചിട്ടാണ് ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് 250 വർഷങ്ങൾക്ക് മുമ്പ്, ദശലക്ഷമൊന്നുമല്ല, വെറും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത് 1600 ഓഗസ്റ്റ് 24-ലാണ്. ക്യാപ്റ്റൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ഒരാള് കെല്ലി എന്ന് പറയുന്ന കപ്പലില് ഗുജറാത്ത് സൂറത്തിൽ കപ്പലടുപ്പിക്കുന്ന 1600 ഓഗസ്റ്റ് 24-ലാണ്. 1757 ജൂൺ 23-നാണ് പ്ലാസി യുദ്ധം ഉണ്ടാവുന്നത്. 1712 അടുത്തൊക്കെ ആയിരിക്കണം. ഈ ബ്രഹ്മപുത്രയും ഗംഗയും സെപ്പറേറ്റ് ആയിട്ട് 2 നദികളായിട്ടാണ് 250 വർഷം മുമ്പ് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ പതിച്ചിരുന്നത്. അതിനിടയ്ക്ക് കൂടെ ഒരു നദി ഒഴുകിയിരുന്നു, അതിന്റെ പേര് തീസ്ത എന്നാണ്. തീസ്ത എന്ത് ചെയ്തു? ബ്രഹ്മപുത്ര തട്ടിയെടുത്തു. എന്നിട്ട് 2 പേരും കൂടി ഇപ്പൊ ഗംഗയും ബ്രഹ്മപുത്രയും കൂടി ഒരുമിച്ച് മേഘനയായിട്ടാണ് ബംഗാളിലേക്ക് പതിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയുള്ളതിനെ നമ്മൾ റിവർ ക്യാപ്ചറിംഗ് എന്നൊക്കെയാണ് ജിയോളജിക്കാർ വിളിക്കുന്നത്. മനസ്സിലായ? അങ്ങനെ റിവർ ക്യാപ്ചറിംഗ് ഒക്കെ നടന്നപ്പോ തന്നെ മത്സ്യങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ നടത്തുന്നുണ്ട്. റിവറിന്റെ സ്വഭാവം മാറിയിട്ട് ഇപ്പൊ ഇന്ത്യക്ക് ബ്രഹ്മപുത്രയ്ക്കും ഗംഗയ്ക്കും ഇടയിൽ ഒരു നദിയും കൂടി ഇന്ത്യയിൽ ഒഴുകുന്നുണ്ട്. ആണുങ്ങളുടെ പേരുള്ള ഒരു നദിയാണ് അരുൺ. ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മപുത്രയുടെ ഒരു ബണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ അരുണിലേക്കാണ് പതിക്കുക. ബ്രഹ്മപുത്ര വറ്റി വരണ്ടു പോകും. അങ്ങനത്തെ. ഇതിക്ക് മുമ്പ് ഒരു നദി ഉണ്ടായിരുന്നു, ആസാമിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാട്ട് ഒഴുകണേ. ഇപ്പൊ അവിടെ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങോട്ടല്ലേ ഒഴുകണേ. അതെ, ബ്രഹ്മപുത്ര അവിടെ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടല്ലേ ഒഴുകണേ. ഇവിടുത്തെ കിഴക്കുന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാട്ട് ഒഴുകിയിരുന്ന വേറൊരു നദി ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഇൻഡോ ബ്രഹ്മ എന്നാണ്. സൈവാലിക് നദി എന്നും കൂടി പറയും. അപ്പൊ ഇത്തരം നദികളുടെ റിവർ ക്യാപ്ചറിംഗ് ഒക്കെ വഴി മത്സ്യങ്ങൾക്ക് പലതരത്തിലുള്ള ഒഴുക്ക് മാറി, ഗതി മാറി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ മത്സ്യങ്ങളുടെ മിക്സിംഗ് മാത്രമല്ല അവരുടെ ഘടനയിൽ, ഉദാഹരണത്തിന് ഇതൊക്കെ മത്സ്യങ്ങളുടെ, നിങ്ങൾ ഹിൽ സ്ട്രീം അഡാപ്റ്റേഷൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടാവും. നോക്കി, ആ കാണുന്ന മത്സ്യത്തിന്റെ അടിയിൽ ഒരു സെക്ടോറിയൽ ഡിസ്ക് കണ്ട. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഗാര എന്ന് പറയുന്ന മത്സ്യത്തിന്റെ സെക്ടോറിയൽ ഡിസ്ക് ആണ്. ഇത് ഭവാനിയ ഓസ്ട്രാലിസ് എന്ന് പറയുന്നത്. നോക്കൂ, അതിന്റെ പെക്ടറൽ ഫിൻ നോക്കൂ. നമ്മുടെ ചാലക്കുടി അതിരപ്പള്ളി പോലുള്ള വലിയ ഒഴുക്കുകളിൽ അതിൽ ഇവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും. പെക്ടറൽ ഫിൻ ഈസ് ലാറ്ററലി ഇൻസർട്ടഡ്, വെൻട്രൽ ഫിൻ ഈസ് ഓൾസോ ലാറ്ററലി ഇൻസർട്ടഡ്. The underside is very flat, so it can very well stick on the substratum in the torrential streams. Simultaneously, the other species is that the Glyptothorax madraspatana or Glyptothorax species. You look underside where it is the underside is glypted. In the child, it is there is a lot of fissures on that, so it can adhere on the substratum very firmly. Any current it can survive in any kind of current. എത്ര ഫ്ലോ ആയാലും അതിന് പിടിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായോ? അത് അഡാപ്റ്റേഷൻസ് ആണ്. ഈ അഡാപ്റ്റേഷൻസ് ഒക്കെ നമ്മുടെ ഇവിടെയുള്ള മത്സ്യങ്ങൾക്കുണ്ട്. ഓക്കെ, നോക്കൂ, റെഡ്യൂസ്ഡ് റെസ്പിറേറ്ററി ഏരിയ. ദിസ് ഈസ് ഓഫ് ഭവാനിയ ഓസ്ട്രാലിസ്. ഇറ്റ്സ് എ ഹൈലി അഡാപ്റ്റഡ് ടൊറൻഷ്യൽ സ്പീഷീസ്. ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഇത് കാണും. യു ലുക്ക് അറ്റ് ദ ഗിൽ ഓപ്പണിംഗ്, where the gill opening is restricted to very small area. That means there is no need of much large gills or extensive areas for respiration, because already the availability of oxygen is very plenty in that water. So the respiratory area they reduce it to maximum. Moreover, if the respiratory area or the gill area is very wider and faster, it will raise some sort of resistance to them. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരത് അങ്ങോട്ട് കുറച്ചു, റെസ്പിറേറ്ററി ഏരിയ കുറച്ചു. എന്നുവെച്ചാൽ ധാരാളം ഓക്സിജൻ ഉണ്ട്, കുറച്ച് ഏരിയ കൂടെ വലിച്ചാൽ മതിയല്ലോ.
അത് അഡാപ്റ്റേഷൻസ് ആണ്. ഇനി ചില മത്സ്യങ്ങൾ നിങ്ങളോട് അതിക്കും രസകരമായ കഥകൾ പറയും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മത്സ്യങ്ങൾ നിങ്ങളോട് പറയുന്ന ഭൗമശാസ്ത്രത്തെ കഥകളാണ്. ഇത് ലെപ്പിഡോപൈക്കോപ്സിസ് ടൈപ്പസ് എന്ന് പറയും. തേക്കടിയിലെ ലേക്കിൽ കാണുന്ന ഒരു മത്സ്യമാണ്. ഇറ്റ് ഈസ് എൻഡമിക് ടു പെരിയാർ ലേക്ക് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഞാൻ 1941 സുന്ദർലാൽ രാം ബഹദൂർ സുന്ദർ രാജ് എന്ന് പറയുന്ന ഒരാളാണ്. SP സുന്ദർ ബഹദൂർ രാജ് SP എന്നാണ് അദ്ദേഹമാണ് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ബ്രിട്ടീഷ് ഫിഷറീസ് മദ്രാസ് ഫിഷറീസിന്റെ ഡയറക്ടർ ആയിരുന്നു. ഇത് തേക്കടിയിൽ കാണുന്ന മറ്റൊരു മത്സ്യമാണ്. ഇത് അവിടെ എൻഡമിക് ആണ്. ഇതിന് ഗാര പെരിയാറൻസിസ് എന്നാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഞാൻ അഡാപ്റ്റേഷൻ കാണിച്ചല്ലോ, അതിന്റെ അടിവശമൊക്കെ ഇങ്ങനെ സക്ക് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന ഒരു മൗത്ത് കാണിച്ചല്ലോ. ഗാര പെരിയാറൻസിസ് എന്നാണ് പറയാ. ദിസ് ഈസ് ആൾസോ റെസ്ട്രിക്റ്റഡ് ടു ദ പെരിയാർ വാലി, ഫീഡേഴ്സ് ഓഫ് ദി പെരിയാർ റിവർ. ഈ മത്സ്യങ്ങൾ ഈ ലേക്ക്, നമ്മുടെ തേക്കടി ലേക്ക് ഉണ്ടായി. നമ്മൾ ഈ മത്സ്യങ്ങളെയൊക്കെ തേടി പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറെ ഇന്ത്യൻ ചരിത്രങ്ങളുണ്ട്. എല്ലാ മത്സ്യജീവികളും കുറെ കഥകൾ പറയുന്ന പോലെ. ഞാനത് അങ്ങനെ തേടിപ്പോയപ്പോ എനിക്ക് കിട്ടിയത് പെരിയാറിന്റെ ചരിത്രമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും മഹാത്ഭുതങ്ങളായിട്ടാണ് മുല്ലപ്പെരിയാർ ഡാമിനെ അക്കാലത്ത് അവതരിപ്പിച്ചത്. മനസ്സിലായോ? ഇത് ഗ്രാഫിക് എന്ന് പറയുന്ന പത്രം അക്കാലത്ത് പ്രസിദ്ധീകരിച്ച പണി നടക്കുന്നത്. ഇതൊക്കെ ഡാമിന്റെ അകത്ത് ഈ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും തേക്കടി ലേക്കിന്റെ അകത്തുണ്ട് കേട്ടോ. പലതും പൊളിച്ചു കളഞ്ഞിട്ടൊന്നുമില്ല. കംപ്ലീറ്റ് വെള്ളം പറ്റുകയാണെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. ഇത് ഗ്രാഫിക് എന്ന് പറയുന്ന പത്രം ആ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളൊന്നായിട്ട് ഈ പെരിയാർ ഡാമിന്റെ ചിത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇത് ലണ്ടനിൽ വന്ന ഒരു പത്രത്തിന്റെ പതിപ്പാണിത്. എനിക്ക് തേക്കടി ലേക്കിന്റെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ചരിത്രം ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ വായിച്ചോളൂ. മക്കൻസി എന്നാണ് അത് എഴുതിയ ആളുടെ പേര്. എഴുതിയിരിക്കുന്നത് മക്കൻസിയാണ് എഴുതിയിരിക്കുന്നത്. ഹിസ്റ്ററി ഓഫ് പെരിയാർ പ്രോജക്ട് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് കേട്ടോ. നിങ്ങളത് വായിക്കണേ, സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാൻ നോക്കണേ. നോക്കൂ, ഞാനത് രസകരമായിട്ട് കുറെ വായിച്ചു. ഇതാണ് പെന്നിക്കുക്ക് എന്ന് പറയുന്ന ഒരു സായിപ്പാണ് ഈ ഡാം പണിതത്. തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിന്റെ പ്രതിമയും ചിത്രമൊക്കെ ഉണ്ട്. തമിഴ്നാട്ടുകാർക്ക് ഇദ്ദേഹം പെന്നിക്കുക്ക് ദേവനാണ്, ദൈവമാണ് കേട്ടോ. ഞാൻ ഇതിന്റെ രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് തിരുവിതാംകൂറിന് അറിയില്ലായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് അറിഞ്ഞത്. അൺസർവേഡ് ഏരിയ എന്നാണ്. ഈ ഡാം പണിയാൻ പോകുമ്പോൾ ഈ ഏരിയ അൺസർവേഡ് എന്നാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ഡാം പണിയുന്ന മുല്ലപ്പെരിയാർ ഡാം? ഞാൻ ആ മീനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളോട് ഈ ഹിസ്റ്ററി മുഴുവൻ പറയാണ്. നിങ്ങളത് വായിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കൊരു തോന്നല്. അതുകൊണ്ടാണ്. ചിലപ്പോൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കൂ. കണ്ടോ, ഈ മുല്ലപ്പെരിയാർ ഡാം പണിയാനുള്ള കാരണം ഡ്യൂറിംഗ് ദ ഫാമിൻ ഓഫ് 1876-77, അതായത് അതിനെ സൗത്ത് ഇന്ത്യൻ മദ്രാസ് ഫാമിൻ എന്നാണ് അതിനെ പറയാ. സൗത്ത് ഇന്ത്യൻ ഫാമിൻ എന്നൊക്കെ പറയും. ആ സമയത്ത് മരിച്ചുപോയ ആളുകൾ ബിയോണ്ട് കമ്പ്യൂട്ടേഷൻ എന്ന് പറയാ. ദ ടോട്ടൽ ലോസ് ഓഫ് റവന്യൂ ആൻഡ് ദ ലൈഫ് അവർ ക്വൈറ്റ് ബിയോണ്ട് ദ കമ്പ്യൂട്ടേഷൻ. അത്രയധികം കോടിക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലി ബിക്കോസ് ഓഫ് ദ ഫാമിൻ. പട്ടിണി കിടന്ന് മരിച്ചതാണ്. അവർ കൊടുത്ത ബ്രിട്ടീഷുകാർ കൊടുത്ത കണക്കൊക്കെ അവർ അവതരിപ്പിക്കുന്നത് 7,92,047 രൂപ. മനസ്സിലായോ? അത്രയും അധികം പണം അവർ ചെലവാക്കിയിട്ടുണ്ട് ഈ ഫാമിനെ നേരിടാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണ് ആ ഫാമിൻ വന്നത്? അവിടെ കൃഷി ചെയ്യാനായിട്ട് വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോഴാണ് ബ്രിട്ടീഷുകാര് ഇവിടെ ഒരു ഡാം പണിയുന്നത്. അവർ നോക്കിയപ്പോൾ പടിഞ്ഞാട്ടുള്ള മലകളിൽ നിന്ന് പടിഞ്ഞാട്ടുള്ള വെള്ളം വെറുതെ ഒഴുകി പോകുന്നു അത്രേ. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മത്സ്യത്തെ കണ്ടുപിടിക്കാനുള്ള ഇവിടെ ഒരു ഡാം പണിയാനുള്ള ശ്രമം ആരംഭിക്കുകയാണ്. ഞാൻ ഇതിന്റെ ഒരു പരിശോധന എന്താ വെച്ചാൽ, അക്കാലത്ത് 1896 എഴുതിയ പുസ്തകത്തിലെ ഇവിടെ ലാറ്റിറ്റ്യൂഡൊക്കെ എഴുതിയേക്കണ കണ്ടോ? അത് ഞാൻ കറക്റ്റ് ആയിട്ട് ഇന്നത്തെ ഗൂഗിൾ നോക്കി പരിശോധിച്ചു. എന്ത് ആക്യുറസിയാന്നറിയോ? ഭയങ്കര ആക്യുറസി ആട്ടോ. ഈ 10 ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കൺവേർട്ട് ചെയ്ത് അതിനെ 31 ഡിഗ്രി എന്നൊക്കെ പറയുന്നത് നമുക്ക് കൺവേർട്ട് ചെയ്തെടുത്താൽ കറക്റ്റ് ഇതിൽ തന്നെ വന്നു. മനസ്സിലായ? നിങ്ങൾ വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് വായിച്ചിട്ട് പരിശോധിച്ചോളൂ കേട്ടോ. അവരുടെ ഒരു ആക്യുറസിയും കൂടിയാണ് നമ്മൾ നോക്കേണ്ടത്. ഡാം പണിയാനായിട്ട് ജെയിംസ് ക്ലാഡ്വെല്ലാണ് ആദ്യത്തെ ഒരു ശ്രമം നടത്തുന്നത്. അദ്ദേഹം എന്നിട്ട് എന്താ വെച്ചാൽ ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും കൂലി കൂടുതൽ ചോദിച്ച കാരണം കൊണ്ട് അദ്ദേഹം ആ പണി ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ആളുകൾക്ക് മലേറിയ വന്ന് കുറച്ചുപേര് മരിച്ചു പോവുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഡാമിന്റെ പണി. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന 2 നദികളാണ്, മുല്ലയാറും പെരിയാറും. മുല്ലയാർ എന്ന് പറയുന്നത് വെള്ളിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, പെരിയാർ എന്ന് പറയുന്നത് ചൊപ്പംപെട്ടി മല എന്ന് ഉത്ഭവിക്കുന്നു. രണ്ടും കൂടി ചേരുന്നിടത്താണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. അവിടെയാണ് ഗ്രാവിറ്റി ഡാം പണിതിട്ടുള്ളത് കേട്ടോ. ഓക്കെ, 1882 മെയ് 8 ഈ പെന്നിക്കുക്ക് രണ്ടാമത്തതിന്റെ ചാർജ് എടുക്കുന്നത്. റീവ്സ് എന്ന് പറഞ്ഞ സായിപ്പിനെയാണ് ഇത് ആദ്യം ഏൽപ്പിച്ചത്. റീവ്സ് അല്ല, സ്മിത്ത്. അദ്ദേഹം അത് പറ്റാതെ ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രൊപ്പോസൽ ഉപേക്ഷിച്ചിട്ടാണ് ഇദ്ദേഹം ഈ പണികൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ അന്നത്തെ കാലത്ത് ആ ഡാം പണിയുന്നതിന് ടോട്ടൽ പ്രൊജക്ട് എക്സ്പെൻഡിച്ചർ 53,99,700 ആയിരുന്നു. അത് തിരുവിതാംകൂറിന് കൊടുക്കാനുള്ള കാശും മറ്റു സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഡാം പണിക്ക് മാത്രമുള്ള കാശ് 53 ലക്ഷം. 53 കോടി ഉണ്ടായാൽ പണിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതിന് നഷ്ടം വന്ന ഈ ഡാം പണിയുമ്പോൾ മുങ്ങിപ്പോകുന്ന സ്ഥലത്തിനും ഒക്കെ തിരുവിതാംകൂർ രാജാവ് കാശ് ചോദിച്ചു. അങ്ങനെ കാശ് ചോദിച്ചപ്പോ ആ പൈസ കൊടുക്കണം. 40,000 രൂപ ഒരു കൊല്ലം തിരുവിതാംകൂർ രാജാവിന് കൊടുക്കണം. പിന്നെ പാട്ടക്കരാർ, അവിടെയാണ് ഈ 999 വർഷത്തേക്ക് പാട്ടക്കരാർ. തിരുവിതാംകൂർ രാജാവിന് ഫുൾ അധികാരം ഉണ്ടാവുമെങ്കിലും ഈ പാട്ടക്കരാറൊക്കെ അതിനകത്ത് എഴുതിയതാണ്. കൂടാതെ ഒരു കരാറും കൂടി ഉണ്ട്.
നദിയുടെ ഏറ്റവും ഡാമിനകത്തുള്ള നദിയുടെ ഏറ്റവും താഴെയിൽ നിന്ന് 155 മീറ്റർ ഉയരത്തിലുള്ള എല്ലാ പ്രദേശങ്ങളും, ആ പ്രദേശങ്ങളും മുങ്ങിപ്പോണതാണ്. ആ പ്രദേശങ്ങളും അതുകൂടാതെ യാതൊരു ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള 100 ഏക്കർ സ്ഥലവും കൂടി തിരുവിതാംകൂറുകാര് ഈ ബ്രിട്ടീഷ് രാജ്യത്തിന് കൊടുക്കണം. മനസ്സിലായ? അങ്ങനെയായിരുന്നു ആ കരാറ്. മനസ്സിലായ? പക്ഷെ തിരുവിതാംകൂറിന് സോവറിൻ റൈറ്റ് ഉണ്ട് ഇതിന് കേട്ടോ. ഇവിടെ എന്ത് കാര്യങ്ങളൊക്കെ വേണമെങ്കിലൊക്കെ അവർക്ക് തീരുമാനിക്കാം എന്നുള്ള ഒരു സോവർ. അങ്ങനെയാണ് ഈ ഡാം കരാറ് നിലനിൽക്കുന്നത്. അതാണ് ഇപ്പോഴും ഇത്. ഡാമിന്റെ പണി കംപ്ലീറ്റ് ചെയ്ത് 1889 ഡാം വാസ് കംപ്ലീറ്റഡ്. ചെറിയ പണികൾ ഒഴിച്ച് ഡാം മൊത്തം കംപ്ലീറ്റ് ചെയ്ത്. ഇത് അതിന്റെ ചിത്രങ്ങളാണ് കേട്ടോ. അന്ന് കാലത്ത് ഡാം പണിയുന്നതിന് മുമ്പുള്ള, നിങ്ങൾ ഈ പുസ്തകത്തിലൊക്കെ കാണാം. ഇത് കണ്ടോ? ഇത് ആ ഡീർ ഐലൻഡ് ഒക്കെയാണ്, ഇന്നത്തെ ഡീർ ഐലൻഡ് ഒക്കെയാണ് ഈ കാണുന്നത്. കണ്ടോ? ഡാം പടുത്തു തുടങ്ങിയപ്പോ 2 മലകൾക്ക് കുറുകെയാണ് ഡാം. ഈ ഡാമിന്റെ ഷെഡൊക്കെ അവിടെ ഉണ്ട്. ഇതുണ്ടോ? ഡാമിന്റെ അവിടേക്ക് വെള്ളം തിരിച്ചുവിടുന്നതൊക്കെയാണ് ഈ കാണുന്നത്. ഇതാണ് ഡാം പണിതിട്ട് ആദ്യത്തെ വ്യൂ ആണിത്, ഡാമിന്റെ പിറകിൽ നിന്നുള്ള. ഓക്കെ, ഇതാണ്. ഇതൊക്കെ ഞാൻ വെറുതെ കാണിച്ചതുള്ളൂ, നിങ്ങൾക്ക് ഒരു കൗതുകം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇത് രസമുള്ളതെന്ന് വെച്ചാല് ഈ ഡാം പണിത വിവരമൊക്കെ പിന്നീടും തിരുവിതാംകൂർ ഇത് എന്നാ പണിത്, എത്ര രൂപയ്ക്കാണ് കരാറ്, ഇതൊന്നും തിരുവിതാംകൂർ രാജ്യങ്ങൾ അറിഞ്ഞിട്ടില്ല. അവരുടെ ത്രിമൂലം പ്രജാസഭയിലൊക്കെ ഈ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. മനസ്സിലായ? വെൻ ദ പെരിയാർ ഡാം വാസ് കൺസ്ട്രക്റ്റഡ് 1932 10-ാം തീയതി, മേടം 10-ാം തീയതി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി കൂടിയപ്പോ വന്ന ചോദ്യമാണ്, എന്നാണ് ഈ പെരിയാർ ഡാം പണിത്. ഇവർക്കൊരു പിടിയിലായിരുന്നു. വേറെയും കുറെ രസകരമായ കാര്യമുണ്ട്. ഇതെന്താ വെച്ചാല് ഈ പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെക്കുന്നത് അറിഞ്ഞിട്ട് കോട്ടയം ദിവാനായിരുന്ന രാമറാവു തിരുവിതാംകൂർ രാജാവിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്ത് ഇങ്ങനെയാണ്: നിങ്ങൾ പെരിയാറിലെ അണ കെട്ടിയാൽ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുകയും പറവൂർ ചേർത്തല താലൂക്കിലെ പല പ്രദേശങ്ങളും എന്താ പറയാ പറവൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറുകയും, അതായത് പുഴയുടെ ജോലി കടലിനെ തടഞ്ഞു നിർത്തുകയാണല്ലോ, ആ ഒഴുക്ക് കുറഞ്ഞ വെള്ളം ഗതി കുറയുകയും അവിടെയുള്ള നെൽകൃഷിക്കൊക്കെ വ്യാപകമായ രീതിയിൽ കേടുവരികയും ചെയ്തു. പക്ഷേ കേട്ടോ, അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആലുവയിലെ പാടശേഖരങ്ങൾ നശിക്കുകയും നിരവധി ഗ്രാമങ്ങൾ നിർജീവമായി തീരുകയും ചെയ്യും. പെരിയാറിൽ നിന്നുള്ള വെള്ളപ്പൊക്കമാണ് വരാപ്പുഴ, ഏഴിക്കര, പറവൂർ, വടക്കേക്കര, പറവൂർ എന്നീ താലൂക്കുകളെ, പാടങ്ങളെ, കൊടുങ്ങല്ലൂരിലെ മൂലമുണ്ടാകുന്ന അഴിമുഖ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. പക്ഷെ ആ തിരുവിതാംകൂർ ദിവാൻ പേഷ്കാരുടെ അഭിപ്രായം ആരും കൈക്കൊണ്ടില്ല കേട്ടോ. ആരും കൈക്കൊണ്ടില്ല, ആരും കേട്ടില്ല, ആരും അതിന് മറുപടി കൊടുത്തൂല്ല, ആക്ഷൻ എടുത്തൂല്ല. നമുക്കിത് എന്താണ് സംഭവിച്ചതെന്ന് കാണുമെങ്കിൽ നിങ്ങൾ 20 ജൂലൈ 1942 തിരുവിതാംകൂർ പ്രജാസഭയിൽ ഒരു ചോദ്യം വരികയാണ്. ആ ചോദ്യം ചോദിക്കുന്നത് കോട്ടാലിൽ പി അബ്രഹാം എന്ന് പറയുന്ന ആളാണ് ചോദിക്കുന്നത്. ആ ചോദ്യം എങ്ങനെയാണ്: വിൽ ദ ഗവൺമെന്റ് ബി പ്ലീസ്ഡ് ടു സ്റ്റേറ്റ് വെദർ they have considered need for making arrangements for letting down some quantity of water through the Periyar Dam in the months of Madam to facilitate agriculture operations and prevent the saltish water in the Pokkali paddy fields in the Paravur Taluk. 50 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അടുത്ത ചോദ്യം വന്നു. ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്, കോട്ടാലിൽ പി അബ്രഹാം എന്ന് പറയുന്ന സാമാജികൻ ചോദിക്കുന്ന ചോദ്യമാണ്: ഗവൺമെന്റ്, ഞങ്ങളുടെ പറവൂർ താലൂക്കിലെ പൊട്കാളി കൃഷി ഇപ്പൊ നാശമാണ്, കാരണം ഉപ്പുവെള്ളം കണ്ടമാനം കയറുന്നു. ആ കയറുന്ന ഉപ്പുവെള്ളം തടഞ്ഞു നിർത്താനായിട്ട് പെരിയാറിലെ ഡാം തുറന്ന് കുറച്ച് വെള്ളം വിടാമോ? രാമറാവു പറഞ്ഞതൊന്നും കേട്ടില്ല. അപ്പൊ അതിന് ചാക്കോ പറയുന്ന മറുപടിയാണ്: ദ ക്വസ്റ്റ്യൻ ഹാസ് നോട്ട് ബീൻ കൺസിഡർ. ആ ചോദ്യം ഉദിക്കുന്നേ ഇല്ല. എന്നാ ആലോചിക്കുന്നതിന് ദയവുണ്ടാകുമോ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. മനസ്സിലായ? ഒരു വലിയ ഇതൊക്കെ ഇങ്ങനെ കുറെ കാര്യമുണ്ട് കേട്ടോ. ഞാൻ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചതാണ് നിങ്ങളോട് പറയുമ്പോൾ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് മത്സ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരുന്ന ബ്രിട്ടീഷുകാരാ. ബെൻസിലി എന്ന് പറയുന്ന ഒരാളാണ് ആ നിയമം കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ തിരുവിതാംകൂർ പ്രജാസഭയിൽ അദ്ദേഹം അവതരിപ്പിച്ച ബില്ലിന്റെ പേരാണ് ഈ കാണുന്നത്. എന്താണ്? ബിൽ ടു പ്രൊവൈഡ് ദ പ്രൊട്ടക്ഷൻ ഫോർ ദി ഗെയിം ആൻഡ് ഫിഷ്. ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ വേട്ടയാടുന്ന, ഹണ്ട് ചെയ്യുന്ന മറ്റു മൃഗങ്ങൾ, കാട്ടുപോത്ത്, ആന, അങ്ങനെയുള്ള മൃഗങ്ങൾ കൂടാതെ മത്സ്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് ഒരു നിയമം കൊണ്ടുവരാനുള്ള ബില്ല് ബെൻസിലി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നതൊക്കെ അദ്ദേഹം ആ വാദം ഉന്നയിക്കാനുള്ള കാരണം താഴെ പറയുന്നുണ്ട്. പീരുമേട് പ്ലാന്റേഴ്സ് അസോസിയേഷനിലെ നിർദ്ദേശം, ഒരു കത്തിന്റെ പുറത്താണ് അദ്ദേഹം തിരുവിതാംകൂർ പ്രജാസഭയിൽ ഇത് ഉന്നയിക്കുന്നത് കേട്ടോ. നോക്കൂ, അദ്ദേഹം പറയുന്നത്: എലഫൻസ്, ബൈസൺ, സാമ്പർ, സ്പോട്ടഡ് ഡിയർ, മുണ്ടിയാക്ക് എന്ന് പറഞ്ഞ കിഴമാൻ, ഓർ ബാർക്കിംഗ് ഡിയർ, മൗസ് ഡിയർ, ഐബക്സ് എന്ന് പറഞ്ഞ വരയാടിനെ കേട്ടോ. ബ്രിട്ടീഷുകാർ ഐബക്സിനെ, വരയാടിനെ നീലഗിരിത്താർ എന്നല്ല വിളിച്ചിരുന്നത്, അവർ ഐബക്സ് എന്ന കാട്ടാട്. ആൻഡ് ഹെയേഴ്സ് എന്ന് വെച്ചാൽ മുയൽ, ടൈഗേഴ്സ്, ലെപ്പേഴ്സ് എക്സെട്ര, അവരെയൊക്കെ സംരക്ഷിക്കാൻ ഓൾറെഡി നിയമമുണ്ട്. എലഫൻസ് ആർ ഓൾറെഡി പ്രൊട്ടക്റ്റഡ് അണ്ടർ റോയൽ പ്രൊക്യൂമേഷൻ. രാജകുടുംബത്തിന്റെ തീരുമാനപ്രകാരം എലഫൻസിനെ വേട്ടയാടാനേ പാടില്ല. പക്ഷെ മത്സ്യങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഒരു നിയമമില്ല. അതുകൊണ്ട് മത്സ്യങ്ങൾക്ക് വേണ്ടി കണ്ടോ അദ്ദേഹം പറയുന്നുണ്ട്: ഐ ആൾസോ
endeavored to save the fish from wanton and ruthless destruction. മീനുകളെ ഇപ്പൊ ഈ ഊത്ത പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ച് കൊല്ലുന്നതിനെതിരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു നിയമമായിരിക്കും, മത്സ്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു നിയമമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തേക്കടിയിൽ അതുപോലെ തന്നെ മത്സ്യങ്ങളെ കുറിച്ച് ആദ്യത്തെ പഠനം നടത്തിയത് ചാക്കോ ആണ്. അദ്ദേഹം മത്സ്യങ്ങൾ എന്താ പറയാ, അദ്ദേഹം മത്സ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം കൊടുക്കുന്നത് വെച്ചാൽ ദ കോമണസ്റ്റ് ഫിഷ് ഇൻ ദ പെരിയാർ ലേക്ക് ഈസ് മഹസീർ. മഹസീറാണ് ഇതിനകത്ത് ഏറ്റവും 20 മുതൽ 30 പൗണ്ട് വരെ തൂക്കം വെക്കുന്നുണ്ട്. ഒരു പൗണ്ട് എത്ര? 450 ഗ്രാമ. എത്രയോ ഗ്രാമ വലിയ 10-15 കിലോ ഒക്കെ ഉള്ള മത്സ്യങ്ങൾ അപ്പകാലത്ത് ധാരാളം ഉണ്ടായിരുന്നു എന്നർത്ഥം. മഹസീർ എന്ന് പറയുന്നത് മഹാസീർ, വലിയ കുയിൽ. ഇതാണ് മഹസീർ എന്ന് പറയുന്നത്. അയ്യോ സോറി ട്ടാ, അത് കാണിച്ചു തരാം. ഇത് പാവുകൻ എന്നൊക്കെ പറയുന്ന മത്സ്യം, അക്വേറിയത്തിനായിട്ട് അലങ്കാര മത്സ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ചില മത്സ്യങ്ങളുണ്ട് കേട്ടോ. ഇതിന്റെ പാവുകൻ എന്നാണ് പറയുക. ബെരിലിയസ് ബേക്കേരി അല്ലെങ്കിൽ ഒപ്സാരിയസ് ബേക്കേരി എന്നൊക്കെയാണ് ഇതിന്റെ പേര്. ഇതിന്റെ പേര് ഫാസിയാറ്റസ് എന്നാണ്. ഇതില് ഇപ്പുറത്ത് ചുവന്ന് കാണുന്നത് മെയിലാണ്, അപ്പുറത്ത് കാണുന്നത് ഫീമെയിൽ ആണ് കേട്ടോ. ഓക്കെ, ഇത് തുപ്പലാങ്കുത്തി എന്നൊക്കെ പറയുന്ന, വഴിക്കലാട്ടി എന്നൊക്കെ പറയുന്ന മത്സ്യമാണ്. ഡിവാരിയോ മലബാറിക്കസ് എന്ന് പറയുന്ന മത്സ്യമാണ്. ഇതിനൊക്കെ കഥകളുണ്ട്, നമ്മളോട് പറയാനുള്ള ഫുൾ ആയിട്ടുള്ള നേരം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതാണ് ഈ കൊയ്ത്ത. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് വരുന്ന കാരണം കൊണ്ട്, അതായത് പമ്പേലി ഷടിയും അതും ഇതൊക്കെ ഇടുന്ന കാരണം കൊണ്ട് ജീവിക്കാൻ പറ്റാതായ ജീവികളിൽ ഒന്നാണ് മത്സ്യം. ഇതിനെ നമ്മൾ പറയുക സിസ്റ്റൂറ ഡെനിസോണി എന്ന് പറയുന്ന മത്സ്യമാണ് കേട്ടോ. ഇതാണ് തേക്കടിയിൽ കാണുന്ന അടുത്ത മത്സ്യം. എൻഡമിക് ആയിട്ടുള്ള ഇപ്പം ഇന്ന് ഇതിന്റെ വംശത്തിൽപ്പെട്ട ഒരു പുതിയ സ്പീഷീസിനെ രാജീവ് രാഘവൻ കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ പേര് ഈക്കത്തലക്കണ്ട ഒസിയസഫാല, മറ്റേന്റെ പേര് ഈക്കത്തലക്കണ്ട ഇൻകോഗ്രേറ്റ. ഇന്ന് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അദ്ദേഹത്തിന്റെ പേപ്പർ ഇപ്പൊ നെറ്റിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കേരള യൂണിവേഴ്സിറ്റി ഫിഷറീസ് ആൻഡ് ഓഷൻ സയൻസിലെ ഡോക്ടർ രാജീവ് രാഘവനാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിന് പേരിട്ടുണ്ട് ഇൻകോഗ്രേറ്റ. ഇനി വിദേശ മത്സ്യങ്ങളും കേരളത്തിലുണ്ട്. വിദേശ മത്സ്യങ്ങൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനൊക്കെ നല്ല രസകരമായ കഥകളുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ എങ്ങനെ കീഴടക്കിയോ അത്രയും തന്നെ അധ്വാനം തന്നെ അവർ വിദേശ മത്സ്യങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട്. ടിപ്പു സുൽത്താന്റെ കാലത്ത് ഹൈദരലിയുടെ കാലത്ത് ഒരു മത്സ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് പൊന്നാനി റിവറിൽ. അത് ഹിൽഷയാണ്. ഹിൽഷ ഏറ്റവും വിലയുള്ള മത്സ്യങ്ങളിൽ ഒന്നാണല്ലോ, രുചിയുള്ള മത്സ്യങ്ങളിൽ ഒന്നാണ്. കട്ട്ള കൊണ്ടുവരുന്നത് 1946 കേട്ടോ. തിരുവിതാംകൂർ മറ്റേ തേക്കടി ലേക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗോദാവരി എന്നാണ് അത് കൊണ്ടുവന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ മിസ് കേരളേനെ പേരിൽ അറിയപ്പെടുന്ന ഡെനിസൺ ഇല്ലേ, ഡെനിസൺ സാഹിബാണ് ഈ കാണുന്നത്. ഡെനിസൺ സാഹിബാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് മൗറീഷ്യസിൽ നിന്ന് ഗൗരാമിയെ കൊണ്ടുവന്നത്. അത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഹൗസിന് മുമ്പിലുള്ള ഒരു ചെറിയ കുളത്തിലിട്ട് അദ്ദേഹം വളർത്തിയിരുന്നു. ആ ഡേക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അദ്ദേഹം ഈ ഡെനിസോണിക്ക് ഈ സാഹിബിന്റെ ലോർഡ് ഡെനിസന്റെ പേര് കൊടുത്തത്. അദ്ദേഹം മദ്രാസിലെ ഗവർണറായിരുന്നു കേട്ടോ. മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണറായിരുന്നു. 1939 ഈ പറയുന്ന എന്താ പറയാ ഗോൾഡ് ഫിഷ്. ഇപ്പൊ ഗോൾഡ് ഫിഷ് കേരളത്തിൽ തേക്കടിയിലുണ്ട്, മാട്ടുപ്പെട്ടി ഡാമിൽ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് തിലാപ്പിയാണ്. 1952 സെപ്റ്റംബർ 8 തിലാപ്പി. ഇത് തിലാപ്പിയ നീലോട്ടിക്കയാണ് കേട്ടോ. തിലാപ്പിയ മൊസാംബിക്ക ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് ട്രൗട്ടിനെ കൊണ്ടുവന്നാണ്. തിരുവിതാംകൂറിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ മൂന്നാർ രാജമല എസ്റ്റേറ്റിൽ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും. അവിടെ ഈ പറയുന്ന ട്രൗട്ടിനെ ഇൻട്രൊഡ്യൂസ്. ട്രൗട്ട് രാജകീയമായ ഒരു മത്സ്യമാണ്. 1865 ആദ്യമായിട്ട് ട്രൗട്ടിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നത്. അങ്ങനെ വൈവിധ്യമാർന്ന ചരിത്രങ്ങളും അധിനിവേശ കഥകളും ഒക്കെ ചേർന്നതാണ് മത്സ്യങ്ങളുടെ ഒരു ചരിത്രം. ഏത് ജീവിയെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ചരിത്രം, ഭൂമിശാസ്ത്രം ഒക്കെ യാത്ര ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കഴിയണമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും പോയി തുടങ്ങി പലരും. ഓക്കെ, നിർത്തുന്നു കേട്ടോ. ഹലോ, എല്ലാവരും പോയോ? ആൾക്കാരൊക്കെ പോയോ? ഇത് എല്ലാവരും ഓൺ ചെയ്ത് വെച്ചിട്ട് പോയിക്കായിരുന്നോ? ഞാൻ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞതാണോ? അല്ല, ആർക്കെങ്കിലും ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ Q&A സെഷൻ ആണ്. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ അല്ല, ഒരു സജഷൻ ആണ്. കേൾക്കുന്നുണ്ടോ? ഡോക്ടർ സജീവ് ഉണ്ടായിരുന്നോ? സജീവ്, അതെ. അപ്പൊ എന്റെ ഒരു സജഷനാണ്, ഓർഗനൈസേഷനോടുള്ള സജഷനാണ്. ഇത് സാധാരണ നമുക്ക് ലഭ്യമാവാത്ത ഒരു ടോക്കാണ്. അത് മത്സ്യങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയിട്ട് ഹിസ്റ്ററിയിലേക്കും ജിയോളജിയിലേക്കും വാക്കുകളുടെ നിഷ്പത്തിയിലേക്കും പടർന്നു പോകുന്ന, അതായത് പഴയ കാലം മുതൽ ഇന്ന് പത്രത്തിൽ വന്ന വാർത്തയടക്കം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഗംഭീരമായിട്ടൊരു പ്രസന്റേഷനാണ്. അപ്പോൾ ഓർഗനൈസേഷന് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഷാജി മത്സ്യങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് തവളകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പാമ്പുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്,
ഷഡ്പദങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, വളരെ ആഴത്തിൽ ജിയോളജി പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു ലെക്ചറോടും കൂടി അവസാനിപ്പിക്കുകയാണ്. മറ്റു വിഷയങ്ങളിൽ ജിയോളജിയുടെ ഒരു ടോക്ക് ആവാം, ആംഫിബിയൻസ് ആവാം, റെപ്റ്റൈൽസ് ആവാം, ബേർഡ്സ് ആവാം, ബട്ടർഫ്ലൈസ് ആവാം. അങ്ങനെ ഒരു സീരീസ് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസിനെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഒരു നറേഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അധികം ഇല്ല. അപ്പൊ ഓർഗനൈസേഴ്സ് അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു കേട്ടോ. ഞാൻ സജീവ് കയറി ഉണ്ടായ കണ്ടില്ലായിരുന്നു. ഡോക്ടർ സജീവിന് മനസ്സിലായോ നിങ്ങൾക്ക്? ഹലോ, ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ ഇപ്പൊ അഭിപ്രായമാണ്, ഡോക്ടർ സജീവിന് മനസ്സിലായോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അദ്ദേഹം KFRAയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആണ്, എന്റമോളജി വിഭാഗത്തിലെ. ഇതേപോലെ തന്നെ ധാരാളം സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇങ്ങനെ വായനാശീലം കൂടുതലുള്ള ആളുകളാണ്. അപ്പൊ ഞങ്ങളൊക്കെ കൂട്ടത്തിൽ പറയാ എന്താ വെച്ചാല് വായനയുടെ അസ്കത ഉള്ള ഒരാളാണെന്നാണ് ഞങ്ങൾ തമാശക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ പറയാ. രസകരമായിട്ട് ഈ ഹിസ്റ്ററി ഈ പരിസ്ഥിതിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, ചരിത്രം മാത്രമല്ല രാഷ്ട്രീയമുണ്ട്. അതെങ്ങനെയാണ് ഈ പരിസ്ഥിതിയിൽ ഇടപെടുന്നത്, രാഷ്ട്രീയം എങ്ങനെയാണ് പരിസ്ഥിതിയിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ പരിസ്ഥിതി എങ്ങനെയാണ് രാഷ്ട്രീയം മാറ്റിമറിച്ചത്, കൊളോണിയൽ ഹിസ്റ്ററി ഒക്കെ നമ്മളോട് പറയുന്നതാണ്. അത് അദ്ദേഹത്തിന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പ്രാവശ്യം സംസാരിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു ടോക്കിന് നിങ്ങൾ എന്തായാലും സംഘാടകർ ക്ഷണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ല രസമായിരിക്കും കേൾക്കാൻ. നിങ്ങൾ പൊളിറ്റിക്സ് അങ്ങനെ ടോക്കുകൾ തന്ന് ധാരാളം നടത്തിയിട്ടുണ്ട്. ഇന്റർനെറ്റിൽ അത് അവൈലബിൾ ആണ് കേട്ടോ, യൂട്യൂബിൽ അവൈലബിൾ ആണ് പലതും. ഓക്കെ. ഗുഡ് ഈവനിങ് സാർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സാർ. പറയൂ സാർ, നമ്മുടെ ഈ ഫ്രഷ് വാട്ടർ സിസ്റ്റം ഇല്ലേ, നമ്മുടെ എക്കോ സിസ്റ്റം, റിവേഴ്സ് ഒക്കെ, അപ്പൊ അവിടെ നമ്മളിപ്പോ ഒരു കൺസർവേഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറയും നമ്മൾ ഈ ഫ്രഷ് വാട്ടർ ഫിഷസ് ആണ് മോഡലായിട്ട് എടുക്കേണ്ടത്. അപ്പൊ അതിനൊരു പ്രധാനപ്പെട്ട ഒരു റീസൺ, 2 റീസൺ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എന്തുകൊണ്ട് നമ്മൾ ഫ്രഷ് വാട്ടർ ഫിഷസ്, എന്തുകൊണ്ട് നമ്മൾ ഫിഷസിനെ മോഡലായിട്ട് എടുക്കണം എന്നുള്ളത്? അല്ലെങ്കിൽ അതൊരു അതായത് ഈ ശുദ്ധജലത്തിലെ മത്സ്യങ്ങൾ അവർ ഇൻഡിക്കേറ്റർ സ്പീഷീസുകളാണ് പലതും. ഇപ്പൊ നമ്മൾ ഇക്വിസീറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കണ്ടിട്ടുണ്ട് നിങ്ങൾ, ഏറ്റവും പഴക്കമുള്ള ഫോസിലൈസ്ഡ് പ്ലാന്റുകളിൽ പെട്ട ഒന്നാണ് ഫോസിൽ വഴി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാൻ മണ്ണിലെ ഏറ്റവും നല്ലത്. വയനാട്ടിലൊക്കെ ചെന്ന് നമുക്ക് ധാരാളം കാണാൻ പറ്റും. അത് അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇൻഡിക്കേറ്റർ സ്പീഷീസുകളിൽ കൂടി പെട്ടത് കൂടിയാണ് ഈ മത്സ്യങ്ങളെ. വെള്ളത്തിന്റെ ശുദ്ധത അളക്കാനായിട്ട് നിങ്ങൾ pH ഓക്സിജനും ഒന്നും അളക്കേണ്ട കാര്യമില്ല. ചില സ്പീഷീസുകൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അതൊരു ഹെൽത്തി ഇക്കോസിസ്റ്റത്തിന്റെ ഒരു സൂചകവും കൂടിയാണ് മത്സ്യങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, മത്സ്യ സമ്പത്താണല്ലോ, ഒരു മത്സ്യസമ്പത്ത് എന്ന് പറയുമല്ലോ, അതൊരു സമ്പത്താണ്, ഒരു ജൈവ സമ്പത്താണ്. എത്രത്തോളം അത് ലഭ്യമാകുന്നു അത്രത്തോളം ആ നാട് സമ്പന്നമാകുന്നു കൂടി അർത്ഥമുണ്ട്. 2, വെള്ളത്തിലെ രാജാക്കന്മാരാണ്. അതായത് ഈ അക്വാറ്റിക് ഇക്കോസിസ്റ്റത്തിൽ ഏറ്റവും ടോപ്പ് ലെയറിൽ നിൽക്കുന്നത് മത്സ്യങ്ങളാണ്. മത്സ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേട് വന്നാൽ അത് അങ്ങേറ്റം താഴെ വരെ അത് ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് മത്സ്യങ്ങളെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കൊരു ഇക്കോസിസ്റ്റം, റിവേഴ്സ് ഇക്കോസിസ്റ്റം എത്രമാത്രം നല്ലതാണ് എന്നറിയാൻ, അല്ലെങ്കിൽ എത്രമാത്രം ശക്തമാണ് എന്നറിയാനായിട്ട്. അത് ജനങ്ങളെയും ശുദ്ധജല ലഭ്യതയെയും ജലത്തിന്റെ ആരോഗ്യത്തെയും ഒക്കെ എടുത്തു കാണിക്കുന്നു എന്നുള്ളതുണ്ട്. അതുകൊണ്ടായിരിക്കും മത്സ്യങ്ങൾ, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു. സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഹലോ സാർ. പറയൂ സാർ. ഓക്കെ സാർ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ലൈക്ക് നേരത്തെ സാറ് പറഞ്ഞല്ലോ ഇൻട്രൊഡ്യൂസ്ഡ് സ്പീഷീസ് നമ്മുടെ കേരളത്തിലെ വാട്ടർ ബോഡീസിൽ അധികമായിട്ട് വരുന്നുവെന്ന്. ബട്ട് സ്റ്റിൽ ലൈക്ക് ഇപ്പോൾ സാർ ഒരു ഫിഷറി സെക്ടറിൽ വർക്ക് ചെയ്ത സാറായതുകൊണ്ട് അറിയാവുന്ന കാരണം ലൈക്ക് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് തിലാപ്പിയ എന്ന മീനെ ഇപ്പോഴും ആൾക്കാർ സെല് ചെയ്യുന്നുണ്ട്. അത് ആൾക്കാർ കൊണ്ടുപോയി അവരവരുടെ കുളത്തിലോ അല്ലെങ്കിൽ ചെറിയ തോടുകളിൽ വിട്ട് അത് പിന്നെയും പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വേമ്പനാട് ഫിഷ് കൗണ്ടിന്റെ ഒരു ന്യൂസ് ആയിട്ട് കണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിലെ എക്സോട്ടിക് സ്പീഷീസ് ഉള്ള കാരിസം, തിലാപ്പിയ, കാർപ്പ്, ചക്കർ മൗത്ത് ക്യാറ്റ് ഫിഷ്, റെഡ് ബെല്ലി, ഗൗരാമിയൊക്കെ കൂടി വരുന്നതായിട്ട് കാണുന്നു. ആൻഡ് നേറ്റീവ് സ്പീഷീസ് കുറഞ്ഞു വരുന്നു. പക്ഷെ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിള് നമ്മുടെ തൊട്ടാവാടി ഒരു ഇൻട്രൊഡ്യൂസ്ഡ് സ്പീഷീസ് ആണല്ലോ. ബട്ട് സ്റ്റിൽ അത് നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, നമ്മുടെ ഒരു നേറ്റീവ് സ്പീഷീസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഏത് തൊട്ടാവാടിയാ? അതായത് മൈമോസ പുഡിക്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സ്പീഷീസ് ആണ്.
അങ്ങനെ എക്സോട്ടിക് സ്പീഷീസിൽ ധാരാളം ഉണ്ട്, പ്ലാന്റ്സിലൊക്കെ ധാരാളം ഉണ്ട്. ഈ മൈമോസ ഡിപ്ലോട്രൈക്ക എന്ന് പറയുന്നതാണ് എക്സോട്ടിക് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഇൻവാസീവ് എക്സോട്ടിക് ആയിട്ട് ഇൻവാസീവ് സ്പീഷീസ് ആയിട്ട് കരുതുന്ന മൈമോസ ഡിപ്ലോട്രൈക്കയാണ്. മനസ്സിലായോ? ആനത്തട്ടവാടി എന്ന് പറയും. അതിനെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല, അത് അംഗീകരിക്കാൻ പറ്റൂല. അതിനെ നിർമ്മാർജ്ജനം, സെന്ന അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോ. ഓക്കെ സാർ, അപ്പൊ എന്റെ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തിലാപ്പിയുടെ എണ്ണം എന്താണേലും കൂടി വരുന്നുണ്ട്. ബട്ട് അതിനെ ഇപ്പൊ ഫിഷറീസിൽ നിന്നാണെങ്കിലും വിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു കോമൺ സ്പീഷീസ് ആയിട്ട് നമ്മളിവിടെ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണ് അക്സെപ്റ്റൻസ്. ഒന്ന്, നമ്മൾക്ക് അത് ഭക്ഷണമായിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറുണ്ട്. രണ്ട്, അതൊരു പ്രശ്നമല്ല, അങ്ങോട്ട് വളർന്നോട്ടെ എന്ന് കരുതുന്ന, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്? അതെ സാർ. അതായത് അതാണ് അക്സെപ്റ്റ്, വളർന്നോട്ടെ എന്നുള്ള മട്ടിലല്ലേ? അതിപ്പോ എന്താ വെച്ചാൽ നമ്മൾ തോറ്റു, അതുകൊണ്ടാണ്. അതായത് തിലാപ്പിയ നീലോട്ടിക്ക, തിലാപ്പിയ മൊസാമ്പിക്ക രണ്ടിനെയും ഞാൻ പറഞ്ഞില്ല, അമരാവതിയിൽ നമുക്ക് 1 ഏക്കർ ഫിഷ് ചെയ്തിട്ട് നമുക്ക് അവിടെ കിട്ടിയത് എന്താണ്? തിലാപ്പിയ മാത്രമാണ്. എൻ്റെ അതിന്റെ വീഡിയോ അടക്കമുണ്ട് എത്രത്തോളം കിട്ടിയെന്നുള്ളതിന്റെ. അവിടുത്തെ ആളുകൾ ഇപ്പോ തിലാപ്പിയാണ് ഏറ്റവും കൂടുതൽ, അവിടുത്തെ മത്സ്യമായിട്ട് അവിടുത്തെ നാട്ടുകാർക്ക് അറിയില്ല അത് അവരുടെ മത്സ്യമല്ലെന്നും. അവർക്ക് മുമ്പുണ്ടായിരുന്ന കാര്യം ഒരു ജനറേഷൻ കഴിഞ്ഞ് ഇൻട്രോഡ്യൂസ് ചെയ്തതിനു ശേഷം അത് അവരുടെ മത്സ്യമായിപ്പോയി. അവർക്ക് തിലാപ്പിയ പിടിക്കുന്നതിലാണ് ഇപ്പൊ ആഹ്ലാദം. നമുക്ക് 1920കളിലോ 1930കളിലോ ഒക്കെ സർവേ നടത്തുമ്പോൾ ഉണ്ടായിരുന്ന മത്സ്യങ്ങളില്ല പലതും. പരൂളി പരൽ എന്ന് പറയുന്ന ഒരു പരല് ശ്രീരംഗപട്ടണത്തിൽ ഇല്ലാതായിരുന്നു പറയുന്നു. ആ പേര് പോലും അവിടുന്ന് മാഞ്ഞുപോയി. എന്തായിരിക്കും കാരണം? അതുള്ളിടത്തൊക്കെ ഈ തിലാപ്പിയ ഉണ്ടേ. ഇൻവാസീവ് സ്പീഷീസിന്റെ സ്ട്രാറ്റജികൾ വേറെയാണ്. അവര് കീഴടക്കുന്ന വേറെ രീതിയിലായിരിക്കും. അത് പിന്നെ സ്വാഭാവികമായിട്ട് എന്തോ ഷാജി ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. അദ്ദേഹം ചോദിച്ച ഈ കേസ് ഉണ്ടല്ലോ, മൈമോസ പ്യൂഡിക്ക. ഈ മൈമോസ പ്യൂഡിക്ക ഇവിടെ നമുക്കൊരു എക്സോട്ടിക് സ്പീഷീസ് ആണ്, ഇവിടെ വന്ന സമയത്ത് അതിന് ഇൻവേസീവ് ആയിട്ട് കരുതിയിരുന്നു. പക്ഷെ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ച് കഴിയുമ്പോൾ ഇത് നാച്ചുറലൈസ്ഡ് ആവും. അപ്പൊ മൈമോസ പ്യൂഡിക്ക ഓൾറെഡി നാച്ചുറലൈസ്ഡ് ആയ ഒരു സ്പീഷീസ് ആണ്. അതേസമയം വളരെ മുന്നേ വന്ന ട്രൊബലിന ഓട്ടറേറ്റീവ് അല്ലെങ്കിൽ ലെഡാന ക്യാമറ ഇതുവരെ നാച്ചുറലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് തൊട്ടാവാടി വേണമെങ്കിൽ ആട് തിന്നും, പക്ഷെ ലെൻഡാനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വെച്ചോ ഒന്നും ആട് തിന്നില്ല. അപ്പൊ എല്ലാ ഇൻവേസീവ് സ്പീഷീസും വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു നാച്ചുറലൈസേഷൻ പ്രോസസ്സിൽ എത്തിക്കഴിയുമ്പോൾ അതിന് നമുക്ക് പിന്നെ ഭയക്കേണ്ട ആവശ്യമില്ല. അത് നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രൊഡേറ്റേഴ്സ് അതിന് ഫീഡ് ചെയ്യാൻ തുടങ്ങി എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മൈക്കേനും മിക്രാന്ത എന്ന് പറയുന്ന ഒരു ചെടി വന്നിട്ട് അധികം ആയിട്ടില്ല, പക്ഷെ അത് ഓൾമോസ്റ്റ് നാച്ചുറലൈസ്ഡ് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പശുവും ഒക്കെ അത് തിന്നുന്നുണ്ട്. അപ്പൊ നാച്ചുറലൈസേഷൻ എത്ര പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നാച്ചുറലൈസേഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ അവർ ധാരാളം നേറ്റീവ് സ്പീഷീസിനെ ഡിസ്പ്ലേസ് ചെയ്ത് കളയും. അതാണ് പ്രോബ്ലം. ഓക്കെ സാർ. ഉത്തരം കിട്ടിയോ? സാർ. മൈമോസ പിടിക്കാൻ എപ്പോഴാ വന്നതെന്ന് എനിക്കറിയില്ല. സാർ, അതിന്റെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ സാറിനോട് ഇന്നലെ ക്രൈസ്റ്റ് വെച്ച് ലൈക്ക് അൽനീനയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ഫിഷസിന് ബാധകമായിട്ട് വന്നാൽ ഇതങ്ങനെയും ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഇല്ലേ? ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. കാരണം എന്താ അറിയാമോ, ഇപ്പൊ നമ്മൾ ഫിഷറിക്കാരെ എതിർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ കൊണ്ടാണപ്പാ. അതായത് ഇപ്പൊ ഈ കട്ട്ല, റോഹു, മൃഗാള് പോലുള്ള മത്സ്യങ്ങൾ തന്നെ ബ്രീഡ് ചെയ്യാത്ത മത്സ്യങ്ങളാണെങ്കിൽ നമുക്ക് 1-2 കൊല്ലം സ്റ്റോക്ക് ചെയ്തിട്ട് 2 കൊല്ലം വിശ്രമത്തിന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇക്കോളജിക്കൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാകുന്നില്ല. പക്ഷെ തന്നെ ബ്രീഡ് ചെയ്ത് പെരുകുന്ന ഇപ്പൊ കാറ്റ് ഫിഷ് പോലുള്ള മത്സ്യങ്ങളാണെങ്കിലേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടു. ഇപ്പൊ ക്ലാരിയസ് കാരിപ്പൈനസ് നിൽക്കുന്നുണ്ടോ? തേക്കടി ലേക്ക് അത് ഫുള്ളായി. അപ്പൊ അവിടെ അതിനെ പിടിച്ച് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടുത്തെ ശ്രമം മുഴുവൻ. അത് ടിലാപ്പിയ, 2 ടിലാപ്പിയ നമ്മുടെ കൺട്രോളിലല്ല. ഗപ്പീസ്, മൂന്നാറിലൊന്നും ഗപ്പീസ് എന്ന് പറഞ്ഞ മത്സ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് മുഴുവൻ ഗപ്പീസ് ആയിരിക്കും. വളരെ പെട്ടെന്ന് ബ്രീഡ് ചെയ്യില്ലേ? നെല്ലിയാമ്പതിയിൽ 1950 സർവേ നടത്തുമ്പോൾ ഗപ്പി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു എക്സോട്ടിക് ഫിഷ് ഇല്ല. ഇപ്പൊ അവിടെ ടിലാപ്പിയ ഉണ്ട്, ഗപ്പിയുണ്ട്. കേരളത്തിലല്ല. 2014 പ്രളയത്തിന് ശേഷം നമ്മുടെ എല്ലാ റിവേഴ്സും ഇൻഫെസ്റ്റഡ് ബൈ ദി ഇൻവാസീവ് സ്പീഷീസ്. രഹസ്യമായും പരസ്യമായും സൂക്ഷിച്ചിരുന്ന മത്സ്യങ്ങളൊക്കെ പുറത്തു പോകുന്നു. ചിലത് ബ്രീഡ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഏറ്റവും വലിയ പോയിസൺ എന്ന് പറയുന്നത്. ലിവിങ് പോയിസൺ എന്നാണ് നമ്മൾ അതിനെ വിളിക്കേണ്ടത്. ലൈവ് പോയിസൺ എന്നൊക്കെ വിളിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കോയിൻ ടേം ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ.
ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ. നമ്പറാണ് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചാൽ മതി, ലൊക്കേഷൻ അയച്ചു തരും. എന്നോട് എത്തണം പറഞ്ഞിട്ടുണ്ട്. ഖത്തറിലുള്ള മറ്റ പറഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞത് പറഞ്ഞത് കാണിക്കാം പറഞ്ഞു. ചർച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്ക് മീറ്റിംഗ് എടുക്കാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. സാർ ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയച്ചിട്ട് തിരിച്ചു വിളിക്കാം. സാർ എന്നാ എൻഡ് ചെയ്തോട്ടെ? പിന്നെന്താ, നിങ്ങളാണ് എൻഡ് ചെയ്യണ്ടേ. എത്രയും പെട്ടെന്ന് എൻഡ് ചെയ്തോളൂ. Okay. First of all, we extend our sincere gratitude to Dr. C.P. Shaji for delivering such an enlightening and engaging session on freshwater fishes as models for understanding ecology, evolution, and human history. Today's talk provided valuable insight into how freshwater fishes help us understand ecological interactions, evolutionary processes, and environmental changes. We are truly grateful to Dr. Shaji for sharing his knowledge and experience with us. We also sincerely thank everyone who joined us this evening and actively participated in the session. Your enthusiasm and support continue to make BioWoods a vibrant and growing scientific community. Thank you, sir.